Hi dears, welcome to Aegon Learning. എല്ലാവരും അടിപൊളിയായിട്ടില്ലേ? എല്ലാവരും ലൈവിൽ വാ, കമന്റ് ഇട്, മെസ്സേജ് അയക്ക്, ഷെയർ ചെയ്യ്, കമന്റ് ഇടൂ, ഡൗട്ടുകൾ കമന്റിൽ ചോദിക്കൂ. എല്ലാവർക്കും അടിപൊളിയായിട്ട് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അറിയാലോ സൊല്യൂഷൻ എക്സാമ്പിൾ പറയൂ എന്ന് പറയുമ്പോൾ കുട്ടികൾ പറയാം പഞ്ചസാര വെള്ളം, ഉപ്പ് വെള്ളം അല്ലേ സൊല്യൂഷൻ. സൊല്യൂട്ടും സോൾവെന്റും അടങ്ങിയ ഹോമോജീനിയസ് മിക്സർ ആണ് സൊല്യൂഷൻ. ആ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ടേമിനെ കുറിച്ച് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ സൊല്യൂഷന്റെ സൊല്യൂബിലിറ്റി, വേപ്പർ പ്രഷർ, റോൾസ് ലോ, സൊല്യൂബിലിറ്റി പറയുന്ന ഹെൻറിസ് ലോ, വേപ്പർ പ്രഷർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന റോൾസ് ലോ, ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, അബ്നോർമൽ മോളർ മാസ്, ഈ ഭാഗത്തു നിന്നുള്ള മുഴുവൻ തിയറിയും ഓടിച്ചു പറയുകയും അതോടൊപ്പം തന്നെ ബോർഡ് എക്സാമിൽ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനുകളും, ബോർഡ് എക്സാം ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ 1 മണിക്കൂറിന്റെ ഉള്ളിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഒരു സംശയവുമില്ല. ഇതിന്റെ അപ്പുറത്ത് ഇനി ഒന്നും നിങ്ങൾക്ക് കിട്ടാനില്ല എന്ന് തന്നെ വിചാരിച്ച് ക്ലാസ്സിലിരിക്കുക, ആക്റ്റീവായിട്ട് ക്ലാസ്സിലിരിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. എനിവേ മക്കൾ, സൊല്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് 2 കുട്ടികൾ ഇങ്ങനെ പോവുക, ചങ്ക് ബ്രോസ് ക്ലാസ് കഴിഞ്ഞ് പോവാണ്. പോകുന്ന സമയത്ത് 3 ചങ്ക് ബ്രോകൾ. അപ്പൊ ഇങ്ങനെ ഒരു കൂൾ ബാർ കണ്ടപ്പോൾ സൈഡിലേക്ക് ഇങ്ങനെ പോയി. അപ്പോൾ ഒരു ചങ്ക് ബ്രോ പറഞ്ഞു എനിക്കൊരു സ്ട്രോങ് ഒരു ആപ്പിൾ ജ്യൂസ് വേണം. അപ്പോൾ രണ്ടാമത്തെ ചങ്ക് ബ്രോ പറഞ്ഞു നിന്റെ കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ എനിക്ക് വേണം ആപ്പിൾ ജ്യൂസ്. മൂന്നാമത്തെ ആൾ പറഞ്ഞു നിങ്ങളെ രണ്ടാളെ കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ എനിക്ക് വേണം ആപ്പിൾ ജ്യൂസ്. അപ്പോൾ നോക്കുമ്പോൾ ഒന്നാമത്തെ ആൾ ചോദിച്ചു നിങ്ങളെ കയ്യിൽ കാശില്ല. നോക്കുമ്പോൾ കാശില്ല. ഇവർ പറഞ്ഞ ആപ്പിൾ ജ്യൂസ് വേണ്ട ചേട്ടാ. അപ്പോൾ ചേട്ടൻ ചോദിച്ചു എന്താണ്? ചെറിയ പ്രശ്നമുണ്ട്. പ്രശ്നം തീർത്തോളൂ, ഞാൻ ആപ്പിൾ ജ്യൂസ് അടിക്കാം. വേണ്ട ചേട്ടാ, കാശില്ല ചേട്ടാ. കുറച്ച് വെള്ളം തരും ചേട്ടാ. ചേട്ടൻ പറഞ്ഞാൽ വെള്ളം തരാം. അത് കുറച്ച് പഞ്ചസാര ഇട്ട് തരുമോ? ചേട്ടൻ ഇട്ട് തരാം. കിട്ടുമെന്ന് കണ്ടപ്പോൾ അവരവിടെ ഇരുന്നു. ഒരാൾ പറഞ്ഞു സ്ട്രോങ് പഞ്ചസാര വെള്ളം വരട്ടെ. മറ്റാൾ പറഞ്ഞു എനിക്ക് മീഡിയം പഞ്ചസാര വെള്ളം മതി. മറ്റാൾ പറഞ്ഞു എനിക്ക് ഷുഗറിൻ്റെ അസുഖം കൊണ്ട് പഞ്ചസാര കുറച്ച് മതി. ചേട്ടൻ 3 ഗ്ലാസ്സിൽ വെള്ളം എടുത്തു. സ്ട്രോങ് പറഞ്ഞ ആൾക്ക് 5 ടീസ്പൂൺ ഇട്ട്, മീഡിയം പറഞ്ഞ ആൾക്ക് 3 ടീസ്പൂൺ ഇട്ട്, വളരെ കുറച്ച് മതി എന്ന് പറഞ്ഞ ആൾക്ക് പഞ്ചസാര 8 കിട്ടിയില്ല. അങ്ങനെ ഇട്ട് അവരാ വെള്ളം കുടിച്ചു. ഈ 3 ആളുകളും ആ വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷനാണ് പറഞ്ഞത്. സൊല്യൂട്ട് സോൾവെന്റിൽ എത്ര ഉണ്ട് എന്നുള്ള കോൺസെൻട്രേഷനാണ് പറഞ്ഞത്. കടക്കാരൻ സ്പൂൺ വെച്ചിട്ട് അളന്നത്. പക്ഷേ കെമിസ്ട്രിയിൽ സ്പൂൺ വെച്ചിട്ടുള്ള കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാം. മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, ഈ കോൺസെൻട്രേഷൻ ടേമിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അതിൽ വരുന്ന ചോദ്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. കാരണം ടീസ്പൂൺ വെച്ച് കെമിസ്ട്രിയിൽ പറയാൻ പറ്റില്ല. പല നാട്ടിലും പല സൈസിലുള്ള ടീസ്പൂൺ ആയിരിക്കും. ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി എന്നോട് പറഞ്ഞു സാറേ ഞാൻ 1 ടീസ്പൂൺ കഞ്ഞിയാണ് കുടിക്കുക. ഞാൻ എന്താ മോളെ 1 ടീസ്പൂൺ കഞ്ഞിയാണ് കുടിക്കുന്നത്? ആ കുട്ടിയുടെ വീട്ടിലും ചെന്നപ്പോഴാണ് കണ്ടത് ടീസ്പൂണിൻ്റെ വലിപ്പം ഒരു കുടുക്കൻ്റെ വലിപ്പമുള്ള ടീസ്പൂണാണ്. പിന്നെ ആ വീട്ടിൽ അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് 500 രൂപ എടുത്തിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി എന്തെങ്കിലും കഴിച്ചു പോവാ. എനിവേ സൊല്യൂഷൻ 2 കോമ്പണന്റ് അടങ്ങിയ സൊല്യൂഷനെ പറയുന്ന പേരാണ് ബൈനറി സൊല്യൂഷൻ. എന്ത് മക്കളെ? ബൈനറി സൊല്യൂഷൻ. ബൈനറി സൊല്യൂഷനിലെ 2 കോമ്പണന്റുകൾ സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. നമ്മളിതാ പ്രോബ്ലം ചെയ്യും കേട്ടോ, ക്വസ്റ്റ്യൻ ചെയ്യും. പ്രീവിയസ് ഇയർ ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും. സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. സൊല്യൂട്ട് അളവ് കുറഞ്ഞ ആളാണ്. സൊല്യൂട്ട് ഈസ് റെപ്രസെന്റ് ബൈ ലെറ്റർ 2, സോൾവെന്റ് ഈസ് റെപ്രസെന്റ് ബൈ ദ ലെറ്റർ 1. അപ്പൊ നമ്മൾ ഈ നോട്ട്ബുക്ക് ഈ ചാപ്റ്ററിൽ W1 എഴുതിയാൽ അത് വെയിറ്റ് ഓഫ് സോൾവെന്റ് ആയിരിക്കും. W2 എഴുതിയാൽ അത് വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ആയിരിക്കും. സൊല്യൂട്ട് സോൾവെന്റ്. എനിവേ എന്താണ് സൊല്യൂട്ട്, എന്താണ് സോൾവെന്റ് നമുക്ക് അറിയാം. മെത്തേഡ്സ് ടു എക്സ്പ്രസ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. മാസ് പെർസെൻറ്റേജ് ആണ് സൊല്യൂട്ടിന്റെ മാസ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100. അതേപോലെ വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, മോൾ ഫ്രാക്ഷൻ കൈ. മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾ ഓഫ് സൊല്യൂട്ട് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ. ഇതാണ് മോൾ ഫ്രാക്ഷൻ. എങ്കിൽ K1 ഈക്വൽ ടു N1 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2. ഒരാൾ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അയാൾ നമ്പർ ഓഫ് മോൾ ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ. മോൾ ഫ്രാക്ഷന്റെ സമ്മ് 1 ആയിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ തിയറി കൂടുതൽ പറയുന്നില്ല, ഞാൻ നേരിട്ട് ക്വസ്റ്റ്യനിലോട്ട് ഹിറ്റ് ചെയ്യാനാണ് പോകുന്നത്. കോൺസെൻട്രേഷൻ ടേമുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യനിലോട്ട് ഞാൻ നേരിട്ട് ഹിറ്റ് ചെയ്യുകയാണ്. ശ്രദ്ധിച്ചോ? മോൾ ഫ്രാക്ഷൻ പറഞ്ഞു, മാസ് പെർസെന്റേജ് പറഞ്ഞു, വോളിയം പെർസെന്റേജ് പറഞ്ഞു, മാസ് ബൈ വോളിയം പെർസെന്റേജ് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെൻട്രേഷൻ ടേം ഇല്ല മക്കളെ, മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി. Molarity is represented by capital letter M. Molality is represented by small letter m. ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ് മൊളാരിറ്റി എന്ന്. മൊളാരിറ്റി
മൊളാരിറ്റി മൊള. അപ്പൊ ഇക്വേഷന് മുകളിൽ നമ്പർ ഓഫ് മോൾ ഓഫ് സൊല്യൂട്ട്. റിട്ടി ഒഴിക്കണ സൗണ്ട് വോളിയാണത്. വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്ററിലായിരിക്കും. മില്ലി ലിറ്ററിലാണെങ്കിൽ നമ്മൾ ബൈ 1000 ചെയ്യും. ആ 1000 നമ്മൾ മുകൾക്ക് മാറ്റി എഴുതാ ചെയ്യുക, ഇൻറ്റു 1000. മൊളാരിറ്റി മൊളാലിറ്റി സ്മോൾ ലെറ്റർ എം. മൊള നമ്പർ ഓഫ് മോൾ ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ W1 വെയിറ്റ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. വെയിറ്റ് ഓഫ് സോൾവെന്റിന് എന്ത്? കിലോഗ്രാം. മൊളാരിറ്റി മൊളാലിറ്റി. എന്റെ മക്കൾ, ഇതിൽ ഏത് കോൺസെൻട്രേഷൻ ടേം ആണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് എന്ന് ചോദിച്ചാൽ ഇവിടെ വോളിയം വരുന്നുണ്ട്. ടെമ്പറേച്ചർ മാറിയ ചേഞ്ച് ചെയ്യുന്ന ടേം വോളിയമാണ്. അപ്പൊ വോളിയം എവിടെയുണ്ടോ അതാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ്. മൊളാരിറ്റിയിൽ വോളിയം ഉണ്ട്, അതുകൊണ്ട് മൊളാരിറ്റി ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. പിടിച്ചോ, പിടിച്ചോ, ഇത് പരീക്ഷയിൽ ചോദിക്കുന്നതാണ്. മൊളാരിറ്റി ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. മൊളാലിറ്റിയോ ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ മൊളാരിറ്റി M = W2/M2 ഇൻറ്റു വോളിയം. മില്ലിലിറ്ററിലാണെങ്കിൽ ഇൻറ്റു 1000. നമ്പർ ഓഫ് മോൾ W2/M2 ഗിവൺ മാസ് ബൈ മോളാർ മാസ് എഴുതാം. അതേപോലെ ഇവിടെ മൊളാലിറ്റി = N2/M2 നമ്പർ ഓഫ് W2/M2 ഇൻറ്റു W1 ഗ്രാമിലാണെങ്കിൽ ഇൻറ്റു 1000. മൊളാരിറ്റി യൂണിറ്റ് മൊളാരിറ്റി മോൾ പെർ ലിറ്റർ, മൊളാലിറ്റി മോൾ പെർ കിലോഗ്രാം. ഞാനിത് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മൊളാലിറ്റി മോൾ ഫ്രാക്ഷൻ ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് മോൾ ഫ്രാക്ഷൻ. ഈ മാസ് പെർസെൻറ്റേജ് നമ്മൾ ഇൻറ്റു 100 അല്ലേ ചെയ്യാറ്, അതിന് ഇൻറ്റു 10⁶ കൊടുത്താൽ പാർട്സ് പെർ മില്യൺ. എനിവേ ഞാനിതാ ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. മക്കൾ നോക്കൂ കോൺസെൻട്രേഷൻ ടേമിലെ ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. മക്കൾ പരീക്ഷ ഒരു പേടിയും വേണ്ടട്ടോ. എയ്ഗന്റെ കൂടെ നിന്നോ, ഒരു പേടിയും പേടിക്കേണ്ട. നമ്മൾ പബ്ലിക് എക്സാമിന് മോഡൽ എക്സാമിന് നമ്മൾ പ്രത്യേക ക്രാഷുകൾ, മാരത്തോൺ ലൈവുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആരും ചിന്തിക്കാത്ത രൂപത്തിലുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജി എയ്ഗൺ മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. അതിന്റെ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി കഴിഞ്ഞു. കൂടെ നിന്നോ, റിസൾട്ട് ആക്കി തരും 100%. എന്റെ മക്കൾ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്ക്, ഇപ്പൊ കാര്യം നടക്കട്ടെ. മൊളാലിറ്റി ആൻഡ് മോൾ ഫ്രാക്ഷൻ are some methods for expressing concentration of solution. Okay, which these are temperature independent. ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ഏതാണെന്ന് ഞാൻ റൗണ്ട് ചെയ്യാണ്. മൊളാലിറ്റി അല്ലേ ഒന്ന് കമന്റ് ഇട്ട്, ലൈവിലുള്ളവരൊന്ന് കമന്റ് ഇട്ട്, ഏതാ ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ്? ഒന്ന് കമന്റ് ഇട്ടേ മക്കളെ. ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ഏതാണ്? മൊളാലിറ്റി ആൻഡ് ഓൾസോ മോൾ ഫ്രാക്ഷൻ. അതിലൊന്നും വോളിയം ഇല്ല, അതുകൊണ്ട് അത് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ്. അല്ലേ ഹായ് വിടടാ, ഹായ് വിട്. എന്ത് കളിയാണ്, എന്നെ ഒറ്റക്കാക്കി കളിക്കല്ലേ. മൊളാലിറ്റി മോൾ ഫ്രാക്ഷൻ അത് രണ്ടും ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്തായാലും തന്നെ ഡിഫൈൻ മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഈസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾ ഓഫ് വൺ കോമ്പണന്റ് ടു ടോട്ടൽ നമ്പർ ഓഫ് മോൾ. Mole fraction is the ratio of number of mole of one component to total number of mole. അടുത്തത് പ്രോബ്ലം ആണ്. A mixture contain 3.2 gram methanol, a molecular mass 32, and 4.6 gram ethanol, molecular mass 46. Find the mole fraction of each component. ഓരോ കോമ്പണന്റിന്റെയും മോൾ ഫ്രാക്ഷൻ ആണ് ചോദിച്ചത്. മോൾ ഫ്രാക്ഷൻ ഓഫ് ഈച്ച് കോമ്പണന്റ്. സോ നമ്പർ ഓഫ് മോൾ ഓഫ് മെത്തനോൾ. ക്ലാസ് ശ്രദ്ധിക്കട്ടോ. നമ്പർ ഓഫ് മോൾ ഓഫ് മെത്തനോൾ. മെത്തനോളിന്റെ ഗിവൺ മാസ് എത്ര? മെത്തനോളിന്റെ ഗിവൺ മാസ് 3.2. മോളിക്കുലാർ മാസ് 32. സോ ഇറ്റ് ഈസ് 0.1. 32/32 അല്ലേ? അപ്പൊ 3.2 ആയതുകൊണ്ട് 0.1. നമ്പർ ഓഫ് മോൾ ഓഫ് എത്തനോൾ, ഗിവൺ മാസ് ഓഫ് എത്തനോൾ അവർ തന്നിരിക്കുന്നത് 4.6. മക്കൾക്കറിയില്ലേ 4.6/46? ഇതിനെ 46 × 10⁻⁻1
ഡിവൈഡ് ബൈ 46 എന്ന് എഴുതിയാൽ 1 × 10⁻⁻1 എന്ന് പറഞ്ഞാൽ 0.1 കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചതാണ്. സോ നമ്പർ ഓഫ് മോൾ ഫ്രാക്ഷൻ ഓഫ് മെഥനോൾ, രണ്ടാളുടെയും നമ്പർ ഓഫ് മോൾ കിട്ടി. മോൾ ഫ്രാക്ഷൻ ഓഫ് മെഥനോൾ ഈക്വൽ ടു അതിൻ്റെ നമ്പർ ഓഫ് മോളായ 0.1 ഡിവൈഡഡ് ബൈ 0.1 പ്ലസ് 0.1, that is equal to 0.1 by 0.2, that is equal to 1 by 2, that is equal to 0.5. ഒരാളെ മോൾ ഫ്രാക്ഷൻ, മെത്തനോളിൻ്റെ മോൾ ഫ്രാക്ഷൻ 0.5 ആണെങ്കിൽ എത്തനോളിൻ്റെ മോൾ ഫ്രാക്ഷൻ, ഒരാളെ മോൾ ഫ്രാക്ഷൻ കിട്ടിയാൽ മറ്റാളത്തെ കിട്ടാൻ 1 മൈനസ് 0.5 ഈക്വൽ ടു 0.5. ഈച്ച് കോമ്പണന്റ്, രണ്ട് കോമ്പണന്റിന്റെയും മോൾ ഫ്രാക്ഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടാളുടെയും മോൾ ഫ്രാക്ഷൻ നമ്മൾ കാണണം. മെത്തനോളിന്റെ മാത്രം കണ്ടാൽ പോരെ, എത്തനോളിന്റെയും കാണണം. അപ്പൊ ആ ക്വസ്റ്റ്യന്റെ ആൻസർ മനസ്സിലായില്ലേ? സിമ്പിൾ ആണ്. 2 മാർക്കാണ് ആ ക്വസ്റ്റ്യന്. നമ്പർ ഓഫ് മോള് കണ്ട്, എന്നിട്ട് നമ്പർ ഓഫ് മോളിന് നമ്മൾ ടോട്ടൽ ഗിവൺ മാസ്, നമ്പർ ഓഫ് മോൾ കണ്ട് ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ് വെച്ച് നമ്പർ ഓഫ് മോൾ കണ്ടു, എന്നിട്ട് മോൾ ഫ്രാക്ഷൻ കണ്ടു. അല്ലേ? അല്ല മക്കളെ, അടിപൊളിയായിട്ട് പഠിക്കാം. കൂടെ നിൽക്കി, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യ്, എല്ലാരും കൂട്ടി വാ, കളിക്കല്ലേ. ഒറ്റക്ക് പഠിച്ചാൽ പോരെ, എല്ലാരും പഠിക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ മൊളാരിറ്റി. Molarity is the number of mole of solute. Molarity is the number of mole of solute present in volume of solution in liter. അങ്ങനെ ഡിഫൈൻ ചെയ്യണം. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്താൽ മതി. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾ ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ ലിറ്റർ ഓഫ് സൊല്യൂഷൻ എന്ന് ഡെഫിനിഷൻ എഴുതുക. ഇക്വേഷൻ അറിയാമല്ലോ, അത് ഡെഫിനിഷൻ ആക്കി മാറ്റുക. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി, മൊളാരിറ്റി ക്യാപിറ്റൽ M of solution containing 10 gram W210, molecular mass of NaOH 40, volume of solution 450. മൊളാരിറ്റിന്റെ ഇക്വേഷൻ അറിയാലോ, നമ്പർ ഓഫ് മോൾ ബൈ വോളിയം. നമ്പർ ഓഫ് മോൾ എന്ന് പറയുന്നത് ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. 10/40 into 450. വോളിയം മില്ലി ലിറ്ററിലായതുകൊണ്ട് ലിറ്റർക്ക് മാറ്റാൻ മുകളിൽ into 1000. ദ വാല്യൂസ് ഒക്കെ വെട്ടുന്നു, വെട്ടി 0 വെട്ടി, വെട്ടിയില്ലേ? ഈ 0 വെട്ടി. ഓക്കെ, സോ അവിടെ ആൻസർ വരുന്നത് 100 ഡിവൈഡഡ് ബൈ 4 into 45. 100 ഡിവൈഡ് ബൈ 4 into 45. 100 ഡിവൈഡ് ബൈ 4 into 45 ആണ് അവിടെ വരുന്നത്. വാട്ട് ഈസ് 4 into 45? 4 into 45, 100 divided by 4 into 45, that is equal to 100 divided by 180. ബോർഡ് എക്സാം നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. 100 by 180 0.55 വരും. ബോർഡ് എക്സാമിന് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. ബോർഡ് എക്സാമിന് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. അപ്പം മൊളാരിറ്റി W2 by M2 into volume into 1000. ലൈവിൽ വാ, കമന്റ് അടിക്ക്. ലൈവിൽ വന്ന് കമന്റ് അടിക്ക്. കമന്റ് അടിക്കാൻ നിങ്ങൾ ഉഷാറാന്ന് എനിക്കറിയാം. ലൈവിൽ വന്ന് കമന്റ് അടിക്ക്. അതാണ് ആണത്തം, അതാണ് പെണ്ണത്തം. ആണുങ്ങളെ മാത്രം കുറ്റം പറയണ്ട. എനിവേ, മൊളാരിറ്റി. അപ്പൊ ഇത്തരം കോൺസെൻട്രേഷൻ ടേമുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകും. അടിപൊളിയായിട്ട് പഠിക്കുക, നന്നായിട്ട് മാർക്ക് വാങ്ങുക, ടെൻഷൻ ആവാതെ പരീക്ഷയെ നേരിടുക, എയ്ഗണിനൊപ്പം നിൽക്കുക. മാരത്തോണൊക്കെ വരുന്നുണ്ട്, പൊളിക്കണം നമുക്ക്. രാത്രി 12 മണി 1 മണി വരെയൊക്കെ പഠനം തന്നെ ആയിരിക്കും. ആ ഷെഡ്യൂളാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റിസൾട്ട് ആക്കാതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അടുത്തൊരു കോൺസെപ്റ്റ് സൊലിബിലിറ്റിയാണ് മക്കളെ. സൊലിബിലിറ്റി എന്താ? സൊലിബിലിറ്റി തന്നെ അല്ല, എന്താ മുമ്പത്തെ സൊലിബിലിറ്റി ഉണ്ട്. അപ്പം സൊലിബിലിറ്റി എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് സോൾവെന്റിലുള്ള ലയിക്കാൻ എന്ന അളവാണ് സൊലിബിലിറ്റി. ഓക്കെ, ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ എ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സോൾവെന്റ് അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഓക്കെ, സൊലിബിലിറ്റി. ഈ സൊലിബിലിറ്റി ഓഫ് സോളിഡ് ലിക്വിഡും സൊലിബിലിറ്റി ഓഫ് ഗ്യാസ് ലിക്വിഡും പറയാനുണ്ട്. ഗ്യാസ് ലിക്വിഡ് ലയിക്കുമ്പോൾ സൊലിബിലിറ്റി ഓഫ് ഗ്യാസ് ലിക്വിഡ് സോഡ, ടെമ്പറേച്ചർ കൂട്ടിയാൽ സൊലിബിലിറ്റി കുറയും. ഗ്യാസ് ലിക്വിഡ് ലയിക്കുമ്പോൾ പ്രഷറിന്റെ ഒരു ഇഫക്റ്റ് പറയുന്ന ലോ ആണ് ഹെൻഡ്രിസ് ലോ. ഹൈവ, ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് ഹെൻഡ്രിസ് ലോ വരുമ്പം എന്നെ ഓർക്കും എൻ്റെ മക്കൾ. അത് മതി. നിങ്ങളെ ഓർമ്മയുടെ ഏതെങ്കിലും ഒരു ചെരുവിൽ, ഒരു കോണിൽ എനിക്ക് RF എന്ന് പറയുന്ന 2 അക്ഷരത്തിന് ഒരു സ്ഥാനമുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ധന്യമായി. ഇതിൻ്റെ അപ്പുറത്ത് ഒരു സ്വപ്നവും എനിക്കില്ലടാ. നിങ്ങളുടെ ചിന്തകളിൽ എനിക്ക് കയറി വരണം.
നിങ്ങളുടെ സന്തോഷങ്ങളിൽ എനിക്കൊരു ഭാഗമാവണം. നിങ്ങളുടെ വിജയങ്ങളിൽ എൻ്റെ ഒരു ചെറിയ കൈത്താങ് വേണം. ഹെൻറിസ് ലോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്ത് വരും. ഹെൻറിസ് ലോ, ഗ്യാസ് ലിക്വിഡ് ലയിക്കുമ്പോൾ പ്രഷറിന്റെ ഇഫക്റ്റ് ആണ് ഹെൻറിസ് ലോ. നമുക്കറിയാം സോഡ ഹൈ പ്രഷറിൽ സീൽഡ് ചെയ്ത് വരിക്കുന്നത് ഹെൻറിസ് ലോന്റെ അപ്ലിക്കേഷനാ, അറിയില്ലേ? അഥവാ പ്രഷറും പ്രഷറും ആ സൊല്യൂഷനിലെ ഫ്രാക്ഷനും ഡയറക്ട്ലി പ്രപ്പോർഷനിലാണ്. അഥവാ പ്രഷർ ഈസ് ഇൻക്രീസസ്, സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് ഓൾസോ ഇൻക്രീസസ്. അതാണ് ഹെൻറിസ് ലോ. അങ്ങനെ എഴുതി കൊടുത്താൽ മതി, മാർക്ക് കിട്ടും. അല്ലെങ്കിൽ solubility, the mole fraction of solute in solution is directly proportional to the pressure of the gas above solution. അല്ലെങ്കിൽ ഒന്നും അറിയില്ലെങ്കിൽ ഈക്വേഷൻ വെച്ചിട്ട് എഴുതി കൊടുത്താൽ മതി. Pressure is directly proportional to mole fraction of solute in solution. അല്ലെങ്കിൽ pressure is directly proportional to solubility of gas in liquid. അതാണ് ഹെൻറിസ് ലോ. ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയാം, ഞാൻ നിങ്ങൾക്ക് സമയം കളയുന്നില്ല. എങ്കിൽ P is equal to a constant into chi2. ഈ കോൺസ്റ്റന്റ് ആണ് ഹെൻറിസ് ലോ കോൺസ്റ്റന്റ്. മറക്കല്ല ഹെൻറിസ് ലോന്റെ അപ്ലിക്കേഷൻ. ഭാവിയിൽ എൻ്റെ മക്കൾ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ, ഒരു സോഡ കമ്പനിയൊക്കെ തുടങ്ങിയാൽ ആ സോഡ കമ്പനിക്ക് നിങ്ങൾ ആ സോഡക്ക് ഇടേണ്ട പേരുകൾ ഹെൻറി സോഡകൾ എന്നായിരിക്കണം. ഹെൻറി സോഡകൾ. ഇതിന്റെ പരസ്യ റോട്ടിലൂടെ പോവൽ ഇങ്ങനെ ആയിരിക്കും. ഹെൻറി സോഡകൾ, ഹൈ പ്രഷറിൽ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ലയിപ്പിച്ച സോഡകൾ, ഹെൻറി സോഡകൾ, നിനക്ക് എനിക്ക് എന്ന് എല്ലാവരും മത്സരിച്ചു വാങ്ങുന്ന സോഡകൾ, ഹെൻറി സോഡകൾ. ചിലപ്പോൾ ഫീമെയിൽ വോയിസും ഉണ്ടാവും. ആണ് പറഞ്ഞതിന്റെ ബാക്കിൽ പറയും, ഹൈ പ്രഷറിൽ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ലയിപ്പിച്ച സോഡകൾ, ഹെൻറി സോഡകൾ. നിനക്ക് എനിക്ക് എന്ന് എല്ലാവരും മത്സരിച്ചു വാങ്ങുന്ന സോഡകൾ, ഹെൻറി സോഡകൾ. പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സൊല്യൂബിലിറ്റി എന്ന് തെളിയിച്ച സോഡകൾ, ഹെൻറി സോഡകൾ. Okay, P is equal to KH into chi2. P is equal to KH into chi2, where KH is the Henry's law constant. KH is the Henry's law constant. Pressure against chi2 directly proportional ആണ്. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. ആ ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് KH. സ്ലോപ്പാണ് KH എന്നറിയാം. ക്വസ്റ്റ്യൻ പേപ്പർ ശ്രദ്ധിക്കണം. ടെമ്പറേച്ചർ ഇൻക്രീസ്, KH ഇൻക്രീസ്, സൊല്യൂബിലിറ്റി ഡിക്രീസ്. ടെമ്പറേച്ചർ കൂടിയ KH കൂടും, സൊല്യൂബിലിറ്റി കുറയും. അതുകൊണ്ട് ഹൈ ടെമ്പറേച്ചറിൽ ഗ്യാസ് ലയിക്കുന്നത് കുറവായിരിക്കും. അതുകൊണ്ടാണ് അക്വാട്ടിക് സ്പീഷീസിന് കോൾഡ് വാട്ടർ ആണ് കംഫർട്ടബിൾ. അത് കരുതിയിട്ട് എന്നോട് ചോദിച്ചു, അക്വാട്ടിക് സ്പീഷീസിന് കോൾഡ് വാട്ടർ കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് സാറേ നമ്മൾ വൈകുന്നേരം മീൻ വാങ്ങിയിട്ട് ഫ്രിഡ്ജ് കൊണ്ടുപോയി വെക്കുന്നത്. അത് ശക്തമീൻ, അക്വാട്ടിക് സ്പീഷീസ്, വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾക്ക് കോൾഡ് വാട്ടറാണ് കംഫർട്ടബിൾ. ഓക്കെ, പണ്ടൊരാൾ പുഴയിൽ മുങ്ങിത്താന്ന് ശ്വാസം പോയ അവസ്ഥയിൽ അയാളെ മുമ്പിലൂടെ ഒരു മീൻ പോകുന്നുണ്ട്. ആ മീനെ പിടിച്ച് പുറത്തേക്ക് ഒറ്റയേറാ, നീയെങ്കിലും പോയി രക്ഷപ്പെടാം. അവറ്റകൾ അതിലല്ല ജീവിക്കുന്നത്. അപ്പം പ്രഷർ കൂട്ടിയാൽ സൊല്യൂബിലിറ്റി കൂടും. ഹെൻറിസ് ലോന്റെ ഡെഫിനിഷൻ അറിയണം. പഠിച്ചല്ലോ ഹെൻറിസ് ലോ. The solubility of a gas in liquid is directly proportional to the mole fraction of gas in solution. ഹെൻറിസ് ലോന്റെ അപ്ലിക്കേഷൻ, സോഫ്റ്റ് ഡ്രിങ്ക് ഹൈ പ്രഷറിൽ സീൽഡ് ചെയ്തിരിക്കുന്നു. നോക്കൂ, ടു ഇൻക്രീസ് ദ സോലബിലിറ്റി ഓഫ് CO2 ഇൻ സോഫ്റ്റ് ഡ്രിങ്ക് ആൻഡ് സോഡ വാട്ടർ ദ ബോട്ടിൽ ഈസ് സീൽഡ് അണ്ടർ ഹൈ പ്രഷർ. പരീക്ഷയ്ക്ക് ചോദിക്കും വാട്ട് ഈസ് ഹെൻറിസ് ലോ. പരീക്ഷയ്ക്ക് ചോദിക്കും ഹെൻറിസ് ലോന്റെ 2 അപ്ലിക്കേഷൻ ചോദിക്കും. അപ്പൊ എന്റെ മക്കളെ മനസ്സിൽ സോഡ വരണം. സോഫ്റ്റ് ഡ്രിങ്ക് ഹൈ പ്രഷറിൽ സീൽഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ സ്ക്യൂബ ഡൈവിംഗ് താല്പര്യമുണ്ടോ? സ്ക്യൂബ ഡൈവിംഗ് ചെയ്യുന്ന താല്പര്യമുണ്ടോ? ചെയ്യാം നമുക്ക്. ഞാൻ പറയാം, ഒരു പക്ഷേ നമ്മൾ ഇപ്രാവശ്യം ഒരുപാട് ഓഫറുകൾ ഉണ്ടാക്കുന്നുണ്ടോ. നമ്മളെ മാരത്തോൺ ലൈവിലൊക്കെ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ ഒരുപാട് ഗിഫ്റ്റുകൾ, ചിലപ്പോൾ ട്രിപ്പുകൾ ഉണ്ടാകും. ഇപ്പൊ നമ്മൾ കുട്ടികൾ പലയിടങ്ങളിലായിട്ടാണ് കിടക്കുന്നത്, പല സ്ഥലങ്ങളിലാണ് നമ്മൾ കുട്ടികളുള്ളത്. ഒരു പക്ഷേ നമ്മളെ ലൈവിലൊക്കെ ജോയിൻ ചെയ്ത കുട്ടികൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഐഫോൺ കൊടുത്തില്ലേ, കഴിഞ്ഞ മാരത്തോൺ. അതേപോലെ എല്ലാവരെയും ഒരുമിപ്പിച്ച് ട്രിപ്പുകളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. അങ്ങനെയാണ് സ്ക്യൂബ ഡൈവിങ്ങിനൊക്കെ കൊണ്ടുപോവാം. എന്താ സ്ക്യൂബ ഡൈവിംഗ് തന്നെ എയർ വെള്ളത്തിന്റെ താഴോട്ട്, കടലിന്റെ താഴോട്ട് പോയിട്ട് കാഴ്ചകൾ കാണലാണ്. അപ്പം നമ്മൾ എയർ ക്യാരിങ് സിലിണ്ടർ കൊണ്ടുപോകും. അപ്പം വെള്ളത്തിന്റെ അടിയിലോട്ട് പോകുമ്പോൾ പ്രഷർ കൂടി വരുമ്പോൾ ഹൈ പ്രഷറിൽ നല്ല എയർ ഡിസോൾവ് ആവും. നൈട്രജനൊക്കെ നമ്മളെ ബ്ലഡിൽ നന്നായിട്ട് ലയിക്കും. തിരിച്ച് സർഫസിലെത്തുമ്പോൾ ആ ഡിസോൾവ്ഡ് നൈട്രജൻ റിലീസാവും. അപ്പോൾ അത് വെയിൻസുകൾക്കിടയിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കും.
കാപ്പിലറി ബ്ലോക്ക്, ശക്തിയേറിയ വേദന, ഡേഞ്ചറസ് കണ്ടീഷൻ ഉണ്ടാക്കും. ആ മെഡിക്കൽ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ബെൻസ്. ഞാൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡെഫിനിഷനാണ് എഴുതിയത്. നിങ്ങൾ പരീക്ഷയിൽ ചോദിക്കുകയാണെങ്കിൽ മാർക്കിനനുസരിച്ച് ആ കോൺസെപ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ഈ ബെൻസ് റിമൂവ് ചെയ്യാൻ നമ്മൾ അവിടെ ഹീലിയം ആഡ് ചെയ്യുകയാണ് ചെയ്യുക. ബെൻസ് റിമൂവ് ചെയ്യാൻ നമ്മൾ ഹീലിയം ആഡ് ചെയ്യും. ഈ 2 അപ്ലിക്കേഷനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇതേപോലെ വേറൊരു അപ്ലിക്കേഷനാണ് അനോക്സിയ. ഉയർന്ന പ്രദേശങ്ങളിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ കുറവായതുകൊണ്ട് ഓക്സിജൻ ബ്ലഡിൽ ലയിക്കുന്ന അളവ് കുറയും. ഹയർ ആൾട്ടിറ്റ്യൂഡ് ലിവിങ് പീപ്പിളിന് തിങ്കിങ് എബിലിറ്റി കുറവായിരിക്കും. എൻ്റെ മക്കൾ ഉയർന്ന പ്രദേശങ്ങളിലാണോ ജീവിക്കുന്നത്? അല്ല. പിന്നെ എൻ്റെ മക്കൾക്ക് എന്ത് പറ്റി? ഉയർന്ന പ്രദേശങ്ങളിലാണെങ്കിൽ ഓക്കെ, അനോക്സിയ എന്ന് വിചാരിക്കായിരുന്നു. എനിവേ, പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഹെൻറിസ്ലോയുടെ ഭാഗത്തു നിന്ന് വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ മക്കൾ നോക്ക്. ഹെൻറിസ് ലോ is related to solubility of gas in liquid. സ്റ്റേറ്റ് ഹെൻറിസ് ലോ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചത്. സ്റ്റേറ്റ് ഹെൻറിസ് ലോ. പറഞ്ഞില്ലേ ഹെൻറിസ് ലോ ഡെഫിനിഷൻ? റൈറ്റ് എനി 2 അപ്ലിക്കേഷൻ ഓഫ് ഹെൻറിസ് ലോ. ഹെൻറിസ് ലോന്റെ ഏതെങ്കിലും 2 അപ്ലിക്കേഷനാ ചോദിച്ചത്. മക്കൾ കമന്റ് വിടും കേട്ടോ, കമന്റ് വിടും മക്കളെ. ഓക്കെ, റൈറ്റ് എനി 2 അപ്ലിക്കേഷൻ ഓഫ് ഹെൻറിസ് ലോ. പറഞ്ഞില്ലേ സോഫ്റ്റ് ഡ്രിങ്ക്, സ്ക്യൂബ ഡൈവേഴ്സ്, ബെൻസ്, അനോക്സിയ, അതൊക്കെ എഴുതാൻ അറിയണം. എനിവേ, സൊല്യൂബിലിറ്റി പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ മെത്തേഡ്സ് ടു എക്സ്പ്രസ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ പറഞ്ഞു. ഇനി വളരെ പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിൽ ഒരു ലോ അല്ലേ, റോൾസ് ലോ. എന്താ റോൾസ് ലോ? വേപ്പർ പ്രഷർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോ ആണ് റോൾസ് ലോ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പഠിക്കാതെ പരീക്ഷയ്ക്ക് പോവില്ല. വേപ്പർ പ്രഷർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോ ആണ് റോൾസ് ലോ. റോൾസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് vapor pressure of a component P1 is directly proportional to mole fraction of that component in solution. സൊല്യൂഷനിൽ ആരാണോ കൂടുതൽ ഉള്ളത് അവൻ കൂടുതൽ വേപ്പർ ആവും, അവൻ നല്ല വേപ്പർ പ്രഷർ ഉണ്ടാക്കും. റൗൾസ് ലോ states that for a solution of volatile liquids the partial vapor pressure of each component of the solution is directly proportional to its mole fraction present in solution. Partial vapor pressure of a component is directly proportional to the mole fraction of component in solution. Rolls law. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഡെഫിനിഷൻ മറക്കാതെ എഴുതാൻ കഴിയണം. P1 directly proportional to Chi1. P1 directly proportional to Chi1 ആണ് എങ്കിൽ P1 equal to P01 into Chi1. P2 equal to P02 into Chi2. P2 equal to P02 into Chi2. റോൾസ് ലോ. ഈ റോൾസ് ലോ പ്രകാരം ഈ P01 എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ ഓഫ് 1 ഇൻ പ്യുവർ സ്റ്റേറ്റ്. പ്യുവർ സ്റ്റേറ്റിലെ വേപ്പർ പ്രഷറാണ് P01. P02 എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ ഓഫ് 2 ഇൻ പ്യുവർ സ്റ്റേറ്റ്. Chi1ഉം Chi2ഉം അവയുടെ മോൾ ഫ്രാക്ഷൻ, അത് പിന്നെ അറിയാലോ, മോൾ ഫ്രാക്ഷൻ. റോൾസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റോൾസ് ലോ അറിയാലോ, വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷന് പ്രപ്പോർഷണൽ എന്ന് പറയുന്ന ലോ ആണ് റോൾസ് ലോ. ഡെഫിനിഷൻ അറിയണം, പരീക്ഷയ്ക്ക് ചോദിക്കും. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ അറിയണം. റോൾസ് ലോ 2 ടൈപ്പ് സൊല്യൂഷൻ്റെ റോൾസ് ലോ പറയുന്നുണ്ട്. സോളിഡ് പ്ലസ് ലിക്വിഡ്. ഈ സോളിഡ് സൊല്യൂട്ടാണ്, ലിക്വിഡ് സോൾവെൻ്റ് ആണ്. എങ്കിൽ അവിടുത്തെ സൊല്യൂഷൻ്റെ പ്രഷർ എന്ന് പറയുന്നത് വേപ്പർ ആവാൻ കഴിയുന്ന 1ൻ്റെ മാത്രം പ്രഷറാണ്. സോ അക്കോർഡിംഗ് ടു റോൾസ് ലോ ദാറ്റ് P സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു P01 ഇൻറ്റു Chi1. എന്നാൽ ലിക്വിഡ് പ്ലസ് ലിക്വിഡ്, സൊല്യൂട്ട് സോൾവെൻറ്റ്, രണ്ടാളും വേപ്പർ ആകും. അപ്പോൾ അവിടുത്തെ P സൊല്യൂഷൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഡാൾട്ടൺസ് ലോ അതിൻ്റെ സമ്മായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ റോൾസ് ലോ അപ്ലൈ ചെയ്താൽ P01 ഇൻറ്റു Chi1 പ്ലസ് P02 ഇൻറ്റു Chi2. ഇതിൻ്റെ ഗ്രാഫ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. സോളിഡ് ലിക്വിഡ് ഉള്ളതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ. ദിസ് പോയിന്റ് ഈസ് P01. ഇവിടെ Chi1 ഈക്വൽ ടു 0, ഇവിടെ Chi1 ഈക്വൽ ടു 1 വേപ്പർ പ്രഷർ. രണ്ടാളും വോളറ്റൈലാണെങ്കിൽ ഇതിൻ്റെ ഗ്രാഫ് ഇതാ ഇങ്ങനെ. ഐഡിയൽ റോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻ. ഇവിടെ Chi1 ഈക്വൽ ടു 0, ഇവിടെ Chi1 ഈക്വൽ ടു 1. ദിസ് പോയിന്റ് ഈസ് P01. Chi2 ഈക്വൽ ടു 1, Chi2 ഈക്വൽ ടു 0. ദിസ് പോയിന്റ് ഈസ് P02. ദിസ് ഈസ് P1, ദിസ് ഈസ് P2. ടോട്ടൽ പ്രഷർ P1 പ്ലസ് P2.
റോൾസ് ലോ. ഇങ്ങനെ ഈ റൗൾസ് ലോ ഒബേ ചെയ്യുന്ന ഇത്തരം സൊല്യൂഷനെയാണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. റൗൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷനാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. എന്ത് സൊല്യൂഷൻ? നോൺ ഐഡിയൽ സൊല്യൂഷൻ. ഇനി NCERT പറയുന്നതാണ്, എൻട്രൻസ് പോയിന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റാണ്, ബോർഡ് എക്സാമിന് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. മോൾ ഫ്രാക്ഷൻ ഓഫ് കോമ്പണൻറ്റ് ഇൻ വേപ്പർ ഫേസ്. അത് കഴിഞ്ഞാൽ ഞാൻ ക്വസ്റ്റ്യനിലോട്ട് വരികയാണ്. ഇതുകൂടി പറഞ്ഞാൽ റൗൾസ് ലോയുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലോട്ട് ഞാൻ വരികയാണ്. കൂടെ നിൽക്കി. മോൾ ഫ്രാക്ഷൻ ഓഫ് കോമ്പണൻസ് ഇൻ വേപ്പർ ഫേസ്. വേപ്പർ ഫേസിലെ മോൾ ഫ്രാക്ഷൻ ഓഫ് കോമ്പണൻസ് ഇൻ വേപ്പർ ഫേസ്. ഓക്കെ, എന്താ വേപ്പറിലെ മോൾ ഫ്രാക്ഷൻ? നമുക്കറിയാം P1 ഈക്വൽ ടു P01 ഇൻറ്റു K1. ഇതല്ലേ റൗൾസ് ലോ? ഇതിത്തെ ഫ്രാക്ഷൻ അത് സൊല്യൂഷനിലെ ഫ്രാക്ഷനാണ്, അത് വേപ്പറിലെ ഫ്രാക്ഷൻ അല്ല. റൗൾസ് ലോയിലെ ഫ്രാക്ഷൻ സൊല്യൂഷനിലെ ഫ്രാക്ഷനാണ്. വേപ്പറിലെ ഫ്രാക്ഷൻ ഈസ് റെപ്രസെന്റ് ബൈ Y നമുക്ക് വേണമെങ്കിൽ പറയാം. എങ്കിൽ അക്കോർഡിംഗ് ടു ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ പ്രകാരം പാർഷ്യൽ പ്രഷർ ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ. പാർഷ്യൽ പ്രഷർ ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ. എങ്കിൽ ദാറ്റ് മോൾ ഫ്രാക്ഷൻ വേപ്പറിലെ ഫ്രാക്ഷൻ ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു P1 ബൈ P ടോട്ടൽ. P1 ബൈ P, ഇതാണ് വേപ്പറിലെ ഫ്രാക്ഷൻ. Y1 ഈക്വൽ ടു ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ ഡിറൈവ് ചെയ്തെടുക്കുന്നതാ. Y1 ഈക്വൽ ടു P1 ബൈ P ടോട്ടൽ. ഇതൊക്കെ ഇനി റൗൾസ് ലോ ചാമ്പി കൊടുത്താൽ P1 എന്ന് പറഞ്ഞാൽ P01 ഇൻറ്റു K1, P ടോട്ടൽ എന്ന് പറഞ്ഞാൽ P01 ഇൻറ്റു K1 പ്ലസ് P02 ഇൻറ്റു K2. ഇതേപോലെ Y2 ഇക്വേഷൻ എഴുതാം. കണ്ട, വേപ്പറിലെ ഫ്രാക്ഷൻ ആണിത്. Y വേപ്പറിലെ ഫ്രാക്ഷൻ Y. അപ്പോൾ വേപ്പറിലെ ഫ്രാക്ഷൻ കാണുന്ന പ്രോബ്ലം ബോർഡ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും എൻട്രൻസിൽ ചോദിക്കാറുണ്ട്. ഞാനിതാ ചോദ്യത്തിലോട്ട് വരികയാണ്. നമുക്ക് ചോദ്യമാണ് വലുത്. ചോദ്യം കാണും, ഉത്തരം ചെയ്യുക. കളി നിർത്തുക. കളിക്കുന്ന കളിയല്ല കുളിക്കുന്ന കുളം, മനസ്സിലാക്കുക. ഞാനിതാ കറക്റ്റ് 8 മണിക്ക് നമ്മളിത് ക്ലോസ് ചെയ്തിരിക്കും, ഒരു എക്സ്ക്യൂസും ഇല്ല. പക്ഷേ ആ സമയത്തിനുള്ളിൽ എല്ലാം ഞാൻ ഡിസ്കസ് ചെയ്യും. ക്വസ്റ്റ്യൻ കണ്ടോ? വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ ഈസ് ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് പ്യുവർ സോൾവെന്റ്. നെയിം ദ ലോ which helps us to determine partial vapor pressure of a volatile component in a solution. ഇങ്ങനത്തെ ഒരു ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്ത് വന്ന കീറിയാണ് കൊടുക്കുന്നത്. പേപ്പറിന്റെ കീറട്ടെ. റൗൾസ് ലോ, പേപ്പറിന്റെ ഓട്ടാവണം. പിന്നെ സ്റ്റേറ്റ് ദ എബോവ് ലോ. റൗൾസ് ലോന്റെ സ്റ്റേറ്റ്മെന്റ് പറയണം. The partial vapor pressure of a component is directly proportional to its mole fraction in solution. അയ്യോ മക്കൾ എൻ്റെ കൂടെ നിൽക്കട്ടോ. ചങ്ക് ബ്രോ, മക്കൾ ചങ്കാണ്, ചങ്കിടിപ്പാണ്. ലാസ്റ്റ് ഒരു പാട്ട് പാടാം നമുക്ക്. ഞാനേറ്റ്. ഇനി പ്രോബ്ലം കണ്ടോ? ഇവിടുത്തെ പ്രോബ്ലം കണ്ട, ഈ പ്രോബ്ലം കണ്ട മക്കൾ. ഈ ക്വസ്റ്റ്യൻ എന്താ ടക്ക് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ടക്ക് ചെയ്തരാം. വേപ്പർ പ്രഷർ ഓഫ് ക്ലോറോഫോം CHCl3 ആൻഡ് ഡൈക്ലോറോമീഥേൻ CH2Cl2 at 290 Kelvin are 200 and 415 mmHg. ആ തന്നിരിക്കുന്നത് P0 ക്ലോറോഫോമും P0 ഡൈക്ലോറോമീഥേനോ അതിൻ്റെ സ്വന്തം വേപ്പർ പ്രഷറാണ്. കാൽക്കുലേറ്റ് വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ. 24 ഗ്രാം ക്ലോറോഫോം, 17 ഗ്രാം ഡൈക്ലോറോമീഥേൻ. വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ. കാൽക്കുലേറ്റ് വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ. എങ്കിൽ P സൊല്യൂഷൻ ഈക്വൽ ടു P0 chloroform into K chloroform plus P0 CH2Cl2 into K CH2Cl2. ഒന്നും ആലോചിക്കാല്ല, വാല്യൂ ഞാൻ കൊടുക്കുന്ന കണ്ടോ? P0 chloroform 200 200 into mole fraction of chloroform. Given mass of chloroform is 724 gram. So 24 divided by chloroform in the molecular mass CHCl3 chloroform in the molecular mass 119 ആണെന്ന് തോന്നുന്നു. കാൽക്കുലേറ്റ് ചെയ്യണം, ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. 119.5 divided by 24 divided by 119.5 പ്ലസ് മറ്റാളെ ഗിവൺ മാസ് 17, മോളിക്കുലാർ ഫോർമുല 85 പ്ലസ് P0 CHCl3 അവർ തന്നിരിക്കുന്നത് 400 ഇൻറ്റു 17/85 ഡിവൈഡഡ് ബൈ
24/119.5 plus 17/85 equal to 200 into 24/119.5 കാൽക്കുലേറ്റർ വെച്ച് അടിക്കുക. ബോർഡ് എക്സാം അല്ലേ, അപ്പോൾ അത് 0.2 എന്ന് കിട്ടും എൻ്റെ മക്കൾക്ക്. അത് 0.2 എന്ന് മക്കൾക്ക് കിട്ടും. ഡിവൈഡഡ് ബൈ 0.2 പ്ലസ് ഇത് ചെയ്താലും 0.2 ആണ്. പ്ലസ് മറ്റാൾ 400 ഇൻറ്റു 0.2 ഡിവൈഡ് ബൈ 0.2 പ്ലസ് 0.2 കഴിഞ്ഞു. ആൻസർ കഴിഞ്ഞു. 0.2/0.2 പ്ലസ് 0.2 എന്ന് പറയുന്ന സാധനം അത് 0.5 അല്ലേ. മുകൾ തന്നെ ഡബിൾ അല്ലേ താഴെയുള്ളത്. 0.5 200 ഇൻറ്റു 0.5 പ്ലസ് 400 ഇൻറ്റു 0.5 200 ഇൻറ്റു 0.5 100 400 ഇൻറ്റു 0.5 400 അല്ലല്ലോ 415 അല്ലടാ, സോറി 415. ഓക്കെ, ഒരു പ്രശ്നമില്ല, ഒന്നും ഇവിടെ സംഭവിക്കാം. ആരും ഇവിടെ ഒന്നും ചെയ്യൂല, എൻ്റെ മക്കൾ ആരും ഒന്നും ചെയ്യൂല. 415. ഓക്കെ, 415 400 ഇൻറ്റു 415 ഇൻറ്റു 0.5 415. സോ 400ൻ്റെ പകുതി 200, 15ൻ്റെ പകുതി 7.5. സോ 207.5. 100 പ്ലസ് 207.5ൻ്റെ വാല്യൂ 307.5 mmHg. കണ്ടോ, കാൽക്കുലേഷൻ കണ്ടില്ലേ? ഓരോരുത്തരെ P0 വാല്യൂ അതിൻ്റെ മോൾ ഫ്രാക്ഷൻ നേരെ കൊടുത്ത് ചെയ്തതാണ്, ടെക്ക് ചെയ്തതാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല, പേടിക്കണ്ട, ധൈര്യമായിട്ട് പഠിക്ക്, കളിക്കല്ല. ഇനിയും കളിക്കാനാണ് എൻ്റെ മക്കളെ വിധിയെങ്കിൽ മാസിനെ കൂടി വഴി കൂട്ടി വിട്ടോ, വിടയ്ക്കണ്ട. കണ്ട, റൗൾസ് ലോൻ്റെ പ്രോബ്ലമാണ് ഞാൻ ഈ ചെയ്തത്. എനിക്ക് സമയമില്ല, ഞാൻ അടുത്ത കോൺസെപ്റ്റിലോട്ട് പോവുകയാണ്. ടൈപ്സ് ഓഫ് ബൈനറി സൊല്യൂഷൻ. റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻ ഐഡിയൽ, റൗൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻ നോൺ ഐഡിയൽ. ഐഡിയൽ സൊല്യൂഷൻ്റെ കണ്ടീഷൻ ഒബേ ഏത് ലോ? റൗൾസ് ലോ. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ ഡസ് നോട്ട് ഒബേ റൗൾസ് ലോ. ഇനി ഐഡിയൽ ആവുമ്പോൾ റൗൾസ് ലോ ഒബേ ചെയ്യാന്ന് പറയുമ്പോൾ P1 ഈക്വൽ ടു P01 ഇൻറ്റു K1. P1 ഈക്വൽ ടു P01 ഇൻറ്റു K1. P01 ഇൻറ്റു K1. P2 ഈക്വൽ ടു P02 ഇൻറ്റു K2. ഇവിടെ P1 നോട്ട് ഈക്വൽ ടു P01 ഇൻറ്റു K1. P2 നോട്ട് ഈക്വൽ ടു P02 ഇൻറ്റു K2. അടുത്ത കണ്ടീഷൻ, രണ്ടാമത്തെ കണ്ടീഷൻ ഡെൽറ്റ എച്ച് ഐഡിയൽ, ഡെൽറ്റ എച്ച് മിക്സ് ഈക്വൽ ടു 0. ഇവിടെ ഡെൽറ്റ എച്ച് മിക്സ് നോട്ട് ഈക്വൽ ടു 0. ഡെൽറ്റ പി ഈക്വൽ ടു 0. ഡെൽറ്റ വി മിക്സ് ഈക്വൽ ടു 0. ഡു നോട്ട് ഫോം ഐഡിയൽ, ഡു നോട്ട് ഫോം അസിയോട്രോപ്പ്. അറിയാലോ, ഐഡിയൽ സൊല്യൂഷൻ അസിയോട്രോപ്പ് ഫോം ചെയ്യില്ല, അതൊക്കെ അതിൻ്റെ ഓപ്പോസിറ്റ് വരും. എല്ലാം ഓപ്പോസിറ്റ് വരും. ഡെൽറ്റ ബി മിക്സ് നോട്ട് ഈക്വൽ ടു 0. ഡെൽറ്റ ബി മിക്സ് നോട്ട് ഈക്വൽ ടു 0. ഡു നോട്ട് ഫോം അസിയോട്രോപ്പ് ഫോം ചെയ്യും, എന്നാൽ ഐഡിയൽ അസിയോട്രോപ്പ് ഫോം ചെയ്യില്ല. ഇവിടെ അസിയോട്രോപ്പ് ഉണ്ടാകും, അസിയോട്രോപ്പിക് മിക്സർ ഉണ്ടാകും. ഓക്കെ, രണ്ട് ടൈപ്പ് ഡീവിയേഷനാണുള്ളത്, പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും. പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും. നോൺ ഐഡിയൽ സൊല്യൂഷൻ രണ്ട് ടൈപ്പാണ്. പോസിറ്റീവ് ഡീവിയേഷൻ, നെഗറ്റീവ് ഡീവിയേഷൻ. ഐഡിയൽ സൊല്യൂഷൻ്റെ എക്സാമ്പിൾ കണ്ടാൽ തന്നെ മനസ്സിലാകും. സിമിലർ സൈസ്, ഐഡൻറ്റിക്കൽ പൊളാരിറ്റി. ക്ലോറോബെൻസീൻ, ബ്രോമോബെൻസീൻ, ബെൻസീൻ, ടൊളുവിൻ, മീഥൈൽ ക്ലോറൈഡ്, ഈഥൈൽ ക്ലോറൈഡ്, ഈഥൈൽ ബ്രോമൈഡ്, അങ്ങനെ സിമിലർ. CCl4, SiCl4 കണ്ടാൽ തന്നെ മനസ്സിലാവും, ഐഡിയൽ ആയിരിക്കും. എന്നാൽ നോൺ ഐഡിയൽ പോസിറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിൾ കണ്ടാൽ മനസ്സിലാവും. നോൺ പോളാർ ആൻഡ് പോളാർ, എത്തനോള്, വാട്ടർ പോസിറ്റീവ് ഡീവിയേഷനാണ് അല്ലേ. കാർബൺ ഡൈസൾഫൈഡ്, എത്തനോള്, നോൺ പോളാർ, പോളാർ ഇവയൊക്കെ മിക്സ് ചെയ്താൽ പോസിറ്റീവ് ഡീവിയേഷനാണ്. ഓക്കെ, മോർ പോളാർ, ലെസ് പോളാർ ഇതൊക്കെ പോസിറ്റീവ് ഡീവിയേഷനാണ്. നെഗറ്റീവ് ഡീവിയേഷന് ആസിഡ്, വാട്ടർ, ആസിഡ് പ്ലസ് വാട്ടർ, ആസിഡും വാട്ടറൊക്കെ മിക്സ് ചെയ്താൽ
നെഗറ്റീവ് ഡീവിയേഷനാണ്. HNO3 H2O, HCl H2O, ഇതൊക്കെ നെഗറ്റീവ് ഡീവിയേഷനാണ്. ക്ലോറോഫോം CHCl3, ക്ലോറോഫോം ആൻഡ് അസറ്റോൺ, ക്ലോറോഫോം ആൻഡ് അസറ്റോൺ. ഇവിടെ ഇവ മിക്സ് ചെയ്യുമ്പോൾ പരസ്പരം ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ സൊല്യൂട്ട് സോൾവെൻറ്റ് ഇൻട്രാക്ഷൻ കൂടും, വോളിയം കുറയും, അപ്പോൾ നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും. അപ്പോൾ ക്ലോറോഫോമും അസറ്റോണും മിക്സ് ചെയ്താൽ നെഗറ്റീവ് ഡീവിയേഷൻ ആവാനുള്ള കാരണം ദേ ഫോം ഇൻ്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്, ബോർഡ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട്. എക്സാമ്പിളുകൾ മനസ്സിലാക്കണം മക്കൾ. ഞാനിതാ ക്വസ്റ്റ്യനിലോട്ട് വരികയാണ്. മക്കൾ ക്വസ്റ്റ്യൻ നോക്കൂ. ഇതാ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. എന്താ ക്വസ്റ്റ്യൻ? സ്റ്റേറ്റ് റൗൾസ് ലോ. പിന്നെയും ചോദിച്ചു. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകൾ ഇങ്ങനെ നോക്കിയപ്പോൾ വരാൻ സാധ്യത ക്വസ്റ്റ്യൻ ഇവിടെ റൗൾസ് ലോ ഇങ്ങനെ കയറി വരിക. സ്റ്റേറ്റ് റൗൾസ് ലോ ഡെഫിനിഷൻ നേരത്തെ പറഞ്ഞു. വാട്ട് ആർ ഐഡിയൽ സൊല്യൂഷൻ? ഐഡിയൽ സൊല്യൂഷൻ ആർ ദ സൊല്യൂഷൻ വിച്ച് ഒബേ റൗൾസ് ലോ ഫോർ എൻ്റെ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ. റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനാണ് ഐഡിയൽ സൊല്യൂഷൻ. റൈറ്റ് എനി പ്രോപ്പർട്ടീസ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ. എഴുതില്ലേ? ഒന്ന്, ഇറ്റ് ഒബേ റൗൾസ് ലോ, delta H mix equal to 0, delta V mix equal to 0, do not form azeotrope. അങ്ങനെ അതിൻ്റെ പ്രോപ്പർട്ടികൾ എഴുതാൻ കഴിയണം. വാട്ട് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ഈസ് ഷോൺ ബൈ ദ മിക്സർ ഓഫ് ക്ലോറോഫോം ആൻഡ് അസറ്റോൺ. ക്ലോറോഫോമും അസറ്റോണും മിക്സ് ചെയ്താൽ നെഗറ്റീവ് ഡീവിയേഷൻ. നെഗറ്റീവ് ഡീവിയേഷൻ അതിൻ്റെ കൂടെ ഒരു മാർക്കാ. നെഗറ്റീവ് ഡീവിയേഷൻ അര മാർക്ക് ഉണ്ടാവുള്ളൂ. ഗിവ് റീസൺ. എന്താ ആൻസർ? ബൈ മിക്സിംഗ് ഫോം ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്സ്. ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ബിറ്റ്വീൻ ക്ലോറോഫോം ആൻഡ് അസറ്റോൺ. NCERT ഇത് വരച്ച് പഠിപ്പിക്കുന്നുണ്ട്. ക്ലോറോഫോം CHCl3, ക്ലോറോഫോം അസറ്റോൺ COCH3. ആ കിടക്കണ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ബിറ്റ്വീൻ ക്ലോറോഫോം ആൻഡ് അസറ്റോൺ. സോ സൊല്യൂട്ട് സോൾവെന്റ് ഇൻട്രാക്ഷൻ ഇൻക്രീസ്. സൊല്യൂട്ട് സോൾവെന്റ് ഇൻട്രാക്ഷൻ കൂടുന്നു, വോളിയം കുറയുന്നു, എൻതാൽപ്പി ചേഞ്ച് നെഗറ്റീവ് ആകുന്നു. അത് നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും. ആ രൂപത്തിൽ ഇതൊക്കെ പഠിച്ചതാ, സ്കൂളിലെ ടീച്ചർമാർ പഠിപ്പിച്ചതാ. നിങ്ങളെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്ന നിങ്ങളെ സ്കൂളിലെ ടീച്ചർമാർ, വളരെ കഷ്ടപ്പെട്ട് ക്ലാസ് എടുക്കുന്ന ഞങ്ങളെ പോലുള്ള ഓൺലൈൻ അധ്യാപകർ എല്ലാവരും നമുക്ക് വിലപ്പെട്ടവരാണ്. നമ്മളെ വലിയ പ്രതീക്ഷ കൊടുത്തിരിക്കുന്ന നമ്മളെ പാരൻസ്, മനസ്സിലായോ? വളരെ പ്രതീക്ഷ കൊടുത്തിരിക്കുന്ന പാരൻസ് എല്ലാവരും. യെസ് അജിനാസ്, ഹൈ സാർ. നജ, യെസ് ഗുഡ്. അജിനാസ്, വെരി ഗുഡ്. എല്ലാവർക്കും എൻ്റെ അതേപോലെ എന്താ പേര്? കജൂഹ, ഓ യെസ്, ഹായ്. നല്ല പേരാണല്ലോ, വെറൈറ്റി ആണല്ലോ. ഓക്കെ, എല്ലാവരും ലൈവിൽ നിൽക്കിട്ട പൊളിക്ക്. ലൈവിൽ നിങ്ങൾ മെസ്സേജ് വിട്ടാൽ ഞാൻ അതിന് മറുപടി പറഞ്ഞിരിക്കും. ഓഫ് കോഴ്സ്, വെരി ഗുഡ് അജ്നാസ്, ഗുഡ്. നമ്മളിപ്പം എന്ത് പറഞ്ഞു? ആ ക്വസ്റ്റ്യൻ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് ഞാൻ വരുന്നു. ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണുന്നില്ലേ? ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? യെസ്. കോമ്പണൻസ് A and B ഇൻഡിക്കേറ്റ്. ഓക്കെ, ആഫ്രിക്കൻ RF സാർ. ആഫ്രിക്കയിൽ നമുക്ക് ഫാൻസ് ഉണ്ടടാ? എന്നോട് പലരും പറയാറുണ്ട്, സാറൊക്കെ ആഫ്രിക്കയിലായിരിക്കും ഫാൻസ് കൂടുതൽ ഉണ്ടാവാൻ സാധ്യത. വേണ്ടട്ടാ. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാടാ. കോമ്പണൻസ് A and B ഇൻഡിക്കേറ്റ് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് A and B ആൻഡ് ദ ടോട്ടൽ വേപ്പർ പ്രഷർ. ആൻഡ് ബി ഇൻഡിക്കേറ്റ് പാർഷ്യൽ. PA യും PB യും പാർഷ്യൽ വേപ്പർ പ്രഷറും പിന്നെ P ടോട്ടൽ വേപ്പർ പ്രഷർ ആണെങ്കിൽ വാട്ട് ഈസ് ആൻ ഐഡിയൽ സൊല്യൂഷൻ? ആൻ ഐഡിയൽ സൊല്യൂഷൻ ഈസ് ദ സൊല്യൂഷൻ വിച്ച് ഒബേ റോൾസ് ലോ ഫോർ എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ. ഐഡിയൽ സൊല്യൂഷൻ ഡെഫിനിഷൻ ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അത് എഴുതാൻ വയ്യ. ആഫ്രിക്ക എന്ന് വന്നിട്ടും കാര്യമില്ല. അജിനാസെ കത്തിക്ക് മോനെ, കത്തിക്ക് അജിനാസെ, കത്തട്ട അവിടെ. മനസ്സിലായ? കത്തിയാൽ ഒരു പ്രശ്നമില്ല, യൂട്യൂബ് കത്തട്ടെ. മനസ്സിലായ? ഞാൻ അതിൻ്റെ മുമ്പിൽ നിന്ന് പറയും, നാട്ടുകാരെ ഓടി വരണേ, യൂട്യൂബ് കത്തുന്നേ, നാട്ടുകാരെ ഓടി വരണേ. അങ്ങനെ ഓടി വന്നാലൊന്നും ഇവിടെ പേടിക്കാനില്ല. നമ്മൾ ഏഗണിനെ പിടിച്ചിടാൻ മാത്രമുള്ള ജയിലൊന്നും ഇപ്പോൾ ഇവിടെ എവിടെയും ഇല്ല. നീ മാറി നിന്നോ, ഇത് എനിക്കുള്ള പനിയാ. ഓക്കെ, മോഡിഫൈ എബോവ് പ്ലോട്ട് ഓഫ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോവിങ് പോസിറ്റീവ് ഡീവിയേഷൻ. അപ്പൊ അവർ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒരു ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് തന്നിട്ടുണ്ടാകും. അതിനെ പോസിറ്റീവ് ഡീവിയേഷൻക്ക് മോഡിഫൈ ചെയ്യാനാ പറയുന്നത്. അപ്പൊ അവർ ക്വസ്റ്റ്യനിൽ തരുന്ന ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. അവർ ക്വസ്റ്റ്യനിൽ തരുന്ന ഗ്രാഫ് Chi1 ഈക്വൽ ടു 0, Chi1 ഈക്വൽ ടു 1, Chi2 ഈക്വൽ ടു 1, Chi2 ഈക്വൽ ടു 0,
this is P1, this is P2, this is P total എങ്കിൽ P total is equal to P1 plus P2. ഇതായിരിക്കും ക്വസ്റ്റ്യനിൽ തരിക. ഇതിനെ പോസിറ്റീവ് ഡീവിയേഷൻ എന്ത് ചെയ്യണം? പോസിറ്റീവ് ഡീവിയേഷനിലോട്ട് മോഡിഫൈ ചെയ്യണം. അപ്പം എൻ്റെ ക്ലാസ്സിൽ കുട്ടി പണ്ട് ഞാനത് ഒരിക്കലും മറക്കില്ല, അവന് ക്വസ്റ്റ്യനിൽ വന്ന ആ ഗ്രാഫ് പോസിറ്റീവ് ഡീവിയേഷനിക്ക് മോഡിഫൈ ചെയ്തു. അജനാസേ, പോസിറ്റീവ് ഡീവിയേഷനിക്ക് മോഡിഫൈ ചെയ്തു. എങ്ങനെ മോഡിഫൈ ചെയ്തു? അവന് ആ ക്വസ്റ്റ്യൻ പേപ്പറിലാണ്ട് മോഡിഫൈ ചെയ്ത്. ഇങ്ങനെ പോസിറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫ് മുകളിൽ കൂടെ ആയിരിക്കും. അവൻ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് മോഡിഫൈ ചെയ്തത്. ആൻസർ പേപ്പർക്ക് എഴുതിയില്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ മോഡിഫൈ ചെയ്ത് വെച്ച് മാർക്ക് കൊടുക്കാൻ കഴിയാവും. ആഫറിൽ അതുകൊണ്ട് കുഴപ്പമില്ല. പരീക്ഷ കഴിഞ്ഞ് പേപ്പർ തരുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, സാർ ഞാൻ അത് മോഡിഫൈ ചെയ്തിട്ടുണ്ടല്ലോ സാറിൻ്റെ മാർക്കിനകത്ത്. വിടൽ വിടാൻ എനിക്ക് വിടുന്ന ഇഷ്ടമല്ല. ലോകത്തെ ഏറ്റവും വിടാൻ സുഖമുള്ള സാധനം വിടല. വിചാരിച്ച് ഞാനിങ്ങനെ വിടൂലത്. ഓക്കെ, ലിസൺ യെസ്. ഓക്കെ, അപ്പം ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനൊക്കെ നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞു. ഐഡിയൽ, നോൺ ഐഡിയൽ, പോസിറ്റീവ് ഡീവിയേഷന്, നെഗറ്റീവ് ഡീവിയേഷൻ എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റൗൾസ് ലോ നമ്മൾ ചെയ്തു. ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ, പോസിറ്റീവ് ഡീവിയേഷന്, നെഗറ്റീവ് ഡീവിയേഷൻ എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമുക്കിനി കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്റ്റേറ്റ് റൗൾസ് ലോ ചെയ്തു. കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുണ്ട്. Colligative properties are the properties of very dilute solution containing non-volatile solution. Very dilute solution containing non-volatile solute whose value depends upon number of mole of solute. Whose value depends upon number of moles of solute. ആരും പോവല്ലേ, നമ്മൾ സ്ലൈഡ് ചെറുതായിട്ടൊന്ന് സ്ലൈഡ് ഇതാ. ഈ ക്വസ്റ്റ്യൻ നോക്കി നിൽക്കിട്ടോ നിങ്ങൾ. സ്ലൈഡ് എല്ലാം വയ്ക്കാൻ ആഡ് ആയിട്ടില്ല, സ്ലൈഡ് ഫുള്ളായിട്ടില്ല. ഓക്കെ, പോസിറ്റീവ് ഡീവിയേഷൻ, നെഗറ്റീവ് ഡീവിയേഷൻ എല്ലാം നമ്മൾ പറഞ്ഞു. ഐഡിയൽ സൊല്യൂഷൻ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്കിതിൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയാനുണ്ട്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ ദ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഒരു കാര്യം പറയട്ടെ, ആരും കളിക്കല്ലേ. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് ചോദ്യം പരീക്ഷയ്ക്ക് വരും. ഒരു സംശയമില്ല. Colligative properties are the properties of very dilute solution whose value depends upon number of moles of solute. Whose value depends upon number of moles of solute, do not depends upon its nature. Definition പരീക്ഷയ്ക്ക് ചോദിക്കും. ഡെഫിനിഷൻ പഠിക്കണം. 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. പറഞ്ഞേ, ഒന്ന് കമന്റ് വിട്ടേ. അജനാസ കൂടെ പോയോ? ഒന്ന് കമന്റ് വിട്ടേ. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഒന്ന്, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. കളിക്കല്ലേ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. എലിവേഷൻ നിന്ന മനുഷ്യൻ മരിക്കുക. ഒരു ചോദ്യം. പരീക്ഷയ്ക്ക് വലിയ ചോദ്യം പഠിച്ച ആൾക്കാരല്ല നിങ്ങൾ. എലിവേഷൻ നിന്ന മനുഷ്യൻ മരിക്കോ? മരിക്കില്ല. എലിവേഷൻ എന്നാൽ എലി ചാവും. മനുഷ്യൻ വിഷം എന്നാലേ മനുഷ്യൻ മരിക്കുള്ളൂ. ഓക്കെ, എലിവേഷൻ എന്നാൽ എലി ചാവും മോനെ. ഓക്കെ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. എലിവേഷൻ എന്നാൽ എലി ചാവും, മനുഷ്യൻ വിഷം എന്നാൽ മനുഷ്യൻ ചാവും. അല്ല, എലിവേഷൻ എന്നാൽ മനുഷ്യൻ ചാവില്ല. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. ഈ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അതിൽ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ തിയറി എടുക്കാൻ വന്നല്ലോ കേട്ടോ, ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നാണ്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡെൽറ്റ പി ബൈ P01 ആണ്. ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ആണ്.
ഇത് എല്ലാ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി നിന്ന് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കാണുന്ന ഇക്വേഷൻ ഉണ്ടാവും. ഇതിന്ന് മോളാർ മാസ് കാണുന്ന ഇക്വേഷൻ M2 is equal to W2M1 divided by W1 into delta P by P01. എല്ലാ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി നിന്ന് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കാണുന്ന ഇക്വേഷൻ ഉണ്ടാവും. M2 equal to W2M1 divided by W1 into delta P by P01. ഈ P01 മുകൾക്ക് മാറ്റി ഇത് ബൈഹാട്ടി, ഇത് കൂടെ നിന്ന് ബൈഹാട്ടി. നിങ്ങൾ കണ്ടില്ലേ ഓൺലൈനായിട്ടൊക്കെ വലിയ പ്രോഗ്രാമുകളൊക്കെ ഒരാൾ ഇങ്ങനെ ചെല്ലും, ബാക്കിയുള്ളവർ അത് കൂട്ടി ചെന്ന് ഇങ്ങനെ ബൈഹാർട്ട് ചെയ്യുക. അതന്നെ M2 equal to W2M1 divided by W1 into delta P by P01. M2 equal to W2M1 divided by W1 into delta P by P01. ചെയ്തോ, വിടണ്ട. ഓക്കെ, അടുത്ത കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് മക്കൾ കട്ട് കൂടെ നിൽക്കട്ടോ. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ ടി ബി. ഡെൽറ്റ ടി ബിന്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു എം. വേപ്പർ പ്രഷർ കുറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കൂടും. അതാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. കെ ബി ഇൻറ്റു എം, വെർ കെ ബി ഇസ് ദ മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ്. ഇതിന്ന് മോളിക്കുലാർ മാസ് കാണുന്ന ഇക്വേഷൻ M2 ഈക്വൽ ടു, ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യണം, M2 ഈക്വൽ ടു W2M1 ഡിവൈഡ് W2 by M2 ഇൻറ്റു W1 KB into W2, KB into W2 divided by W1 into W1 into കളിക്കല്ലേ KB into W2 divided by W1 into delta TB. W1 into delta TB. W1. Okay, KB into W2 divided by delta TB into W1. KB into W2 divided by delta TB into W1. Molecular mass. ഇതേപോലെ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ ടി എഫ്. ഇതേ ഇക്വേഷൻ ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം. മോളിക്കുലാർ മാസ് കാണുന്ന ഇക്വേഷൻ M2 is equal to KF into W2 divided by delta TF into W1. എല്ലാ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിന്നും മോളിക്കുലാർ മാസ് കാണുന്ന ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യണം. ഞാനിതാ ക്വസ്റ്റ്യനിലോട്ട് വരികയാണ്. ക്വസ്റ്റ്യൻ എടുത്താലോ മക്കളെ? ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ഒരു ധൈര്യം വരിക. ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താ ക്വസ്റ്റ്യൻ? കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇൻ ദ സൊല്യൂഷൻ ഇറസ്പെക്റ്റീവ് ടു ദെയർ നേച്ചർ. കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷൻ അവിടെ വന്നു. സൊല്യൂട്ട് പാർട്ടിക്കിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഈ ക്വസ്റ്റ്യൻ ഞാൻ പഠിച്ച കാലത്തുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ സംശയമുണ്ട്. കാരണം ഞാൻ അന്ന് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷൻ പഠിച്ച പരീക്ഷയ്ക്ക് പോയത്. അവർ ഡെഫിനിഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്ന്, പഠിച്ച സാധനം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്ന്, പിന്നെ ചോദിച്ചതൊന്നും എനിക്ക് അറിയില്ല. വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഓക്കെ, നെയിം ദ 4 ഇമ്പോർട്ടൻറ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടിൻ്റെ പേര് ഇതാ: റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. വാട്ട് ഹാപ്പൻസ് ടു ദ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വെൻ എത്തനോയിക് ആസിഡ് ഈസ് ട്രീറ്റഡ് വിത്ത് ബെൻസീൻ? ഗിവ് റീസൺ. യെസ്, ആ കോൺസെപ്റ്റ് പറഞ്ഞില്ല, അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. എത്തനോയിക് ആസിഡ് ബെൻസീനിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിക്ക് എന്ത് സംഭവിക്കും? ഗിവ് റീസൺ. ദ ആൻസർ ഈസ് എത്തനോയിക് ആസിഡ് അസോസിയേറ്റ് ചെയ്യും, പരസ്പരം ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് വഴി എത്തനോയിക് ആസിഡ് അസോസിയേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് എത്തനോയിക് ആസിഡ് ഡൈമറൈസസ്. എത്തനോയിക് ആസിഡ് ഡൈമറൈസസ്. ആസ് എ റിസൾട്ട് നമ്പർ ഓഫ് മോൾ ഡിക്രീസ്. നമ്പർ ഓഫ് മോൾ ഡിക്രീസ് ചെയ്താൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിക്രീസ്. ദിസ് ഈസ് ദ ആൻസർ. ആ ആൻസർ എഴുതി കൊടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ നിങ്ങൾ എഴുകേണ്ട മക്കളല്ല, നിങ്ങൾ എൻ്റെ മക്കളല്ല, ഇത് എൻ്റെ മോനല്ല, ഇതെൻ്റെ മോനല്ല, എനിക്കിങ്ങനത്തെ ഒരു കുട്ടിയില്ല. ഡൈമറൈസ് ചെയ്യും, അസോസിയേറ്റ് ചെയ്യും. നമ്പർ ഓഫ് മോൾ ഡിക്രീസ്, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിക്രീസ്. എത്തനോയിക് ആസിഡ് ബെൻസീനിൽ ലയിക്കുമ്പോൾ. മിയോ പേരിൽ ഹായ് വന്നിട്ടുണ്ട്. ഹായ് മിയോ. മിയോ എന്നല്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ? 8 മണിക്ക് നമ്മൾ ക്ലോസ് ചെയ്യൂട്ടോ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. Relative lowering of vapor pressure of an aqueous diluted glucose is 0.018. What is the mole fraction of glucose in solution?
റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഡെൽറ്റ പി ബൈ P01 വാല്യൂ 0.018 ആണ്. വാട്ട് ഈസ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ഇൻ സൊല്യൂഷൻ? ആൻസർ എന്താ? ഡെൽറ്റ പി ബൈ P01 ഈസ് ഈക്വൽ ടു K2. അപ്പോൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ആണ്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ആണ്. അപ്പോൾ നേരെ വാല്യൂ അതന്നെയാണ്. സോ ദ ആൻസർ ഈസ് എന്തായിരിക്കും? ആൻസർ 0.018 തന്നെയാണ്. സോ മോൾ ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു 0.018. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂഷൻ ആണ്. ഒരു മാർക്കുണ്ട്. നേരിട്ട് ആ ഇക്വേഷൻ വെച്ചിട്ട് അതാണ് തെളിയിച്ചു കൊടുക്കണം. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടു. ഈ ക്വസ്റ്റ്യൻ പ്രോബ്ലം ആണ് ചെയ്തുതരാം. ആൻ അക്വസ് സൊല്യൂഷൻ ഡയലൂട്ട് സൊല്യൂഷൻ ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ബോയിൽസ് അറ്റ് 373.052. ബോയിലിംഗ് പോയിന്റ് 373.052. ഫൈൻഡ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ സൊല്യൂഷൻ ഫോർ വാട്ടർ. KB തന്നിട്ട് KF തന്നിട്ടുണ്ട്, നോർമൽ ബോയിലിംഗ് പോയിന്റ് ഒക്കെ തന്നിട്ടുണ്ട്. ഫ്രീസിംഗ് പോയിന്റ് ആണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് കാണണം. നമുക്കറിയാം ഫ്രീസിംഗ് പോയിന്റ് അല്ല കാണേണ്ടത്. നമുക്കറിയാം ഡെൽറ്റ TB ചെയ്യാം. ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു KB ഇൻറ്റു M. ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു KF ഇൻറ്റു M. എങ്കിൽ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ബോയിൽസ് അറ്റ് 373. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവരൊന്ന് ഡിവൈഡ് ചെയ്താൽ M ക്യാൻസലായി പോകും. ഡെൽറ്റ TB എന്ന് പറഞ്ഞാൽ TB മൈനസ് T0B ഡിവൈഡഡ് ബൈ T0F മൈനസ് TF ഈക്വൽ ടു KB ബൈ KF. ഈ പ്രോബ്ലത്തിൽ നമ്മൾ TB മൈനസ് T0B, TB എത്രയാണ്? 373.052 മൈനസ് 373 ഡിവൈഡ് ബൈ T0F നമുക്ക് എല്ലാവർക്കും അറിയാം 373 ആണ്. 273 വെള്ളത്തിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് 273 മൈനസ് TF ഈക്വൽ ടു KB 1.86 അല്ലേ? KB 1.86 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. KB 1.86 തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ KF 0. KF എത്ര? 0.5. ഇതിന്ന് TFൻ്റെ വാല്യൂ കാണണം. അത്രേ ഉള്ളൂ. TFൻ്റെ വാല്യൂ അതിന്ന് കാണണം, വേറെ ഒന്നുമില്ല. ഓക്കെ, ഈ 0.52 TF കാണണം, വേറെ പ്രശ്നങ്ങളൊന്നും അവിടെയില്ല. ഓക്കെ, അടുത്തത് പ്രീവിയസ്. വാട്ട് ആർ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി? എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഓഫ് ഡെൽറ്റ TB ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. Elevation of boiling point delta TB is directly proportional to molality of solution. Thus delta TB equal to KB into M. KB is called molar elevation constant. From the above relation, derive an expression obtained from molar mass of solute. നമുക്ക് ഇക്വേഷൻ അറിയാം. M2 is equal to KB into W2 divided by delta TB into W1 into 1000 എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഇതിലോട്ട് നമ്മൾ അതിനെ ഡിറൈവ് ചെയ്യണം. എങ്ങനെ ആ ഇക്വേഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞത്? ഡെൽറ്റ TB ഈക്വൽ ടു KB ഇൻറ്റു M. ഡെൽറ്റ TB ഈക്വൽ ടു KB ഇൻറ്റു മൊളാലിറ്റി W2 ബൈ M2 ഇൻറ്റു W1 ഇൻറ്റു 1000. നേരിട്ട് നിന്ന് മോളിക്കുലാർ മാസിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. മോളിക്കുലാർ മാസ് M2 ഈസ് ഈക്വൽ ടു KB ഇൻറ്റു W2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഡെൽറ്റ TB ഇൻറ്റു M2. ഡെൽറ്റ TB ഇൻറ്റു W1. കണ്ടോ, ഇക്വേഷൻ എത്തി. നേരിട്ട് മൊളാലിറ്റിൻ്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ, കോൺസെൻട്രേഷൻ ടൈം പഠിച്ചില്ലേ, മൊളാലിറ്റിയുടെ ഇക്വേഷൻ നേരിട്ട് മൊളാലിറ്റിയിൽ നമ്മൾ കൊടുത്താൽ, മൊളാലിറ്റിൻ്റെ ഇക്വേഷൻ കൊടുത്താൽ അതിന് മോളാർ മാസ് കിട്ടും. ഇതാണ് മൊളാലിറ്റിൻ്റെ ഇക്വേഷൻ മോളാർ മാസ് കാണുക, വേറെ ഒന്നുമില്ല. ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് ചോദിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാവരും ലൈവിൽ നിൽക്കിട്ടോ മക്കളെ, എല്ലാവരും ലൈവിൽ നിൽക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ ഈസ് 373.23. When 1.80 gram of non-volatile solute was dissolved in 90 gram of benzene, boiling point is raised to 354.11 Kelvin. Calculate the molar mass of the solute KB.
സൊല്യൂട്ടിന്റെ മോളാർ മാസ് കാണാം. M2 is equal to K. ഇക്വേഷൻ പറ. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിന്റെ ഇന്ന് മോളാർ മാസ് കാണുന്ന ഇക്വേഷൻ പറ. M2 is equal to KB into W2 divided by delta TB into W1 into 1000. KBന്റെ വാല്യൂ അവർ തന്നാണ്. KBന്റെ വാല്യൂ എത്ര? യെസ്, KB 2.53. സോ 2.53 into W2 സൊല്യൂട്ട് എത്ര ഗ്രാം? സൊല്യൂട്ട് എത്ര ഗ്രാം? 1.80 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ബി. ഡെൽറ്റ ടി ബി എങ്ങനെ കാണുക? രണ്ടിന്റെ ഡിഫറൻസ് 354.11 മൈനസ് 353.23 ഡിവൈഡ് മൈനസ് ചെയ്യുക. അപ്പൊ 0.88 ഇൻറ്റു 90 ഗ്രാം സോൾവെന്റ്. സോൾവെന്റ് 90 ഗ്രാം. ദിസ് ഈസ് W1 90 ഗ്രാമിലായതുകൊണ്ട് ഇൻറ്റു 1000. ഇത് കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാം. ദ ആൻസർ ഈസ് 57.5 ഗ്രാം പെർ മോൾ ആണെന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ ഞാൻ നോട്ട് ചെയ്ത് വെച്ചത്. അപ്പൊ നേരെ ഇക്വേഷനിൽ കൊടുക്കുക, പ്രോബ്ലം ചെയ്യുക. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. അപ്പൊ ഇക്വേഷൻ പഠിച്ചാൽ നേരിട്ട് വാല്യൂ കൊടുക്കാം. അടുത്തൊരു ഹോംവർക്കാണ് തരുന്നത്. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലോട്ട് ഞാൻ പോവാണ്. ക്ലിയർ അല്ലേ? മോളാർ മാസിന്റെ ഇക്വേഷൻ അറിയില്ലേ? അത് നേരെ ഇക്വേഷൻ കൊടുക്കുക. തന്നിരിക്കുന്ന ടേം എന്തൊക്കെയാണ് തന്നതെന്ന് മനസ്സിലാക്കുക. അത് നേരെ ഇക്വേഷനിൽ കൊടുക്കാൻ അറിയുക. ഒരു പ്രശ്നവുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. The vapor pressure of a pure benzene at a certain temperature is 0.850. P0 benzene. Non-volatile, non-electrolyte solid weighing 0.5 gram when added to 39 gram of benzene. Vapor pressure becomes 0.845. അപ്പോൾ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ആ രണ്ട് വേപ്പർ പ്രഷർ തമ്മിലുള്ള വ്യത്യാസം. ഡെൽറ്റ പി ഈക്വൽ ടു 0.850 മൈനസ് 0.850 മൈനസ് 0.850 മൈനസ് 0.845. So delta P equal to 0. Delta P by P0, delta P equal to 0. Pure benzene 0.850. Okay. Delta P equal to 0.850 minus 0.845. അല്ലേ? അപ്പോൾ 0.005 divided by delta P by P01 divided by 0.850. 0.850. അപ്പോൾ ഡെൽറ്റ പി ബൈ P01 കിട്ടി. എങ്കിൽ M2 is equal to W2 എത്ര? 0.5 ഇൻറ്റു W1 വെയിറ്റ് ഓഫ് സോൾവെൻറ്റ്. എത്ര ഗ്രാം ബെൻസീല ലയിപ്പിക്കുന്നത്? W2 ഇൻറ്റു മോളാർ മാസ് ഓഫ് സോൾവെൻറ്റ്. ബെൻസീൻ്റെ മോളിക്കുലാർ മാസ് 78. W2 ഇൻറ്റു M1 ഡിവൈഡ് ബൈ ഡെൽറ്റ ഡിവൈഡ് ബൈ എന്താ ഇക്വേഷൻ മറക്കല്ലേ? M2 is equal to W2 M1 ഡിവൈഡ് ബൈ W1 ഇൻറ്റു ഡെൽറ്റ പി ബൈ P01. W1 സൊല്യൂട്ട് എത്ര ഗ്രാമാണ്? സൊല്യൂട്ട് 39 ഗ്രാമാണ്. ഇൻറ്റു ഈ വാല്യൂ ചെയ്യുന്നു 0.005. ഈ വാല്യൂ നമ്മളവിടെ കൊടുക്കുന്നു. ആ വാല്യൂ ഇവിടെ കൊടുത്തിട്ട് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് നേരിട്ട് കാണുക. ഇതിന് ആൻസർ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ചെയ്ത് ക്വസ്റ്റ്യനാണ് 170ൻ്റെ അടുത്ത് വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഡെൽറ്റ പി ബൈ P01 ആണ് ചെയ്യേണ്ടത്. എന്താ ഡെൽറ്റ പി? എന്താ ഡെൽറ്റ പി ബൈ ഡെൽറ്റ പി എന്താ? P01 0.850, P1 0.845. അപ്പോൾ P01 മൈനസ് P1 ഡിവൈഡ് ബൈ P01 അതാണ് നമ്മളിവിടെ കൊടുക്കുക. വാല്യൂ കൊടുത്താൽ നമുക്ക് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് നമുക്ക് കിട്ടും. ഓക്കെ. അടുത്തത് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ എന്താ? ഓസ്മോസിസ് ഈസ് ദ പാസേജ് ഓഫ് സോൾവെന്റ് മോളിക്യൂൾ ഫ്രം സോൾവെന്റ് ടു സൊല്യൂഷൻ or from solution of low concentration to high concentration through semi-permeable membrane. ഈ ഓസ്മോസിസിൻ്റെ സമയത്ത് സൊല്യൂട്ടും സോൾവെന്റ് എവിടുന്ന ഫോം ചെയ്യുക? ഡ്യൂറിങ് ഓസ്മോസിസ് ഫ്ലോ ഓഫ് സോൾവെന്റ് ഫ്രം സോൾവെന്റ് ടു സൊല്യൂഷൻ.
or from solution of low concentration to solution of high concentration through semi-permeable membrane. അങ്ങനെ സോൾവെൻ്റ് മോളിക്യൂൾ ഫ്ലോ ചെയ്യുന്നതിന് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ the hydrostatic pressure on solution side to prevent osmosis. The pressure on solution side, the pressure on solution side to stop osmosis, ഓസ്മോസിസ് സ്റ്റോപ്പ് ആവാൻ വേണ്ട സൊല്യൂഷൻ്റെ സൈഡിലുള്ള പ്രഷറിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും അധികം പ്രഷർ അവിടെ കൊടുത്താൽ റിവേഴ്സ് ഓസ്മോസിസ് നടക്കും. പ്യൂരിഫിക്കേഷൻ ഓഫ് സീ വാട്ടറൊക്കെ അതിൻ്റെ ഭാഗമാണ്, അതിൻ്റെ അപ്ലിക്കേഷനാണ്. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന ഒരു കോൺസെപ്റ്റാണ് ഐസോട്ടോണിക്. ടു സൊല്യൂഷൻ ഹാവിങ് സെയിം ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ അവയെ ഐസോട്ടോണിക് എന്നും, ഡിഫറൻറ്റ് ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ കൂടിയതിന് ഹൈപ്പർട്ടോണിക് എന്നും, ഓസ്മോട്ടിക് പ്രഷർ കുറഞ്ഞതിന് ഹൈപ്പോട്ടോണിക് എന്ന് പറയുന്നു. ഇതിൻ്റെ ഒരു അപ്ലിക്കേഷനാണ് ആർ ബി സി, ഫ്ലൂയിഡ്സ് ഇൻ ആർ ബി സി. ആർ ബി സിയിലെ ഫ്ലൂയിഡ്സ് ഐസോട്ടോണിക് വിത്ത് ഫ്ലൂയിഡ്സിലെ ആർ ബി സി ഐസോട്ടോണിക് വിത്ത് 0.1% NaCl. 0.1% എന്ത്? NaCl. അതിന് പറയാം നോർമൽ സലൈൻ സൊല്യൂഷൻ എന്നാണ് പറയാം. അതുമായിട്ട് ആർ ബി സിയിലെ ഫ്ലൂയിഡ് ഐസോട്ടോണിക് ആണ്. അതുകൊണ്ടാണ് ഇൻട്രാവേനിയസ് ഇഞ്ചക്ഷനിൽ മെഡിസിൻ ഈസ് മിക്സ്ഡ് വിത്ത് സലൈൻ സൊല്യൂഷൻ. അല്ലെങ്കിൽ ആർ ബി സിന്ന് ഫ്ലൂയിഡ് പുറത്തുനിന്ന് ഫ്ലൂയിഡ് ആർ ബി സിൻ്റെ അകത്തോട്ടോ അതിൻ്റെ ഫലമായി ആർ ബി സി ഷ്രിങ്ക് ചെയ്യാനോ ബേസ്റ്റ് ചെയ്യാനോ സൊള്ളനപ്പാവാനോ കാരണമാകും. അങ്ങനെ വരാതിരിക്കാൻ ദ മെഡിസിൻ ഈസ് മിക്സ്ഡ് വിത്ത് 0.1 അല്ല 0.9 കേട്ടോ. ക്ലിയർ 0.9% NaCl. ദാറ്റ് മീൻസ് നോർമൽ സലൈൻ സൊല്യൂഷൻ. ഞാൻ ക്ലിയർ ചെയ്തിട്ടോ, തെറ്റാൻ ക്ലിയർ ചെയ്തു. 0.9% NaCl, നോർമൽ സലൈൻ സൊല്യൂഷൻ. ഓക്കെ. ക്വസ്റ്റ്യൻ: ഫോർ ഡിറ്റർമൈനിങ് മോളിക്കുലർ മാസ് ഓഫ് പോളിമർ ഓസ്മോട്ടിക് പ്രഷർ ഈസ് പ്രിഫേർഡ് ഫോർ ദെയർ പ്രോപ്പർട്ടി. വൈ? ആൻസർ: ഓസ്മോട്ടിക് പ്രഷർ പോളിമറിൻ്റെ മോളിക്കുലർ മാസ് കാണാൻ ഓസ്മോട്ടിക് പ്രഷർ ഉപയോഗിക്കുന്നു. കാരണം എന്താണ്? കാരണം പോളിമേഴ്സ് ആർ ലോ സൊലുബിൾ. സോ വളരെ കുറച്ച് സൊലുബിൾ ആവുള്ളൂ. അതുകൊണ്ട് സൊല്യൂഷൻ ഈസ് ഡയല്യൂട്ട്. സൊല്യൂഷൻ വളരെ ഡയല്യൂട്ട് ആയിരിക്കും. ഓസ്മോട്ടിക് പ്രഷർ ഹാവ് ഹൈ വാല്യൂ, ഹൈ മാഗ്നിറ്റ്യൂഡ്. ഓസ്മോട്ടിക് പ്രഷറിൻ്റെ വാല്യൂ വലിയ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും ഈവൻ ഫോർ ഡയല്യൂട്ട് സൊല്യൂഷൻ. ഡയല്യൂട്ട് സൊല്യൂഷൻ ആണെങ്കിലും ഓസ്മോട്ടിക് പ്രഷറിൻ്റെ വാല്യൂ ഹൈ വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് പോളിമേഴ്സൊക്കെ ലയിക്കുന്ന അളവ് കുറവായതുകൊണ്ട് സൊല്യൂഷൻ ഡയല്യൂട്ട് ആകുമ്പോൾ അതിൻ്റെ മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡാണ് ഉപയോഗിക്കുക. ക്ലിയർ? അതേപോലെ ബയോമോളിക്യൂൾസിൻ്റെയൊക്കെ മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡാണ് ഉപയോഗിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: ഫോർ ഇൻട്രാവേനിയസ് ഇഞ്ചക്ഷൻ സൊല്യൂഷൻ വിത്ത് ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ടു ദാറ്റ് ഓഫ്, കണ്ടോ നേരത്തെ നമ്മൾ പറഞ്ഞില്ല 0.9% NaCl സൊല്യൂഷനാണ് യൂസ് ചെയ്യുന്നത്. വൈ? ആൻസർ: 0.9% solution is isotonic with fluids in RBC. It prevents the shrinking or swelling up of blood cell. അടുത്ത ക്വസ്റ്റ്യൻ: കാൽക്കുലേറ്റ് ദ ഓസ്മോട്ടിക് പ്രഷർ exerted by solution prepared by dissolving 1.5 gram of polymer of molar mass ഒക്കെ തന്നിട്ടുണ്ട്. ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഇക്വേഷൻ പൈ ഈക്വൽ ടു N2RT. So pi equal to W2 by M2 into RT. N2RT pi equal to N2RT by V. Pi equal to ഒന്നുകൂടി നോക്ക്. Pi equal to MRT, where M is the molarity, molar concentration. So it is equal to N2 by VRT. That is equal to W2 by M2 into V into RT equal to W2 solute in the mass 1.5 gram.
1.5 ഗ്രാം കുറച്ചേ ലയിക്കുള്ളൂ ഈ പോളിമർ. ഡിവൈഡ് ബൈ M2 മോളാർ മാസ് ഓഫ് പോളിമർ 18 5,000 ഇൻറ്റു ആറിൻ്റെ വാല്യൂ 0.082. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ 310 കെൽവിൻ. ക്വസ്റ്റ്യനിലുണ്ട് ടെമ്പറേച്ചർ എത്ര? 37 ഡിഗ്രി സെൽഷ്യസ്. ഇതാണ് ടെമ്പറേച്ചർ, അഥവാ 310 ഡിഗ്രി. ഇൻറ്റു വോളിയം 0.5 ലിറ്റർ ആണെന്ന് തോന്നുന്നു. 0.5 ലിറ്റർ ആയിരിക്കും വോളിയം. 500 ml. അപ്പോൾ 500 ml എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ വോളിയത്തെ നമ്മൾ മില്ലി ലിറ്റർ എടുത്താൽ ഇൻറ്റു 1000 കൊടുക്കും. അപ്പോൾ 500 ഇൻറ്റു മുകളിൽ 1000 അല്ലേ? 500 ഇൻറ്റു 1000 എന്ന് പറഞ്ഞാൽ 500/1000 1/2 വരും. ഇത് കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാം. ഈ 500ഉം ഈ 1000ഉം വെട്ടി 500 ml അല്ലേ? സോ ഇവിടെ 2. ഓക്കെ, ഇത് കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാം. 4.13 ഇൻറ്റു 10⁻⁻4 ATM ആണ്. പോയിന്റ് മാറ്റിയിട്ടാണ് നമ്മൾ 10ന്റെ പവർ കൊടുക്കുന്നത്. ഓക്കെ, അടുത്തത് 200 സെൻറ്റിമീറ്റർ ക്യൂബ്. 200 സെൻറ്റിമീറ്റർ ക്യൂബ് ഓഫ് അക്വസ് സൊല്യൂഷൻ ഓഫ് പ്രോട്ടീൻ കണ്ടെയ്ൻ 1.26 ഗ്രാം പ്രോട്ടീൻ. ഓസ്മോട്ടിക് പ്രഷർ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ മോളാർ മാസ്. ഓസ്മോട്ടിക് പ്രഷറിന് മോളാർ മാസ് കാണുന്ന ഇക്വേഷൻ M2 is equal to യെസ് സർ, ഈ ലെസണിൻ്റെ ടോട്ടൽ വെയിറ്റേജ് എത്രയാ? യെസ്, ഈ ലെസണിന് മിനിമം ഒരു 6 to 7 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിക്കണം. ഓക്കെ, M2 is equal to W2RT/πV. മോളാർ മാസിൻ്റെ ഇക്വേഷൻ നേരിട്ട് ഇക്വേഷൻ ഉണ്ടാക്കിയതാണ്. W2 1.26 0.082. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ ആറിൻ്റെ വാല്യൂ? യെസ്, 0.083. 82 കൊടുത്താലും മതി. ഇൻറ്റു ടെമ്പറേച്ചർ ക്വസ്റ്റ്യനിലുണ്ടോ? യെസ്, 300 കെൽവിൻ. ഡിവൈഡ് ബൈ ഓസ്മോട്ടിക് പ്രഷർ ക്വസ്റ്റ്യനിലുണ്ടോ? യെസ്, 8.3 ഇൻറ്റു 8.3 ഇൻറ്റു 8.3 ഇൻറ്റു 10⁻⁻2 ഇൻറ്റു വോളിയം എത്ര? 200 മില്ലി ലിറ്റർ. സോ 200 മുകളിൽ ഇൻറ്റു 1000 എല്ലാം വെട്ടിപ്പോകും. ഈ 100 കൊണ്ട് ഗുണിച്ചാൽ ഇത് 8 പോയിൻ്റ് ആയി. അപ്പോൾ ഇവനും വെട്ടി. 1000/200 1000/200 എത്ര? 5 അല്ലേ? 1000/200 5. ഓക്കെ, അപ്പോൾ ആൻസർ 1.26 ഇൻറ്റു 3 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 10⁻⁻2. 3 ഇൻറ്റു 5 1.26 ഇൻറ്റു 5 ഇൻറ്റു 3. അപ്പോൾ 3.15 പോയിൻ്റ്. ആൻസർ 10⁻⁻2 100 ആയി. 18.9 എന്ന് വരും. അപ്പോൾ ആൻസർ 890 അപ്രോക്സിമേറ്റ്. ഓക്കെ, ഇത്രയ്ക്കും ഗ്രാം പെർ മോൾ. കണ്ടോ? വാൻ ഹോഫ് ഫാക്ടർ, ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ചാപ്റ്റർ. വാൻ ഹോഫ് ഫാക്ടർ ഈസ് റെപ്രസെൻറ്റ് ബൈ I. നാം ഉപയോഗിക്കുന്ന സൊല്യൂട്ട് പാർട്ട് ഡിസോസിയേഷനോ അസോസിയേഷനോ സംഭവിച്ചാൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യും. ഡിസോസിയേറ്റ് സംഭവിച്ചാൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇൻക്രീസ് ആകും. ഇൻക്രീസ് ആയാൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇൻക്രീസ് ആയാൽ ഡിസോസിയേറ്റ് ചെയ്താൽ നമ്പർ ഓഫ് മോൾ കൂടും, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടും. അസോസിയേറ്റ് ചെയ്താൽ നമ്പർ ഓഫ് മോൾ കുറയും, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയും. I ഈക്വൽ ടു നോർമൽ മോളാർ മാസ് ബൈ ഒബ്സർവ്ഡ് മോളാർ മാസ്. I ഈക്വൽ ടു 1 ആണെങ്കിൽ നോ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. I ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡിസോസിയേഷൻ. I ലെസ് ദാൻ 1 ആണെങ്കിൽ അസോസിയേഷൻ. അപ്പോൾ എല്ലാ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും കറക്ഷൻ നടത്തും. എല്ലാ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിൻ്റെ ഇക്വേഷനും I കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കറക്ഷൻ നടക്കും. മോളാർ മാസിൻ്റെ അബ്നോർമാലിറ്റി ക്ലിയർ ആകും. ഓക്കെ, രണ്ട് ക്വസ്റ്റ്യനും കൂടി ചെയ്താൽ കഴിഞ്ഞു. ദ വാല്യൂ ഓഫ് വാൻ ഡെ ഹോഫ് ഫാക്ടർ when I for aqueous solution of KCl close to 2. KCLന്റെ വാൻ ഡെ ഹോഫ് ഫാക്ടർ അപ്രോക്സിമേറ്റ് I ഈക്വൽ ടു 2 ആണ്. while that of ethanoic acid in benzene nearly 0.5. എന്നാൽ എത്തനോയിക് ആസിഡ് ബെൻസീനിൽ ലയിക്കുമ്പോൾ 0.5 1/2 ആണ് വരുന്നത്. 1നേക്കാൾ ചെറുതാണ്.
Give the reason. Because KCl undergo dissociation, ethanoic acid undergo association. Clear. അടുത്തത്, molecular mass of NaCl determined osmotic pressure measurement is found to be half of the actual value. Account for it. NaClന്റെ മോളിക്കുലാർ മാസ് ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് നോക്കിയപ്പോൾ ഹാഫ് വാല്യൂ ആയി. ബിക്കോസ് NaCl undergo dissociation. ഹാഫ് ഓഫ് ആക്ച്വൽ വാല്യൂവിന്റെ പകുതിയായി. അപ്പൊ NaCl ഡിസോസിയേഷന് വിധേയമായി. ഡിസോസിയേഷന് വിധേയമായാൽ നമ്പർ ഓഫ് മോൾ കൂടും, നമ്പർ ഓഫ് മോൾ ഇൻക്രീസ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾ ഡബിൾ. അപ്പൊ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡബിൾ, കാരണം ഇതിന്റെ ഐ വാല്യൂ 2 വരുന്നുണ്ട്. അപ്പൊ നമ്പർ ഓഫ് മോള് ഡബിൾ. ഇത് രണ്ട് Na+ഉം Cl- ആകും. നമ്പർ ഓഫ് മോൾ ഡബിൾ, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡബിൾ. അപ്പോൾ മോളാർ മാസ് ബിക്കം ഹാഫ്. മോളാർ മാസ് ബിക്കം ഹാഫ്. അപ്പൊ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടുമ്പോൾ മോളിക്കുലാർ മാസ് കുറയും. കണ്ടോ, NaCl ഡിസോസിയേറ്റ് ചെയ്തപ്പോൾ നമ്പർ ഓഫ് മോൾ കൂടി, അപ്പൊ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടി, മോളാർ മാസ് കൂടി. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടി, മോളാർ മാസ് കുറഞ്ഞു. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് ചാപ്റ്റർ. The question is, calculate the dip pressure in freezing point of 0.2 molar solution if Kf is equal, Kf തന്നിട്ടുണ്ട്, dip pressure in freezing point. ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ, delta Tf equal to Kf into m. So equal to, what is Kf? Kf 1.86. What is the molality? Molality 0.2. 0.2. 1.86 into 0.2. 0.372. 0.372. Okay, അത്രയ്ക്കും Kelvin. 0.372. Direct. Listen here. The solution having equal osmotic pressure at a given temperature are called isotonic solutions. Osmotic pressure same ആകുന്ന സൊല്യൂഷനെ പറയുന്ന പേരെന്താണ്? ഐസോട്ടോണിക് സൊല്യൂഷൻ. ഒരു കാര്യം നമുക്ക് ശ്രദ്ധിച്ചോ, ഈ ചാപ്റ്ററിന്റെ കോൺസെൻട്രേഷൻ ടേം മുതൽ അവസാനത്തെ അബ്നോർമൽ മോളാർ മാസ് വാൻഡ് ഹോഫ് ഫാക്ടർ വരെയുള്ള പ്രീവിയസ് ഇയറിൽ 15ഓളം വർഷം ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ പ്രത്യേകം സെലക്ട് ചെയ്ത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. പഠിക്കൽ നിങ്ങളുടെ കടമയാണ്. ഫിസിക്സുമായിട്ട് നിങ്ങളെ പ്രിയപ്പെട്ട സാർ ഇതാ വരുന്നു. കമോൺ സാർ. ഓക്കെ, അടിപൊളിയായിട്ട്. ഏതാ സാർ നമ്മൾ ചാപ്റ്റർ? യെസ്, വെരി ഗുഡ്. ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ. ന്യൂക്ലിയസ് ഇല്ലാത്ത ലോകമില്ലല്ലോ സാറേ, എല്ലായിടത്തും ന്യൂക്ലിയസ് തന്നെയാണ്. അപ്പൊ ആറ്റംസ് ആൻഡ് ന്യൂക്ലിയറുമായിട്ട് സാറ് അടിപൊളിയായിട്ട് ഇതാ ക്ലാസ് എടുക്കാൻ പോവാണ്. എല്ലാവരും ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്തോ, ആൾക്കാരുടെ എണ്ണം കൂടട്ടെ. ഓക്കെ, നമുക്ക് കാണാം സാറേ. തീർച്ചയായിട്ടും പേനോടെ ഉണ്ട്. ഹായ് മക്കളെ, എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സോ നമ്മുടെ RFന്റെ ക്ലാസ് ഒക്കെ ഇട്ട് അടിപൊളിയായിട്ടിരിക്കും അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഫിസിക്സിലേക്ക് വരാം അല്ലേ? സോ എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയണം. സോ എന്ത് ചെയ്യാം, അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ PPT സെറ്റ് ആയിക്കാളാം. യെസ്, യെസ് മക്കളെ, സെന്റൻസിന്റെ മോനെ ഇതൊന്ന് വന്നേ, സെറ്റാക്കി. യെസ്, അപ്പം ആരും പോകണ്ട. ഇതൊക്കെ ചെറിയ 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 പ്രശ്നം, ഇപ്പം ശരിയായി തരാം. ഓക്കെ, സെറ്റ് സെറ്റാ, താങ്ക്സ്. ഓക്കെ, യെസ് യെസ്, യെസ്. ഓക്കെ, സോ എല്ലാവരും ഇവിടെ ഉണ്ട് വിചാരിക്കുന്നു. സോ എല്ലാവർക്കും സുഖമല്ലേ? സുഖമല്ലേ? സോ എല്ലാവരും ഇവിടെ അല്ലേ? ആരും ഉറങ്ങിപ്പോയില്ലല്ലോ. സോ ആരും ഉറങ്ങണ്ട.
ഓ പോരാ പോരാ, നിങ്ങൾ എല്ലാവരും നിങ്ങളെ ഈ ലിങ്ക് എന്ത് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. സോ എല്ലാവരും പഠിക്കട്ടെ. സോ ഇന്നത്തെ ഫിസിക്സിൽ അല്ലെ, ഫിസിക്സും നമ്മുടെ സാറിന്റെ ക്ലാസ് ഒക്കെ എല്ലാവരും പഠിക്കുക. സോ എന്ത് ചെയ്യുക, ലിങ്ക് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഇപ്പൊ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇപ്പൊ തന്നെ കയറി എന്നോളം പറയാം. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ 2 ചാപ്റ്റേഴ്സ് അല്ലെ, ഫിസിക്സിലെ 2 ചാപ്റ്റേഴ്സ് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ വെയിറ്റേജ് കുറച്ച് കുറഞ്ഞതാണെങ്കിലും പക്ഷെ കുറച്ച് കോൺസെപ്റ്റ് ഉള്ള ചാപ്റ്ററുകൾ അല്ലെ, നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചില്ലെങ്കിൽ അതിലുള്ള മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. സോ എന്ത് ചെയ്യണം, നമുക്ക് ശ്രദ്ധിച്ച് പഠിച്ചേ ഉള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യണം, നല്ല വൃത്തിക്ക് എന്ത് ചെയ്യണം, അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം. സോ എന്ത് ചെയ്യാം, നിങ്ങൾ കറക്റ്റ് ആയിട്ട് കേട്ട് ഇവിടെ ഇരുന്ന് പഠിക്കുക. ഓക്കെ അല്ലേ? സോ എല്ലാവരും ഇവിടെ അല്ലേ? എല്ലാവരും ഹായ് തന്നെടാ, ഒരു ഹായ് തന്നെ. എല്ലാവരും ഇവിടെ ഉണ്ടോ നോക്കട്ടാ, എല്ലാവരും ഹായ് തന്നെ. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനെ വിളിക്കാൻ മറക്കണ്ട, ഫ്രണ്ട്സിനെ ഇപ്പൊ തന്നെ വിളിച്ചോ. കേറാത്തവരാണെങ്കിൽ പിടിച്ച് കയറ്റിക്കുക, എല്ലാവരും വേഗം വരാൻ പറയും. യെസ്, ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. സോ ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ ആറ്റംസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? സോ ആറ്റം അല്ലെ, സോ ആറ്റം എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം അല്ലെ, എന്താ ആറ്റം? നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ കേട്ട് നിന്ന സാധനം ആറ്റംസ് അല്ലെ. സോ എന്താ ആറ്റം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ബോഡിയുടെ അല്ലെ, നമ്മുടെ എല്ലാ വസ്തുക്കളിൽ നിന്നാണ് ബേസിക് ബിൽഡിംഗ് ബ്ലോക്സുകളാണ് എന്ത്, ഈ ആറ്റംസ് എന്ന് പറഞ്ഞത് അല്ലെ. സോ ഈ ആറ്റത്തിനെ പറയുന്ന സമയത്ത് അല്ലെ, എന്താണ് ആറ്റം അല്ലെ, നമുക്കറിയോ ഇല്ല? പണ്ടുള്ളവർ എങ്ങനെയാണ് ഈ ആറ്റത്തിലേക്ക് വന്നിട്ടുണ്ടാവുക അല്ലെ, എങ്ങനെയാണ് ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന് അവര് ചിന്തിച്ചിട്ടുണ്ടാവുക അല്ലെ. സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് വന്നൊരു റെവല്യൂഷൻ അല്ലെങ്കിൽ ഇത് വന്നിട്ടുള്ള ആ ഒരു എവല്യൂഷൻ അല്ലേ, എങ്ങനെയൊക്കെ വന്നു അല്ലെ, ആദ്യം എന്താണ്ടായത്, പിന്നെ എന്തുണ്ടായി, എന്നിട്ടും ആ ഒരു ഓർഡർ നമ്മൾ പഠിച്ചു വന്നേ പറ്റുള്ളൂ. നിങ്ങൾ കെമിസ്ട്രിയിൽ നിങ്ങൾ നിന്ന് കറക്റ്റ് ആയിട്ട് പഠിക്കുന്നുള്ള സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറഞ്ഞ ചാപ്റ്റർ അതിൽ കറക്റ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? സോ അതെന്താ ആയിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഫിസിക്സിന്റെ ഇതിന്റെ അകത്ത് എന്തൊക്കെ പഠിക്കാം, നമ്മൾ ഇവിടെ പഠിക്കാം, കുഴപ്പമില്ലല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യണം, അത് എക്സാമിന് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിച്ചേ പറ്റുള്ളൂ. സോ അതിനകത്ത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരുമോ, എങ്ങനെയൊക്കെ വരും, അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കി പഠിച്ചു വരും. എന്നാലേ നമുക്ക് ഇതിന്റെ അന്ന് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ എന്ത് ചെയ്യാം, നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, വൃത്തിക്ക് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ അല്ലേ? സോ ആറ്റത്തിനകത്ത് പറഞ്ഞ സമയത്ത് ആദ്യം പറയാനുള്ളത്, ഓക്കെ അല്ലേ, ഈ ഒരു ആറ്റത്തിലേക്ക് നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ്, ഈ ആറ്റത്തിന്റെ മോഡലാണ് എന്ത്, നമ്മുടെ ജെ തോംസന്റെ മോഡൽ അല്ലേ. എന്താ ജെ തോംസൺ മോഡൽ വരുന്നത്? ഓക്കെ, ധാരാളം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആരാണ് ഇത് മുന്നോട്ട് വെച്ചത്? നമ്മുടെ ജെ തോംസൺ ആണ്. ഓക്കെ അല്ലേ? ജെ തോംസൺ ആണ് ഇത് മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? സോ നമ്മളെ ജെ തോംസന്റെ മോഡലാണ് പഠിക്കാൻ പോകുന്നത്. ഈ മോഡലിന്റെ പേരെന്താണ്? ഓക്കെ, സൈഡ് കൊടുത്തിട്ടുണ്ട്. എന്താണത്? പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറയാം അല്ലെ. എന്താണ് ഈ പ്ലം പുഡിംഗ് മോഡൽ? അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇതിനെ പറയേണ്ടതാണ് എന്താണ്, വാട്ടർ മെലൻ മോഡൽ. എന്താണ് വാട്ടർ മെലൻ മോഡൽ എന്ന് ഇതിനെ പറയാറുണ്ട്. ഓക്കെ അല്ലേ? സോ എന്താണ് ഈ പ്ലം പുഡിംഗ്, എന്താണ് ഈ വാട്ടർ മെലൻ, എന്തായിരിക്കും ഇത് ഉദ്ദേശിക്കുന്നുണ്ടാവുക അല്ലെ? എന്താണ് ഈ തോംസൺ ഈ ഒരു മോഡൽ കൊണ്ട് ഉദ്ദേശിച്ചുള്ളത് നോക്കാം അല്ലെ. സോ അതിന്റെ ഫസ്റ്റ് പോയിന്റ് നോക്കിക്കോട്ടാ. ദ ഫസ്റ്റ് മോഡൽ ഓഫ് ആറ്റം വാസ് പ്രൊപ്പോസ്ഡ് ബൈ ജെ തോംസൺ അല്ലെ. പറഞ്ഞ ഇത്രയേ ഉള്ളതാണ്. ജെ തോംസൺ എന്ത് ചെയ്തത്, ഈ ഒരു മോഡൽ ഓഫ് ആറ്റത്തിലേക്ക് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലെ? അയാൾ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു അല്ലെ. നമ്മളെ ജെ തോംസൺ എന്ത് ഒരു കോൺസെപ്റ്റ് അയാളുടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. സോ അയാൾക്ക് അന്ന് കിട്ടാവുന്ന അല്ലെ, അന്ന് കിട്ടിയ ഐഡിയാസ് വെച്ചിട്ടും അല്ലെങ്കിൽ അന്നത്തെ ടെക്നോളജി വെച്ചിട്ട് അയാളുടെ ഒരു രൂപീകരണം അതിന് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അതാണ് ഈ മോഡൽ ഉദ്ദേശിക്കുന്നതാണ് ജെ തോംസൺ മോഡൽ. എന്ത് മോഡലാണ്? പ്ലം പുഡിംഗ് അല്ലെങ്കിൽ വാട്ടർ മെലൻ മോഡലാണ്. ഓക്കെ അല്ലേ? അക്കോർഡിംഗ് ടു ദിസ് മോഡൽ ദ പോസിറ്റീവ് ചാർജ് ഓഫ് ദി ആറ്റം അല്ലെ. അക്കോർഡിംഗ് ടു ദിസ് മോഡൽ ഏത് ചാർജിലാണ്? പോസിറ്റീവ് charges of the atom is uniformly distributed അല്ലെ, is uniformly distributed throughout the volume of atom അല്ലെ. എന്തായത് നമ്മുടെ ആറ്റത്തിന്റെ ത്രൂ ഔട്ട് ദ വോൾ എന്താണ്, നമ്മുടെ പോസിറ്റീവ് ചാർജ് എന്നാണ് പറയുന്നത് അല്ലെ. സോ പോസിറ്റീവ് ചാർജ് കൊണ്ട് നിറഞ്ഞു കിടക്കുന്നതാണ് നമ്മളുടെ എന്ത്, ആറ്റം എന്നാണ് ഇയാൾ ആദ്യത്തെ പോയിന്റിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? സോ ഇത്രയുള്ള അക്കോർഡിംഗ് ടു ദിസ് മോഡൽ ദ പോസിറ്റീവ് ചാർജ് ഓഫ് ദി ആറ്റം ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ വോളിയം ഓഫ് ആറ്റം. ക്ലിയർ അല്ലേ? ആറ്റത്തിന്റെ എന്താണ് ഒട്ടുമിക്ക ഭാഗമല്ല, മൊത്തത്തിൽ എന്താണ് നമ്മുടെ പോസിറ്റീവ് ചാർജുകളാണ് ഇയാൾ പറഞ്ഞത് അല്ലെ. അടുത്ത പോലെ എന്താ പറയുന്നത്? ഓക്കെ, ദ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ, നെഗറ്റീവ്ലി charged electrons, negatively charged electrons അല്ലെ, negatively charged electrons are embedded in it like seeds in a watermelon അല്ലെ. ഈ വാട്ടർമെലൻ അല്ലെ, ഈ വത്തക്കേനകത്ത് നമ്മളെ കുരുകൾ കിടക്കൂലേ. സോ ഈ ഒരു സീഡ്സ് കിടക്കില്ല, അതിന്റെ കുരുകൾ കിടക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെയും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നെഗറ്റീവ് ചാർജുകൾ എംബഡഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് പറഞ്ഞു, അല്ലെങ്കിൽ അവിടെയും ഇവിടെയും വെതർ ഇട്ടതുപോലെ നിൽക്കുന്നുണ്ട് പറഞ്ഞത്. സോ മൊത്തത്തിൽ ആരുണ്ട്, പോസിറ്റീവ് ചാർജ് ഉണ്ട്. അതിന്റെ അകത്ത് എന്താണ്, വിത്തുകൾ വെതർ ഇട്ടതുപോലെ ഏത് ചാർജുകൾ ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇതാണ് നമ്മുടെ എന്ത്, വാട്ടർമെലൻ മോഡൽ അല്ലെങ്കിൽ പ്ലം പുഡിംഗ് മോഡൽ. അല്ലെങ്കിൽ നമ്മുടെ നമ്മളെന്താ കേക്കിന്റെ അകത്ത് നമ്മുടെ ഈ ഒരു ചെറിയ മുന്തിരി കണ്ടുള്ള പോലെ, ചെറിയ റെസിൻസ് ഉള്ള പോലെ അത്തരത്തിലാണെന്നാ പറഞ്ഞത്. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു കേക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം
ഒന്ന് കാണിക്കാം, അല്ലെങ്കിൽ വാട്ടർ മെലൺ പോലെ കാണിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഈ മോഡലിനെ രണ്ട് പേരിൽ വിളിക്കുന്നതാണ്, ഒന്ന് പ്ലം പുഡിംഗ് മോഡൽ എന്നും അതേപോലെ വാട്ടർ മെലൺ മോഡൽ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ അല്ല, ക്ലിയർ അല്ലേ? സോ കൂടുതലൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ എന്ത് എക്സാം ഓരേണ്ടത്. ഇതൊന്നും നമുക്ക് ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ എന്താണ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? സോ ഈ ഒരു പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ മെലൺ മോഡൽ ഇത്രേ പറയുന്നുള്ളൂ. ഓക്കെ അല്ലേ? എന്താണ് ആരും ഇല്ല ഇവിടെ? എവിടെ പോയി എല്ലാവരും വന്നേ, ആരും പോയി ഉറങ്ങല്ലേ? വന്നേ, നമുക്ക് പഠിക്കണ്ടേ, പഠിച്ചിട്ട് എന്ന് പോകുള്ളൂ നമ്മൾ. എല്ലാവരും വന്നടാ, എല്ലാവരും വന്നേ, ആരും കാണില്ല. നിങ്ങളുടെ ഈ ഒരു കമന്റ് ബോക്സിൽ നിങ്ങളെ മാക്സിമം നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. എന്നാലേ എനിക്ക് പഠിപ്പിക്കാൻ ഒരു ഉഷാറുണ്ടാവുള്ളൂ, അതേപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാനും എനിക്ക് എന്തുണ്ടാവുള്ളൂ, ഒരു ഉഷാറുണ്ടാവുള്ളൂ. സോ എല്ലാവരും എന്ത് ചെയ്യണം? എല്ലാവരും ഇവിടെ വേണം. സോ എന്ത് ചെയ്യാ? എല്ലാവരും വന്നേ. യെസ് മിയോ, ഹായ്ഡാ. അജ്നാസേ വാ, പോട്ടെ. ഫ്രണ്ട്സിനെ കൂട്ടിക്കോ, വേഗം വന്നോ, നമുക്ക് അടിച്ച് പൊളിച്ചാളാ, ഒന്നും നോക്കണ്ട. ഓക്കെ, സോ നമ്മൾ ആദ്യം പറഞ്ഞതാണ് നമ്മുടെ ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ അല്ലേ? സോ പ്ലം പുഡിംഗ് മോഡൽ സെറ്റ് അല്ലടാ, കുഴപ്പമില്ലല്ലോ, സെറ്റ് അല്ലേ? യെസ് ഹാഷിം സി ഹായ്ഡാ. യെസ്, സോ ഇതാണ് നമ്മുടെ എന്ത് പ്ലം പുഡിംഗ് മോഡൽ. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ വാട്ടർ മെലൺ മോഡൽ എന്ന് വിളിക്കും. ഓക്കെ, സോ നമ്മൾ അത് കഴിഞ്ഞു അല്ലെ? അടുത്ത് പോകുമ്പോൾ നമ്മുടെ റൂദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം അല്ലെ? അത് ആരുടെ പറയാൻ പോകുന്നത്? നമ്മുടെ യെസ് റൂദർഫോർഡിന്റെ ന്യൂക്ലിയർ മോഡലാണ് പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? സോ റൂദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ പറഞ്ഞതിന് മുന്നേ ഇയാൾ ചെയ്തൊരു എക്സ്പെരിമെന്റ് അല്ലെ, ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. അതാണ് ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ അല്ലേ? ജസ്റ്റ് ആ പോയിന്റ് ഒന്ന് വായിച്ചുതരാം. ഏണസ്റ്റ് റൂദർഫോർഡ്, എ ഫോമർ റിസർച്ച് സ്റ്റുഡന്റ് ഓഫ് ജെ തോംസൺ അല്ലെ? സോ ജെ തോംസന്റെ എന്നാണ് ഒരു റിസർച്ച് സ്റ്റുഡന്റ് ആയിരുന്നു ഇയാൾ. പ്രൊപ്പോസ്ഡ് എ ക്ലാസിക്കൽ എക്സ്പെരിമെന്റ് ഓഫ് സ്കാറ്ററിംഗ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ അല്ലെ? അപ്പൊ ഇയാൾ എന്ത് ചെയ്യുന്നത്? ആൽഫ പാർട്ടിക്കിളിനെ സ്കാറ്റർ ചെയ്തുകൊണ്ട് ഒരു എക്സ്പെരിമെന്റ് ഇയാൾ കണ്ടക്ട് ചെയ്തു. ഓക്കെ അല്ലേ? അത് വെച്ചിട്ടാണ് ഇയാൾ എന്ത് ചെയ്തത്? ഇയാളുടെ എന്താണ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം എന്ത് ചെയ്ത് ഇയാൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? സോ ഫസ്റ്റ് പറഞ്ഞ ആരാണ് ഇതിനകത്തേക്ക് എടുത്തിട്ടത്? യെസ് നമ്മളെ ജെ തോംസനാ പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർ മെലൺ മോഡൽ ചെയ്യാം. യെസ്, അത് ആര് കൊണ്ടുവന്നു? പിന്നെ ആര് അത് റിസർച്ച് ചെയ്ത് കൊണ്ടുവന്നു? നമ്മളെ റൂദർഫോർഡ്. പിന്നെ അതിന്റെ മുകളിൽ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ അന്നത്തെ ടെക്നോളജി വെച്ച് അയാൾ പിന്നെ എന്ത് ചെയ്ത് അതിന്റെ മുകളിൽ പിന്നെ റിസർച്ച് ചെയ്ത് പിന്നെ ഒരു ഐഡിയയിലേക്ക് എത്തി വെച്ചിരിക്കുകയാണ് അല്ലെ? എന്ത് എക്സ്പീരിയൻസ് വഴിയാണ് ഞാൻ പറഞ്ഞത്? എന്താണ്? യെസ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പീരിയൻസ് വഴിയാ. സോ നമുക്ക് എന്ത് ചെയ്യണ്ട്? ആ ഒരു എക്സ്പീരിയൻസ് നോക്കിയാലോ. സോ നിങ്ങൾ നോക്കാന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. നോക്കിക്കൂടെ? എത്രയും പറഞ്ഞ കാര്യം സെറ്റാണ്. നിങ്ങൾ സെറ്റ് എന്ന് പറയടാ. സെറ്റാണ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അടുത്തേക്ക് പോകും. പറയടാ, സെറ്റാണോ അല്ലയോ? പറഞ്ഞേ, നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ? എന്താ സ്ഥിതിന്റെ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും അടുത്തേക്ക് പോകും. പറഞ്ഞേ. യെസ് മിയോ, യെസ് ഡാ, വെരി ഗുഡ്. യെസ്, സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തേക്ക് പോയാലോടാ. യെസ്, അടുത്തേക്ക് നമ്മൾ മൂവ് ചെയ്യാൻ പോവാണ്. യെസ് റൂദർഫോർഡ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് അല്ലേ? റൂദർഫോർഡ്സ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ആണ് അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു എക്സ്പെരിമെന്റ് സെറ്റപ്പ് ചെയ്യാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞാൽ നോക്കിയേ. ഇവിടെ നിങ്ങൾ കണ്ടതാ, ഇതാരാ നമ്മുടെ നമ്മൾ പറഞ്ഞു ആൽഫ പാർട്ടിക്കിളിന്റെ സ്കാറ്റർ ചെയ്യാണ് അല്ലെ? സോ നമുക്ക് എന്താണ്? ഈ ആൽഫ പാർട്ടിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സ് വേണം അല്ലെ? സോ അതാണ് കൊടുത്തത് എന്താണ്? സോഴ്സ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ അല്ലെ? സോ നമ്മൾ ഒരു സോഴ്സ് എടുത്തിട്ടുണ്ട്, ആൽഫ പാർട്ടിക്കിളിന്റെ ഒരു സോഴ്സ് എടുത്തിട്ടുണ്ട്. യെസ്, അത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? യെസ് ആൽഫ പാർട്ടിക്കിൾ ഇവിടെ എമിറ്റ് ചെയ്യാൻ പോവാണ്. എമിറ്റ് ചെയ്തിട്ട് നമ്മൾ എവിടെയാ കൊണ്ടുപോയിട്ട് കൊള്ളിയിടേക്കുന്നത്? നോക്കിക്കേ, എവിടെയാ? യെസ്, അവിടെ എന്തെടുത്തിട്ടുണ്ട്? ഒരു ഗോൾഡ് ഫോയിൽ എടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡ് ഫോയിൽ എടുത്തിട്ടുണ്ട്. കണ്ടോ? തിൻ ഷീറ്റ് ഓഫ് ഗോൾഡ് ഫോയിൽ, തിൻ ഗോൾഡ് ഫോയിൽ നമ്മൾ അവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ അങ്ങനെ എന്ത് ചെയ്യും? നമ്മളെ ആ ഒരു ഗോൾഡ് ഫോയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ആൽഫ പാർട്ടിക്കിൾ കൊണ്ടുപോയിട്ട് ഹിറ്റ് ചെയ്യുകയാണ്. സോ ഹിറ്റ് ചെയ്യിച്ച സമയത്ത് എന്ത് ചെയ്യാണ്? ഈ ആൽഫ പാർട്ടിക്കിൾ പല ഡയറക്ഷനിൽ എന്ത് ചെയ്യാണ്? ചിന്നി പോവാൻ പോവാ. ഓക്കെ അല്ലേ? അതെന്ത് ചെയ്യാണ്? സ്കാറ്റർ ചെയ്ത് ഓരോ ഡയറക്ഷനിൽ പോവാ. നോക്കിയാ കാണുന്നതാ, ഇവിടെ കുറെ ആൾക്കാരുണ്ടോ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് പല ഡയറക്ഷനിൽ പോയിട്ട്. കുറച്ച് ആൾക്കാർ എന്ത് ചെയ്താ? റിഫ്ലക്ട് ബാക്ക് അല്ലെ? ഈ പുറകോട്ട് അല്ലെങ്കിൽ പുറകെ വശത്തേക്ക് വന്നിട്ട് ചില ആൾക്കാർ അവിടെ തട്ടി ഞാൻ തിരിച്ച് അതേ വഴിക്ക് തിരിച്ച് കണ്ട വഴി ഓടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ ഇതാണ് ഈ ഒരു എക്സ്പീരിയൻസ് സെറ്റപ്പ് വെച്ച്. ഈ ചുറ്റും കണ്ടോ ഒരു വട്ടത്തിൽ സാധനം. എന്താ അത്? ഒന്നുമില്ല. ഈ ആൽഫ പാർട്ടികൾ എങ്ങോട്ടേക്കാ പോയാൽ അറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഒരു സ്ക്രീൻ വെക്കുക. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ സ്ക്രീനിന്റെ അകത്ത് വെറുതെ നോക്കിയാൽ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? ആൽഫ പാർട്ടിക്കിൾസ് നമ്മൾ നേക്കഡ് ആയതുകൊണ്ട് കാണാൻ പറ്റില്ല. സോ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ക്രീനിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് കോട്ട് ചെയ്തിട്ടുള്ളത്? സിങ്ക് സൾഫൈഡ് അല്ലെങ്കിൽ ZnS എന്ത് ചെയ്യുന്നത്? അവിടെ കോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ക്ലിയർ ആണോ? കുഴപ്പമില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ ZnS എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? സോ ZnS അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്ത് വെക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ടു ഡിറ്റക്ട് ദ ആൽഫ പാർട്ടിക്കിൾസ്. ക്ലിയർ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആൽഫ പാർട്ടിക്കിൾ ഇവിടുന്ന് നേരെ ഹിറ്റ് ചെയ്യിക്കുന്നു അല്ലെ? ഹിറ്റ് ചെയ്യിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? അവിടെ പല ഡയറക്ഷനിലേക്ക് സ്കാറ്റർ ചെയ്ത് പോവാണ്. സ്കാറ്റർ ചെയ്ത് പോകുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു സ്ക്രീനിന്റെ മുകളിൽ നമ്മൾ എന്ത് കോട്ട് ചെയ്യുന്നതാ? ZnS അല്ലെ? സിങ്ക് സൾഫൈഡ് നമ്മൾ യൂസ് ചെയ്യാണ് അല്ലെങ്കിൽ കോട്ട് ചെയ്ത് വെക്കുകയാണ്. ക്ലിയർ അല്ലേ? യെസ്, അതിൽ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? തട്ടി പുറകോട്ടേക്ക് പല ആംഗിളുകൾ ഇയാൾ പോകുന്നുണ്ട്, പല ആംഗിളിൽ സ്കാറ്റർ ചെയ്ത് പോകണല്ലേ? കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? തട്ടിയ വഴി എന്ത് ചെയ്യുന്നത്? തിരിച്ച് അതേ വഴിക്ക് തിരിച്ച് പുറകോട്ടേക്ക് വിടുന്നുണ്ട്. ഓക്കെ അല്ലേ? സോ ഈ എല്ലാ കാര്യങ്ങളും
എന്തെങ്കിലും നമുക്ക് ഡിസ്കസ് ചെയ്യണം. അതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ഇതിന്റെ ഒബ്സർവേഷൻസ് ആണ്. എന്താണ് ഒബ്സർവേഷൻസ് ആണ്. എന്താണ് ഈ ഒരു എക്സ്പെരിമെന്റ് വഴി അയാൾക്ക് കിട്ടിയിട്ടുള്ള ഒബ്സർവേഷൻ നമുക്ക് നോക്കാം. ഓക്കെ അല്ലെ? ആദ്യത്തെ പോയിന്റ് ഇതാണ്. മെനി ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ പാസ് ത്രൂ ദ ഫോയിൽ. ഇറ്റ് മീൻസ് ദേ ഡു നോട്ട് സഫർ എനി കൊളീഷൻ. അല്ലെ? പല അല്ലെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാർ അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ദി ആൽഫ പാർട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഗോൾഡ് ഫോയിലൂടെ കറക്റ്റ് ആയിട്ട് കടന്ന് മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള എന്തില്ല ഡിഫ്ലക്ഷനോ ഡീവിയേഷനോ സംഭവിച്ചിട്ടില്ല. ക്ലിയർ ആണോ? ഒന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിത് അവിടെ ഒരു ഗോൾഡിന്റെ ഒരു ആറ്റം എടുത്ത് വിചാരിച്ചു അല്ലെ? അപ്പൊ നമ്മള് ഗോൾഡ് അല്ലെങ്കിൽ ആൽഫ പാർട്ടികൾ കടത്തി വിടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്? നമ്മള് ഒട്ടുമിക്ക ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? നേരെ അല്ലെ? ഒട്ടുമിക്ക ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയ ഡീവിയേഷൻ അല്ലെങ്കിൽ ഡീവിയേഷൻ ഇല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പുറം സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. ക്ലിയർ അല്ലെങ്കിൽ പാസ് ചെയ്ത് പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ അവിടെ എന്തില്ല? ഡിഫ്ലക്ഷൻ സംഭവിച്ചിട്ടില്ല. ഓക്കെ അല്ലേ? സോ അതാണ് പറഞ്ഞതാണ് മെനി ഓഫ് ദ ആൽഫ പാർട്ടികളെ മെജോറിറ്റി ഓഫ് ദ ആൽഫ പാർട്ടികൾ അല്ലെ? സോ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ അപ്പുറത്തേക്ക്. സോ മെനി ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് അല്ലെ? മെനി ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് എന്താണ്? പാസ് ത്രൂ ദ ഫോയിൽ. പാസ് ത്രൂ ദ ഫോയിൽ അല്ലെ? എന്ന് വെച്ചാൽ എന്താ? അവർക്ക് എന്ത് സംഭവിച്ചിട്ടില്ല? ഡീവിയേഷൻസോ ഡിഫ്ലക്ഷനോ സംഭവിച്ചിട്ടില്ല. ക്ലിയർ അല്ലേ? സോ അങ്ങനെ നമുക്ക് എന്ത് പറയാം? ഒട്ടുമിക്ക ആൾക്കാർ അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അതിൽ നമുക്കൊരു കൺക്ലൂഷനിൽ എത്താണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ആ കൺക്ലൂഷൻ നിങ്ങൾ പറയണം. ഓക്കെ അല്ലേ? സോ ഞാൻ പറഞ്ഞ എത്രയേ ഉള്ളൂ? നമ്മൾ കടത്തി വിട്ടിട്ടുള്ള ആ ഒരു ആൽഫ പാർട്ടികൾ മെജോറിറ്റി പോർഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഫോയിൽ കടന്നിട്ട് അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. യാതൊരു തരത്തിലും എന്തുമില്ല ഡിഫ്ലക്ഷൻ ഡീവിയേഷനോ സംഭവിച്ചിട്ടില്ല. ഓക്കെ അല്ലേ? അതിന്റെ കൺക്ലൂഷനിൽ ഇപ്പോഴേ നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. നിങ്ങൾ അത് ഇപ്പൊ പറയണ്ട, ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ, അത് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത പോയിന്റാണ്. നോക്കിയോ, ഓൺലി 0.14% അല്ലേ? 0.14%. വളരെ കുറച്ച് ആൾക്കാരാണ്. 0.14% ഓഫ് ദി ഇൻസിഡന്റ് ആൽഫ പാർട്ടിക്കിൾ അല്ലെ? ഇൻസിഡന്റ് ആൽഫ പാർട്ടിക്കിൾ അല്ലെ? എത്ര പെർസെന്റേജ് ആണ്? 0.14% ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? സ്കാറ്റർ ബൈ മോർ ദാൻ 1 ഡിഗ്രി അല്ലെ? എന്ന് വെച്ചാൽ 1 ഡിഗ്രിയിൽ കൂടുതൽ. പ്രാക്ടിക്കൽ ക്ലാസ് അവിടെ പ്രാക്ടിക്കലിന്റെ നമ്മൾ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടല്ലോ, ഒന്ന് പോയി കണ്ടേ. ഓക്കെ, അറിയാം പ്രാക്ടിക്കൽ ക്ലാസ് അല്ലെ? പ്രാക്ടിക്കൽ നടന്നുകൊണ്ടിരിക്കുക അറിയാം. സോ എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് ആൾക്കാർക്ക് എക്സാം നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ? സോ എന്തായാലും നമുക്ക് എന്ത് ചെയ്യണം? ഈ ചാപ്റ്റർ നമുക്ക് അറിഞ്ഞിരിക്കണം. സോ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് അല്ലെ 1 മണിക്കൂറിലധികം നമ്മൾ ഇതിനകത്ത് ചെലവഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ചാപ്റ്റർ നമുക്ക് സെറ്റ് ആയിട്ട് പോവാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സോ ഇരുന്നോ, പഠിച്ചോ. ഓക്കെ അല്ലേ? പ്രാക്ടിക്കൽ നമുക്ക് എന്ത് വീഡിയോസ് ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? നേരെ പോയിട്ട് ആ പ്രാക്ടിക്കലിന്റെ വീഡിയോസ് കാണാം. ഓക്കെ ഓക്കേടാ. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ 0.14% ഓഫ് ദി ഇൻസിഡന്റ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റർഡ് ബൈ മോർ ദാൻ 1 ഡിഗ്രി അല്ലെ? സോ 1 ഡിഗ്രിയിൽ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരത്തില് 0.14% നമ്മൾ കടത്തി വിട്ടിട്ടുള്ള ആൽഫ പാർട്ടിക്കിളിൽ 0.14% ആൾക്കാർ അല്ലെങ്കിൽ അത്രയും ആൽഫ പാർട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? 1 ഡിഗ്രിയിൽ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ആലോചിക്കണം, 0.14% എന്ന് വെച്ചാൽ എന്താ? അത്രയും കുറച്ച് ആൽഫ പാർട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? 1 ഡിഗ്രിയിൽ കൂടുതൽ അത് ഡിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, അങ്ങനെ നമുക്ക് അടുത്ത് നോക്കാം. അബൌട്ട് 1 in 8,000. ആലോചിക്കണം, അബൌട്ട് 1 in 8,000 അല്ലെ? 8000 ഒരാൾക്കാർ അല്ലെ? അബൌട്ട് 1 in 8,000 ഓഫ് ഇൻസിഡന്റ് ആൽഫ പാർട്ടിക്കിൾ അല്ലെ? നമ്മൾ കടത്തി വിട്ട ആൽഫ പാർട്ടിക്കിൾ 8000 ഒരാൾ അല്ലെ? എന്ന് വെച്ചാൽ 8000 ആൽഫ പാർട്ടിക്കിൾ പോയാൽ അതിൽ ഒരാൾ എന്ത് ചെയ്യുന്നു പറയാം അല്ലെ? ഡിഫ്ലക്ട് ബൈ മോർ ദാൻ 90 ഡിഗ്രി അല്ലെ? എന്ത് ചെയ്യുന്നുണ്ട്? മോർ ദാൻ 90 ഡിഗ്രിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കറിയാം 1 ഡിഗ്രിയിൽ കൂടുതൽ ആരേ പോകുന്നുള്ളൂ? 0.14% പോകുന്നുള്ളൂ. ഇനി പറഞ്ഞ എന്താ? 8000 ഒരാൾ അല്ലെ? അബൌട്ട് 1 in 8,000 എന്ന് പറഞ്ഞല്ലേ? 8000 ആൾക്കാരെ കടത്തി വിട്ടാൽ അതിൽ ഒരാൾ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? 90 ഡിഗ്രിയിൽ മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഡിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ അല്ല? അത്രയും കുറവ് നമ്പർ മാത്രമേ സംഭവിക്കുന്നുള്ളൂ അല്ലെ? ഒട്ടുമിക്ക ആൾക്കാർ എന്ത് പോകുന്നു? ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു, സ്ട്രേറ്റ് ലൈനിൽ പാസ് ചെയ്ത് പോകുന്നുണ്ട് അല്ലെ? വളരെ ചെറിയ ഡിഫ്ലക്ഷനോട് കൂടെ പോകുന്നുണ്ട്. ക്ലിയർ അല്ലേ? എന്ന് വെച്ചാൽ എന്താണ്? ഒട്ടുമിക്ക ആൾക്കാരും ഈ ഒരു ഗോൾഡ് ഫോയിൽ കടന്നിട്ട് അപ്പുറത്ത് എത്തുന്നുണ്ട്. ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, അടുത്ത നോക്കിയോ. ലാസ്റ്റ് പോയിന്റ് ആണ്. എ വെരി സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾ റീട്രേസസ് ഇറ്റ്സ് പാത്ത് അല്ലെ? വളരെ കുറച്ച് ആൾക്കാർ അല്ലെ? നമ്മൾ കടത്തി വിട്ട ആൽഫ പാർട്ടിക്കിൾ വളരെ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? നേരെ എങ്ങനെ പോകുന്നു? അവിടെ പോയിട്ട് എന്ത് അത് അതേപോലെ റീട്രേസ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ എന്താ? അവിടെ തട്ടി തിരിച്ചു വരികയാണ്. എന്ന് വെച്ചാൽ അത് ഏത് പാത്തിലാണോ പോകുന്നത് അതേ പാത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? അത് തിരിച്ചു വരുന്നുണ്ട് അല്ലെ? സോ അത്രയും പറഞ്ഞതാണ് റീട്രേസസ് ഇറ്റ്സ് പാത്ത് എന്നാണ് അല്ലെ? സോ അത്രയും വളരെ കുറഞ്ഞ ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പോയത് ഏത് വഴിയാണോ അതേ വഴി നേരം തിരിച്ച് ഇങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ ഒരു പണിയില്ല. ഓക്കെ അല്ലേ? സോ ഇതാണ് നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസോട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒബ്സർവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഒബ്സർവേഷന്റെ ബേസിൽ അല്ലേ? സോ നമുക്കൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നോക്കിയേ. ഈ ഗ്രാഫിനകത്ത് എന്തൊക്കെയാന്ന് നോക്കിയേ. ജസ്റ്റ് കാണിച്ചു തരാം.
നോക്കിയോ സ്കാറ്ററിംഗ് ആംഗിൾ നെക്സ്റ്റ് ആക്സിൽ ആരുണ്ട് നമ്മളെ സ്കാറ്ററിംഗ് ആംഗിൾ ഉണ്ട് y ആക്സിൽ ആണുള്ളത് നമ്പർ ഓഫ് സ്കാറ്റേർഡ് പാർട്ടിക്കിൾസ് ആണ് നമ്പർ ഓഫ് സ്കാറ്റേർഡ് പാർട്ടിക്കിൾസ് ആണ് ക്ലിയർ അല്ലേ കുഴപ്പമില്ലല്ലോ സോ ഇവിടെ ആരുണ്ട് നമ്മളുടെ യെസ് സ്കാറ്ററിംഗ് ആംഗിൾ തീറ്റ ഉണ്ട് ഇവിടെ ആളുള്ള നമ്മുടെ നമ്പർ ഓഫ് സ്കാറ്റേർഡ് പാർട്ടിക്കിൾ ആണ് അപ്പൊ നോക്കിയേ ഈ സ്കാറ്ററിംഗ് ആംഗിൾ 0 ഉള്ളു ക്ലിയർ അല്ലേ 0 എന്ന് പറഞ്ഞാൽ എന്താ ഡീവിയേഷൻ സംഭവിക്കില്ല നേരെ പോയിക്കൊണ്ടിരിക്കുക അല്ലേ സോ നോക്കിയേ ഈ ഒരു 0 ഉള്ള ആൾക്കാർ സ്കാറ്ററിംഗ് ആംഗിൾ 0യും 0നോട് അടുത്ത് കിടക്കുന്ന എന്താ നോക്കിയേ മാക്സിമം ആൾക്കാർ അല്ലേ നേരെ വരച്ചോക്കെ നമുക്ക് നോക്കിയേ നമ്പർ എത്ര ഉണ്ട് യെസ് മാക്സിമം വളരെ കൂടുതലാ അല്ലേ എന്ന് വെച്ചാൽ 0 ഡിഗ്രിയിലും 0 ഡിഗ്രിയോട് അടുത്ത് കിടക്കുന്ന ഡീവിയേഷൻ ഉള്ള എന്താണ് മാക്സിമം നമ്പർ ഓഫ് ആൾക്കാർക്ക് മാക്സിമം നമ്പർ നമ്മൾ കടത്തി വിട്ടിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾ മെജോറിറ്റി പോർഷനും എത്രയാണുള്ളത് യെസ് 0 ഡിഗ്രി അല്ലെങ്കിൽ എന്താണ് 0നോട് അടുത്തിട്ടുള്ള കുറച്ച് ആംഗിളിലെ ഡീവിയേഷൻ മാത്രമേ സംഭവിക്കുന്നുള്ളൂ ക്ലിയർ ആണോ അതുപോലെ നോക്കിയേ നമ്മളെ കർവ് എന്ത് ചെയ്യണതാ ഇങ്ങനെ താന്ന് വരാണല്ലേ താന്ന് വന്ന് അവസാനം നോക്കിയേ എന്ന് വെച്ചാൽ എന്താ കാണിക്കുന്നത് മാക്സിമം ആംഗിൾ അവിടെ ഡീവിയേറ്റ് ചെയ്യുന്ന ആരാണ് യെസ് നോക്കി ആരാണ് എത്ര ആൾക്കാരാ യെസ് മാക്സിമം നമ്പറാണ് സോറി മിനിമം നമ്പർ അല്ലെ ഏറ്റവും കുറഞ്ഞ ആൾക്കാർ മാത്രമേ എന്തുള്ളൂ ആംഗിൾ കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്നുള്ളൂ ക്ലിയർ അല്ലേ എന്ന് വെച്ചാല് ആംഗിൾ കൂടുതൽ അർത്ഥം എന്താ യെസ് ഒരുപാട് വലിയ ഡീവിയേഷൻ സംഭവിക്കുന്ന ആർക്കാ വളരെ കുറഞ്ഞ ആൾക്കാർ കണ്ടോ വളരെ കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ സംഭവിക്കുന്നുള്ളൂ യെസ് ഡീവിയേഷൻ ഒരുപാട് സംഭവിക്കുന്നുള്ളൂ മെജോറിറ്റി ആൾക്കാർക്ക് എന്താണ് യെസ് ഡീവിയേഷൻ വളരെ കുറവ് അല്ലെങ്കിൽ 0 ആണ് ഉണ്ടാവുക ക്ലിയർ ആണോടാ മക്കളെ യെസ് ഓക്കെ സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം യെസ് ഈ ഒരു ഗ്രാഫ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു ഗ്രാഫ് അറിഞ്ഞു വെച്ചേ പറ്റുള്ളൂ എന്താണ് ഈ ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അറിഞ്ഞു വെച്ചേ പറ്റുള്ളൂ ക്ലിയർ അല്ലേ സോ ഈ ഒരു ഗ്രാഫിന്റെ അകത്ത് രണ്ട് കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം ഒന്ന് അതിനെന്താ യെസ് സ്കാറ്ററിംഗ് ആംഗിളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യെസ് സ്കാറ്റേർഡ് പാർട്ടിക്കിളിന്റെ നമ്പറും പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ മാക്സിമം നമ്പർ ഓഫ് ആൾക്കാർ എന്താണ് അവിടെ ഡീവിയേഷൻ ഉള്ളത് യെസ് 0 അല്ലെങ്കിൽ 0നോട് അടുത്തുമാണുള്ളത് ക്ലിയർ അല്ലേ മിനിമം നമ്പർ ഓഫ് എന്തുണ്ട് അതിന് യെസ് ഡീവിയേഷൻ എന്താണുള്ളത് യെസ് മാക്സിമം ആംഗിൾ ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട് മിനിമം നമ്പർ എന്ത് ചെയ്യുന്നുണ്ട് മാക്സിമം ആംഗിൾ ആണ് പോകുന്നത് ക്ലിയർ അല്ലേ വെച്ചാല് മാക്സിമം ആംഗിൾ ഡീവിയേറ്റ് ചെയ്യുന്ന ആരേ ഉള്ളൂ വളരെ കുറച്ച് നമ്പറേ ഉള്ളൂ ക്ലിയർ അല്ലേ മെജോറിറ്റി ആൾക്കാർക്ക് എന്താ ഉള്ളത് യെസ് ഡീവിയേഷൻ ഇല്ല 0യോ അല്ലെങ്കിൽ 0നോട് അടുത്തെന്തോ ചെറിയ ഡീവിയേഷൻ മാത്രമേ സംഭവിക്കുന്നുള്ളൂ ക്ലിയർ ആണോ യെസ് ക്ലിയർ അല്ലേ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നേരെ എന്ത് ചെയ്യാം യെസ് നമ്മളെ റൂദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒബ്സർവേഷൻ എന്ത് ചെയ്യാണ് ഇവിടെ ഒന്ന് കൺക്ലൂഷൻ ആയിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ നമ്മളെ റൂദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് കിട്ടിയ ഒബ്സർവേഷൻ എന്ത് ചെയ്യാണ് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്ന എന്താ സംഭവം എന്ന് പറയാൻ പോകാം സോ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ നോക്കിക്കോടാ ഏതാ നമ്മളെ ഫസ്റ്റ് പോയിന്റ് മോസ്റ്റ് ഓഫ് ആൻ ആറ്റം ഈസ് എംപ്റ്റി സ്പേസ് ആണ് അല്ലെ മോസ്റ്റ് ഓഫ് ദി ആറ്റം ഈസ് എംപ്റ്റി സ്പേസ് യെസ് ഏത് ഒബ്സർവേഷനാ അത് കാണിക്കുന്നത് നോക്കിയേ നമ്മൾ ഫസ്റ്റ് ഒബ്സർവേഷൻ നമ്മൾ പറഞ്ഞല്ലേ ഒബ്സർവേഷൻ ഫസ്റ്റ് പറഞ്ഞ എന്താ മെനി ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ പാസ് ത്രൂ ദ ഫോയിൽ ഇറ്റ് മീൻസ് ദേ ഡു നോട്ട് സഫർ എനി കൊളീഷൻ അല്ലെങ്കിൽ എനി ഡീവിയേഷൻ എന്ന് നമുക്ക് പറയാം ക്ലിയർ അല്ലേ സോ പറഞ്ഞത് എത്രയേ ഉള്ളൂ യെസ് നമ്മൾ കടത്തി വിട്ട മെജോറിറ്റി ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഗോൾഡ് ഫോയിൽ കടന്ന് നമുക്ക് നേരെ എത്തുന്നുണ്ട് ക്ലിയർ അല്ലേ അവിടെ എന്തില്ല യാതൊരു തരത്തിലുള്ള ഡീവിയേഷനോ ഡിഫ്ലക്ഷനോ സംഭവിക്കുന്നില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ നമ്മൾ പറഞ്ഞ കൺക്ലൂഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം റൂദർഫോർഡിന്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്ന പോയിന്റ് ഏതാണ് ഒന്ന് പറഞ്ഞേ ഒരു ആറ്റത്തിന്റെ മെജോറിറ്റി സ്പേസും എന്താണ് പറഞ്ഞത് മെജോറിറ്റി സ്പേസും എന്താണ് പറഞ്ഞു ഒന്ന് പറഞ്ഞേ മക്കളെ നിങ്ങൾ പറഞ്ഞേ നമ്മളൊരു ആറ്റത്തിന്റെ മെജോറിറ്റി പോർഷനും എന്താണെന്നാണ് ഈ ഒരു ഒബ്സർവേഷൻ കാണിച്ചിരുന്നത് നമുക്ക് ഒന്ന് പറഞ്ഞേ എന്താണ് ഇത് കാണിച്ചിരുന്നത് ദ മെജോറിറ്റി പോർഷൻ ഓഫ് ആൻ ആറ്റം ഈസ് എന്താ പറഞ്ഞേ നിങ്ങൾ പറഞ്ഞേ എന്താണ് യെസ് പറഞ്ഞു മിയോ പറഞ്ഞു ഇനി ആരാ പറഞ്ഞത് പറഞ്ഞേ യെസ് നിങ്ങളാണ് ഞങ്ങളുടെ പവർ എന്ന് വെച്ചാൽ സോ നിങ്ങൾ ഇതിനകത്ത് പവർ ആയിട്ടില്ലേ പിന്നെ ക്ലാസ്സിന് പവർ ഇല്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ ക്ലാസ് വേണ്ടത് ഓക്കെ അല്ലേ നിങ്ങൾ പറയണം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാനുള്ള എന്തോ പറഞ്ഞോ തെറ്റോ ശരിയോ എന്തോ ആയിക്കോട്ടെ വാട്ട് എവർ ഇറ്റ് ഈസ് അതൊന്നും എനിക്ക് വിഷയമല്ല പക്ഷെ നിങ്ങളുടെ റിപ്ലൈസ് നിങ്ങൾ കോൺഫിഡന്റ് ആയി നിങ്ങൾ പറഞ്ഞോളൂ അത്രയേ ഉള്ളൂ പറഞ്ഞടാ യെസ് ഓക്കെ സോ നമുക്ക് എന്ത് കിട്ടി നമ്മളുടെ യെസ് മെനി ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ പാസ് ടു ദ ഫോയിൽ എന്നാ പറഞ്ഞത് എന്ന് വെച്ചാൽ എന്താ അവിടെ ആരും എന്തില്ല ഒബ്സ്ട്രക്ഷൻ ഇല്ല എനിക്ക് നേരെ പോകാമെങ്കിൽ നേരെ തടസ്സമില്ല നേരെ അങ്ങനെ സുഖമായിട്ട് അപ്പുറത്തെത്താം എന്ന് വെച്ചാൽ അവിടെ എന്തില്ല തടസ്സങ്ങളില്ല ഒബ്സ്ട്രക്ഷൻസ് ഇല്ല എന്ന് വെച്ചാൽ അർത്ഥം എന്താ ആറ്റത്തിന്റെ മെജോറിറ്റി പോർഷൻ എന്താണ്
ഫ്രീ സ്പേസ് ആണ് അല്ലെങ്കിൽ എം ടി ആണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ നമ്മുടെ കൺക്ലൂഷനിലെ ആദ്യത്തെ അല്ലെങ്കിൽ ഈ ഒരു റൂദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റത്തിന്റെ ആദ്യത്തെ പോയിന്റ് പറഞ്ഞതാണ് മോസ്റ്റ് ഓഫ് എൻ ആറ്റം ഈസ് എം ടി സ്പേസ് എന്ന് പറഞ്ഞത്. ക്ലിയർ അല്ലേ? മോസ്റ്റ് ഓഫ് എൻ ആറ്റം ഈസ് എന്താണ്? മോസ്റ്റ് അല്ലെങ്കിൽ മെജോറിറ്റി പോർഷൻ ഓഫ് എൻ ആറ്റം ഈസ് എന്താണ്? എം ടി സ്പേസ് ആണ്. ക്ലിയർ അല്ലേ? അടുത്ത നോക്കിയോ, ദ എൻറ്റയർ പോസിറ്റീവ് ചാർജ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ മാസ് ഓഫ് ദി ആറ്റം ആർ കോൺസെൻട്രേറ്റഡ് ഇൻ ദ ന്യൂക്ലിയസ് ആണ് അല്ലെ. നമ്മൾ ഈ ആറ്റത്തിന് നടുക്കാരുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ. സോ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഈ ഒരു ആറ്റത്തിന്റെ എൻറ്റയർ മാസ് കോൺസെൻട്രേറ്റ് എടുക്കുന്ന ഒരു സെൻട്രൽ പോർഷൻ ഉണ്ട് അല്ലെ, സെൻട്രൽ ഒരു ആളുണ്ട്. ഇയാൾ നമ്മൾ എന്ത് വിളിക്കാം? സെൻട്രൽ ഒരു കോർ ഉണ്ട്, നമുക്ക് എന്ത് വിളിക്കാം അയാളെ? ന്യൂക്ലിയസ് എന്ന് വിളിക്കാം. വിളിക്കാളെ ന്യൂക്ലിയസ് എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ? സോ ഈ ഒരു എൻറ്റയർ പോസിറ്റീവ് ചാർജും അല്ലെങ്കിൽ എൻറ്റയർ മാസും ഒരു ആറ്റത്തിന്റെ എൻറ്റയർ മാസും കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുന്ന ആ ഒരു കോറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ്. എന്താ വിളിക്കുക? നമ്മളതിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കും. ഈ ന്യൂക്ലിയസിനെ കുറിച്ച് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. സോ അവിടേക്ക് നമുക്ക് പോവാം. സോ തേർഡ് പോയിന്റ് പറഞ്ഞത്രേ ഉള്ളൂ. ദി ഇലക്ട്രോൺസ് വുഡ് ബി മൂവിംഗ് ഇൻ ഓർബിറ്റ്സ് അബൌട്ട് ദ ന്യൂക്ലിയസ് ജസ്റ്റ് ആസ് ദ പ്ലാനറ്റ് ഡു അറൗണ്ട് ദ സൺ അല്ലെ. ഒരു സണ്ണിന് ചുറ്റും പ്ലാനറ്റ് എങ്ങനെ റിവോൾവ് ചെയ്യുന്നു അതുപോലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ തേർഡ് പോയിന്റ് പറഞ്ഞത്. ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. അടുത്ത പറഞ്ഞ നമ്മുടെ ന്യൂക്ലിയസിന്റെ സൈസിനെ പറ്റിയിട്ടാ. നിങ്ങൾ ആലോചിക്കേ, ന്യൂക്ലിയസിന്റെ സൈസ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? പ്ലാനറ്ററി മോഡൽ. വെരി ഗുഡ്. പറഞ്ഞു പ്ലാനറ്ററി മോഡൽ നമ്മൾ പറയാറുണ്ട് അല്ലെ. എന്തുകൊണ്ടാണ് പ്ലാനറ്ററി മോഡൽ എന്ന് പറയാൻ കാരണം? ഇത്രയേ ഉള്ളൂ. സണ്ണിന് ചുറ്റും ഒരു പ്ലാനറ്റ് എങ്ങനെ റിവോൾവ് ചെയ്യുന്നു അതുപോലെയാണ് ഇത് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അല്ലെ. സോ നമ്മൾ ഇതിനെന്ത് വിളിക്കാം? പ്ലാനറ്ററി മോഡൽ എന്ന് കൂടെ പറയാറുണ്ട്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത പറയാവുന്ന എന്താ? സൈസ് ഓഫ് ദി ന്യൂക്ലിയസ് അല്ലെ. സൈസ് ഓഫ് ദി ന്യൂക്ലിയസ് എന്തായിരിക്കും വരിക? ഒന്ന് പറഞ്ഞേ, എന്തായിരിക്കും സൈസ് ഓഫ് ദി ന്യൂക്ലിയസ് വരിക? ന്യൂക്ലിയസിന്റെ സൈസ് ആറ്റത്തിനെ കമ്പയർ നോക്കുമ്പോൾ വലുതായിരിക്കോ അല്ലെങ്കിൽ ചെറുതായിരിക്കും? ഒന്ന് പറഞ്ഞേ. നമ്മളെ ആറ്റത്തിനെ കമ്പയർ നോക്കുന്ന സമയത്ത് നമ്മളെ ന്യൂക്ലിയസിന്റെ സൈസ് വലുതായിരിക്കുമോ ചെറുതായിരിക്കുമോ? ഒന്ന് പറഞ്ഞടാ, ഒന്ന് കമന്റ് ചെയ്തേ. ന്യൂക്ലിയസിന്റെ സൈസ് വലുതായിരിക്കോ ചെറുതായിരിക്കോ? പറഞ്ഞോ. നമ്മൾ പറഞ്ഞ ഒബ്സർവേഷന്റെ ബേസിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം? ഇത് പറയാൻ പറ്റും. ഒന്ന് പറഞ്ഞേ, എന്തായിരിക്കും വരിക? ഒന്ന് പറഞ്ഞടാ. പെട്ടെന്ന് പറഞ്ഞേ. നിയോ പിന്നെയും പറഞ്ഞിരിക്കുന്നതാണ് നെഗ്ലിജിബിളി സ്മോൾ. കാരണം എന്താ? നമ്മൾ ഈ ഒരു ഗോൾഡ് ആറ്റം അല്ലെങ്കിൽ ഗോൾഡിന്റെ ആറ്റത്തിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ആൽഫ പാർട്ടികളെ കടത്തിവിടുന്ന സമയത്ത് അതിൽ മെജോറിറ്റി ആൾക്കാർ അപ്പുറം എത്തി എന്നാ പറഞ്ഞത് അല്ലെ. മെജോറിറ്റി പോർഷനിൽ ഒന്നുമില്ലായിരുന്നു, എം ടി ആണ് നമ്മൾ പറഞ്ഞല്ലേ. സോ മെജോറിറ്റി പോർഷൻ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ മൈനോറിറ്റി ആയിട്ടുള്ള വളരെ ചെറിയ ഭാഗത്ത് നമ്മൾ ആര് കോൺസെൻട്രേറ്റ് എടുക്കുന്നത്? നമ്മുടെ ഈ ഒരു ന്യൂക്ലിയസ് കിടക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? ആറ്റത്തിന്റെ സൈസ് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ന്യൂക്ലിയസിന്റെ സൈസ് എന്തായിരിക്കും? വളരെ ചെറുതായിരിക്കും. ക്ലിയർ ആണോ? കുഴപ്പമില്ലല്ലോ. സോ ആ സൈസ് ജസ്റ്റ് പറയുന്നത് എന്താണ്? ദ സൈസ് ഓഫ് ദി ന്യൂക്ലിയസ് ഈസ് അബൌട്ട് 10⁻⁻15 മീറ്റർ. 10⁻⁻15 മീറ്റർ എന്ന് പറയും. ഈ 10⁻⁻15 എന്ന് പറഞ്ഞാൽ എന്താ? ഫെംറ്റോമീറ്റർ എന്ന് പറയാം അല്ലെ. സോ നമുക്ക് എന്ത് പറയാം? ഫെംറ്റോമീറ്റർ റേഞ്ചിലായിരിക്കും നമ്മുടെ ന്യൂക്ലിയസിന്റെ സൈസ് ഉണ്ടാവുക. ഫെംറ്റോമീറ്റർ റേഞ്ചിലായിരിക്കും നമ്മുടെ ന്യൂക്ലിയസിന്റെ സൈസ് ഉള്ളത്. അതിന്റെ അവസാനത്തെ പോയിന്റ് ആണ് ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ റിവോൾവിംഗ് ഇലക്ട്രോൺസ് ആൻഡ് ദ ന്യൂക്ലിയസ് provides the centripetal force to keep them in their orbits. നമ്മളോട് പറഞ്ഞെന്താ? ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു പറഞ്ഞേ? ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആർക്ക് ചുറ്റും? ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റ് ചെയ്യുക അല്ലെ. സോ ഇങ്ങനെ എന്ത് ചെയ്യാണ്? ചുറ്റിക്കൊണ്ടിരിക്കുക. സോ ഇങ്ങനെ സർക്കുലർ മോഷനിൽ പോകുന്ന സമയത്ത് അതിന് എന്തുണ്ടാവും? സെൻട്രലിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവും അല്ലെ. എന്ത് ഫോഴ്സ് ആണത്? നമ്മുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. എന്ത് ഫോഴ്സ് ആണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. ക്ലിയർ അല്ലേ? ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് അല്ലെ, സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ് ചോദിച്ചത്? ആരാണ് ഈ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? ആരും അല്ല. നമുക്ക് നോക്കേണ്ട ആവശ്യം എന്താണ്? ഈ ഇലക്ട്രോണും ന്യൂക്ലിയസിനും ഇടയ്ക്ക് ഉണ്ടാകുന്ന എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇതാണ് ആര് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് പറയാം? അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് അവിടെ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആലോചിച്ച് വെച്ചോ, നിങ്ങൾ ഐഡിയ ആക്കി വെച്ചോ. എന്താണ് നമ്മുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇത്രയും പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്തേക്ക് മൂവ് ചെയ്യാണ്. സോ നമുക്ക് പഠിക്കാനുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഇമ്പാക്ട് പാരാമീറ്റർ, അതേപോലെ തന്നെ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാണ്ട്. സോ ശ്രദ്ധിച്ചിരുന്നോ? എന്താണ് ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരുന്നോ? അതിന്റെ കോൺസെപ്റ്റ് എന്താന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞാൽ ശ്രദ്ധിച്ചോ? ഇമ്പാക്ട് പാരാമീറ്റർ അല്ലെ. ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇമ്പാക്ട് പാരാമീറ്റർ ഇസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് the initial velocity vector of alpha particle from the center of the nucleus.
ക്ലിയർ അല്ലേ? സോ അവിടെ മാർക്ക് ചെയ്താൽ നോക്കിയേ, ഇതാ ഇവിടെ എന്താ എന്റെ ആറ്റം ഉണ്ടല്ലേ, ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ഇതാ അവിടെ കിടക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? നമ്മുടെ പോസിറ്റീവ് ചാർജ് എന്താണ് അവിടെ കിടക്കണല്ലേ, പോസിറ്റീവ് ചാർജിൽ എവിടെയാ ന്യൂക്ലിയസ് അതാ. സോ നമ്മുടെ ന്യൂക്ലിയസ് അവിടെ കിടക്കുന്നുണ്ട് അല്ലേ. സോ ന്യൂക്ലിയസിന്റെ സെന്റർ കാണിക്കാൻ വേണ്ടി ഈ ഒരു ലൈൻ അവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കേണ്ടത്, ഡോട്ടർ ചെയ്താൽ എക്സ്റ്റെൻഡ് ആക്കി വരച്ചിട്ടുണ്ട് അല്ലേ. അതെന്താ കാണിക്കുന്നത് നമ്മളെ? യെസ്, നമ്മൾ എന്താ ന്യൂക്ലിയസ് സെന്റർ ആണ് കാണിക്കുന്നത്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇതാ ഇവിടുന്ന് ഒരു ആൽഫ പാർട്ടിക്കിൾ ഞാൻ എമിറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഒരു ആൽഫ പാർട്ടിക്കിൾ ഇതാ ഇവിടുന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ അല്ലേ? ആൽഫ പാർട്ടിക്കിൾ വരുന്നുണ്ട് അല്ലെ. സോ ആൽഫ പാർട്ടിക്കിൾ വന്ന വെലോസിറ്റി അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി വെക്ടർ ആണ് അവിടെ വരച്ചിട്ടുള്ളത് അല്ലെ. സോ ആ ഒരു ഇനീഷ്യൽ വെലോസിറ്റി വെക്ടറും അതേപോലെ ന്യൂക്ലിയസിന്റെ സെന്ററുമായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ഇമ്പാക്ട് പാരാമീറ്റർ. ക്ലിയർ അല്ലേ? സോ ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ യെസ് എന്താ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആരൊക്കെയാ? ഇനീഷ്യൽ വെലോസിറ്റി വെക്ടർ, ആൽഫ പാർട്ടിക്കിൾ വരുന്ന ആ ഒരു ഇനീഷ്യൽ വെലോസിറ്റി വെക്ടറും നമ്മുടെ ന്യൂക്ലിയസിന്റെ സെന്ററുമായിട്ട് വരയ്ക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് വിളിക്കുക? യെസ്, ഇമ്പാക്ട് പാരാമീറ്റർ നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഇമ്പാക്ട് പാരാമീറ്റർ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് എല്ലാവരും കമന്റ് ബോക്സിൽ പറഞ്ഞോടാ. ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമന്റ് ബോക്സിൽ ധൈര്യമായിട്ട് പറയാം. ക്ലിയർ ആയോ ഇല്ലയോ? ഇമ്പാക്ട് പാരാമീറ്റർ എന്താ നിങ്ങൾക്ക് ക്ലിയർ ആയോ ഇല്ലയോ ഒന്ന് പറഞ്ഞേ. ഇമ്പാക്ട് പാരാമീറ്റർ നമ്മൾ അവസാനം പറഞ്ഞത് ഇമ്പാക്ട് പാരാമീറ്റർ ആണ്. സോ അത് ക്ലിയർ ആയോ ഇല്ലയോ? യെസ്, ക്ലിയർ. യെസ്, വെരി ഗുഡ്. യെസ്, ഓക്കെ. എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അടുത്തേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, യെസ്, കുറച്ച് പോലെ നമുക്ക് അവിടെ തന്നിട്ടുള്ളതാണ് those with a small impact parameter അല്ലേ. സോ ഇമ്പാക്ട് പാരാമീറ്റർ വെച്ച് അവിടെ എങ്ങനെയൊക്കെയാ സ്കാറ്ററിംഗ് നടക്കുന്നതാ പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ചോടാ. those with a small impact parameter അല്ലേ, സ്മോൾ ഇമ്പാക്ട് പാരാമീറ്റർ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? ഓരോ കളറിൽ വരച്ചല്ലേ. സോ സ്മോൾ ഇമ്പാക്ട് പാരാമീറ്റർ. സോ ഇതാണ് നമ്മുടെ എന്ത്, നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ വരുന്നത് വെച്ചോ, അല്ലെങ്കിൽ നമ്മളെ സെന്റർ ആണ് കാണിക്കുന്നത് വെച്ചോ. ഇത് നമ്മളെന്താണ്? ന്യൂക്ലിയസിന്റെ സെന്റർ ആണ് കാണിക്കുന്നത്. ശ്രദ്ധിക്കണേ, ന്യൂക്ലിയസിന്റെ സെന്റർ അവിടെ കാണിച്ചിട്ടല്ലേ. സോ those with small impact parameter എന്ന് വെച്ചാൽ ഈ ഒരു സെന്ററുമായിട്ട് എന്ത് ചെയ്യണം? ചെറിയ ഡിസ്റ്റൻസിൽ വരുന്ന ആളായിരിക്കണം. ക്ലിയർ അല്ലേ? സോ ചെറിയ ഡിസ്റ്റൻസിൽ വരുന്ന ആൾക്കാരാ. സോ ഇങ്ങനെ ചെറിയ ഡിസ്റ്റൻസിൽ വരുന്ന ആൾക്കാർക്ക് എന്ത് സംഭവിക്കുന്ന പറഞ്ഞത്? സഫർ ലാർജ് സ്കാറ്ററിംഗ് എന്നാ പറഞ്ഞത് അല്ലെ. ഇയാൾക്ക് എന്ത് സംഭവിക്കും? ലാർജ് ആംഗിൾ ഇത് ഡീവിയേറ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? ചെറിയ ആംഗിളിലാണോ? അല്ല, വലിയ ആംഗിൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഡീവിയേറ്റ് ചെയ്ത്. സോ വലിയ ആംഗിൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ക്ലിയർ അല്ലേ? സോ ഇങ്ങനെ വന്ന നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നതാ? ഇങ്ങനെ പോകുന്നു. എന്താണ് അവിടെ ഉണ്ടാവുന്ന സ്കാറ്ററിംഗ് ആംഗിൾ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ക്ലിയർ അല്ലേ? അവിടെ എന്തായിരിക്കും? ആംഗിൾ ഓഫ് സ്കാറ്ററിംഗ് എന്തായിരിക്കും? അവിടെ കൂടുതലായിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സോ ഇതാണ് നമ്മുടെ എന്ത് പറഞ്ഞത്? യെസ്, ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറയാനുള്ളത് അല്ലെ. അടുത്ത എന്താ പറഞ്ഞത്? ആൽഫ പാർട്ടിക്കിൾ വിത്ത് ലാർജ് ഇമ്പാക്ട് പാരാമീറ്റർ അല്ലെ. ഇമ്പാക്ട് പാരാമീറ്റർ ലാർജ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു സെന്ററിൽ നിന്ന് കണ്ടതാ, ഈ ഒരു സെന്ററിൽ നിന്ന് എന്തായിരിക്കണം? ഒരുപാട് ദൂരം അകലെ ആയിട്ടായിരിക്കണം നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ പോകേണ്ടത് അല്ലെ. സോ എങ്ങനെ പോകില്ല? ആൽഫ പാർട്ടിക്കിൾ പോകുന്ന ആ ഡയറക്ഷനിലായിരിക്കണം അല്ലെ. സോ അങ്ങനെ ഒരുപാട് ദൂരത്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ, ഒരുപാട് ദൂരത്തൂടെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്തായിരിക്കും? ഇമ്പാക്ട് പാരാമീറ്റർ കൂടുതലായിരിക്കും. അത്തരം ആൾക്കാരുടെ സ്കാറ്ററിംഗ് ആംഗിൾ എന്തായിരിക്കും? വളരെ സ്മോൾ ആയിരിക്കും അല്ലെ. സ്മോൾ ആംഗിളിലാണ് എന്ത് ചെയ്യുക? അവര് യെസ് എന്ത് ചെയ്യുന്നത്? അവര് യെസ് എന്ത് ചെയ്ത് പോകുന്നത്? ഡിഫ്ലക്ട് ചെയ്ത് അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്ത് പോകുന്നത്. സോ ചെറിയ ആംഗിൾ മതി. സോ അത് ചെറിയ ആംഗിൾ മാത്രമേ പോകുള്ളൂ. സോ ചെറിയ ആംഗിൾ പോയി. ക്ലിയർ അല്ലേ? കുഴപ്പമില്ല. സോ ചെറിയ ഡീവിയേഷൻ മാത്രമേ അവിടെ സംഭവിച്ചുള്ളൂ. ഓക്കെ, തേർഡ് പോയിന്റ് നോക്കിയോ. സോ നമ്മൾ സെക്കൻഡ് പോയിന്റ് പറഞ്ഞു. സോ തേർഡ് പോയിന്റ് ഇതാണ്. ഇൻ ദ കേസ് ഓഫ് ഹെഡ് ഓൺ കൊളിഷൻ. എന്താ ഹെഡ് ഓൺ കൊളിഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് ഹെഡ് ഓൺ കൊളീഷൻ എന്ന് പറഞ്ഞാൽ? ഒന്ന് പറഞ്ഞടാ, എന്താണ് ഹെഡ് ഓൺ കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇത്രയുള്ള പരിപാടി. ഹെഡ് ഓൺ കൊളീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാടൊന്നും തല പോയിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ശ്രദ്ധിച്ചോ. ഹെഡ് ഓൺ കൊളീഷൻ എന്താ? നമ്മുടെ ന്യൂക്ലിയസ് നേരെ വരിക, അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ സെന്റർ കോൺസെൻട്രേറ്റ് വരിക. സോ ഇങ്ങനെ സെന്റർ കോൺസെൻട്രേറ്റ് വരുന്ന ഒരാളാണെങ്കിൽ അവർക്ക് എന്താ സംഭവിക്കുക? ആൾ നേരെ പോയി ഹിറ്റ് ചെയ്യും അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞ നോക്കിയേ, എന്ത് സംഭവിക്കുന്ന പറഞ്ഞേ? ഇൻ ദ കേസ് ഓഫ് head on collision the impact parameter, അവിടെ ഇമ്പാക്ട് പാരാമീറ്റർ ഉണ്ടോ? കാരണം കറക്റ്റ് സെന്ററിലൂടെ വരയ്ക്കുന്നത് അല്ലേ. സോ സെന്ററും ആ ഒരു വന്ന ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ ഉണ്ടാകുന്ന ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരുന്നു ഇമ്പാക്ട് പാരാമീറ്റർ. അത് കറക്റ്റ് സെന്ററിലൂടെ വരുന്ന സമയത്ത് ഇമ്പാക്ട് പാരാമീറ്റർ എത്ര വരിക? നിങ്ങൾ പറഞ്ഞോ, അവിടെ ഇമ്പാക്ട് പാരാമീറ്റർ എന്താ വരിക? നമ്മൾ ആ ഒരു കറക്റ്റ് ന്യൂക്ലിയസിന്റെ സെന്ററിലൂടെയാണ് നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇമ്പാക്ട് പാരാമീറ്റർ എന്തായിരിക്കും? നിങ്ങൾ പറഞ്ഞടാ, അവിടെ ഉണ്ടാകുന്ന ഇമ്പാക്ട് പാരാമീറ്റർ എന്തായിരിക്കും? നിങ്ങൾ പറഞ്ഞോ, എന്തായിരിക്കും അവിടെ ഉണ്ടാകുന്ന ഇമ്പാക്ട് പാരാമീറ്റർ? ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. അത് പറയാൻ
പറയാൻ അറിയുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുള്ള ഞാൻ നോക്കട്ടെ. നിങ്ങൾ പറഞ്ഞേ അവിടെ ഉണ്ടാകുന്ന ഇമ്പാക്ട് പാരാമീറ്റർ എന്തായിരിക്കും? ഞാൻ ഈ ചിത്രത്തിൽ ഗ്രീൻ കളർ വെച്ച് വരച്ച ഈ ഒരു നമ്മുടെ ആൽഫ പാർട്ടിക്കിളിന്റെ ഡയറക്ഷന്റെ ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറഞ്ഞേ. എന്തായിരിക്കും അതിന്റെ ഇമ്പാക്ട് പാരാമീറ്റർ വരിക? പെട്ടെന്ന് പറഞ്ഞടാ. എന്തായിരിക്കും അതിനെ ഇമ്പാക്ട് പാരാമീറ്റർ വരുന്നത്? പെട്ടെന്ന് പറഞ്ഞേ. യെസ്, ഓക്കെ. അവിടെ എന്ത് വരും? നമ്മുടെ ഇമ്പാക്ട് പാരാമീറ്റർ എന്താ വരിക? 0. കാരണം കറക്റ്റ് സെന്ററിലൂടെ അല്ലേ പോകുന്നത്. കാരണം ഈ സെന്ററും നമ്മുടെ എന്താണ് ഇനീഷ്യൽ വെലോസിറ്റി വെക്ടറും തമ്മിൽ ഉണ്ടാവുന്ന ഈ ഒരു ഡിസ്റ്റൻസ് ആയിരുന്നു ഇമ്പാക്ട് പാരാമീറ്റർ. അത് നമ്മൾ സെന്ററിലൂടെ പോയപ്പോൾ എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. ക്ലിയർ അല്ലേ? 0 ആണ്. സോ അങ്ങനെ ഇമ്പാക്ട് പാരാമീറ്റർ 0 ആണെങ്കിൽ അത്തരം ആൾക്കാർ എന്ത് സംഭവിക്കുന്ന പറഞ്ഞത്? ദ ആൽഫ പാർട്ടിക്കിൾ റീട്രേസസ് ഇറ്റ്സ് പാത്ത്. അതെങ്ങനെയാണോ പോയത് അത് അതേ വഴിക്ക് എന്ത് ചെയ്യും? അത് തിരിച്ച് റീബൗണ്ട് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പൊ എങ്ങനെയാണോ ആള് പോയത് അതേ വഴിക്ക് ആൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടുന്ന് തിരിച്ച് പുറകോട്ടേക്ക് വരുന്നുണ്ട്. വരും. ഒരു സംശയം വേണ്ട. സോ നമുക്ക് എന്താണ് ഇമ്പാക്ട് പാരാമീറ്റർ 0 ആണെങ്കിൽ നമ്മളെ ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? റീട്രേസ് ചെയ്യപ്പെടും. ഓക്കെ അല്ലേ? ഇമ്പാക്ട് പാരാമീറ്റർ വളരെ സ്മോൾ ആണെങ്കിൽ ലാർജ് ആംഗിൾ എന്ത് ചെയ്യുന്നത്? ഡീവിയേറ്റ് ചെയ്യും. ഇമ്പാക്ട് പാരാമീറ്റർ ലാർജ് ആണെങ്കിൽ അത് ചെറിയ ആംഗിൾ സ്മോൾ ആംഗിൾ ഡീവിയേറ്റ് ചെയ്യും. ഇത്രേ പരിപാടിയുള്ളൂ. സോ ജസ്റ്റ് ആ ഒരു കാര്യം മാത്രമേ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ടോപ്പിക്കിലേക്ക് പോടാ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ അല്ലയോ? നിങ്ങൾ പറഞ്ഞേ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പറയാം. ഒരു മടിയും കാണിക്കണം. നിങ്ങൾ പറഞ്ഞോ. യെസ്, പറഞ്ഞേ. ഓക്കെ, ഓക്കെടാ. സെറ്റ്. അങ്ങനെ എന്ത് ചെയ്യാം? യെസ്, നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു. എന്താണ് നമ്മളെ? യെസ്, ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. ക്ലിയർ അല്ലേ? സോ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എന്ത് ഇമ്പാക്ട് പാരാമീറ്റർ പറഞ്ഞ ഒരാളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? സോ നമുക്ക് നോക്കാം. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് ആണ് അല്ലെ. നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് തന്നെ വായിച്ചു നോക്കാം. നമുക്ക് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാം? അതിലേക്ക് എത്താം. ഓക്കെ അല്ലേ? കൺസിഡർ ആൽഫ പാർട്ടിക്കിൾ അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ആൽഫ പാർട്ടിക്കിൾ നമ്മൾ എന്ത് ചെയ്യാണ്? കൺസിഡർ ചെയ്യാണ്. ക്ലിയർ അല്ലേ? ഓഫ് മാസ് m ആണ്. വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി v യുമാണ്. v മൂവ്സ് ടുവേർഡ്സ് ദ ന്യൂക്ലിയസ് ഓഫ് ചാർജ് Z അല്ലേ. നമ്മളെ ന്യൂക്ലിയസിന്റെ ചാർജ് എന്താണ്? Z ആണ് അല്ലെ. ജനറൽ ആയിട്ട് പറഞ്ഞോളൂ അല്ലെ. ZE എന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ? ZE ആണ് എന്താ? യെസ്, നമ്മുടെ എന്ത് നമ്പറാ? യെസ്, അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് കാണിക്കുന്നത് അല്ലെ. സോ Z into E എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. ടുവേർഡ്സ് ദ ന്യൂക്ലിയസ് ഓഫ് ചാർജ് ഈസ് എന്താണ്? ZE ആണ്. അത് ആരും ആയിക്കോട്ടെ അല്ലെ. ജനറൽ ആയിട്ട് പറഞ്ഞോളൂ അല്ലെ. നമ്മൾ ഇന്ന ആളാന്ന് പറഞ്ഞില്ല. ആരെടുത്താലും നമ്മൾ ഇങ്ങനെ പറയാൻ പറ്റും. സോ ZE എന്ന് നമ്മൾ പറയാണ്. ഓക്കെ അല്ലേ? രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് എന്താ? As it approaches the nucleus, its kinetic energy progressively decreases due to electrostatic force of repulsion from the nucleus ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിൻ്റെ അകത്ത് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് അല്ല, ഇമ്പാക്ട് പാരാമീറ്ററിനകത്ത് നമ്മൾ ഈ ഒരു പോയിന്റ് നോക്കിയേ. ഹെഡ് ഓൺ കൊളീഷൻ അല്ലേ. ഇത് നമുക്ക് ഇന്ന് ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യാം. ഈ ഒരു സാധനം മാത്രം നമുക്ക് എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഒന്ന് കാര്യമായിട്ട് നമുക്ക് നോക്കാം അല്ലെ. ഇൻ ദ കേസ് ഓഫ് ഹെഡ് ഓൺ കൊളീഷൻ അല്ലെ, നേരെ വരിക വെച്ചാൽ അല്ലെ, നമ്മുടെ ന്യൂക്ലിയസ് ഇവിടെ ഉണ്ട്. ആള് നേരെ വരിക. നേരെ വരുന്ന സമയത്ത് നമുക്കറിയാം എന്താണ്? അത് എപ്പോഴും എന്തേ ചെയ്യുള്ളൂ? തട്ടി തിരിച്ചു പോവുള്ളൂ. ക്ലിയർ അല്ലേ? അത് തട്ടി തിരിച്ചു പോകണമെങ്കിൽ അല്ലെ, നമ്മളുടെ ന്യൂക്ലിയസിന് എന്ത് ചാർജ് വേണമെന്നാ പറഞ്ഞത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. നിങ്ങൾക്കറിയാം ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് എന്താ പറഞ്ഞേ? അത് ആർക്കൊക്കെ അറിയാം? ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് അറിയാത്തവരാരെങ്കിലും? ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് എന്താ പറഞ്ഞേ? എന്താണ് ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് വരുന്നത്? ഒന്ന് പറഞ്ഞടാ. ആൽഫ പാർട്ടിക്കിളിന് എന്ത് ചാർജ് ആണുള്ളത്? പറഞ്ഞോ. ആൽഫ പാർട്ടിക്കിളിന് എന്ത് ചാർജ് ആണ് ഉള്ളത്? പറഞ്ഞേ. ആൽഫ പാർട്ടിക്കിൾ എന്ത് ചാർജ് ആണുള്ളത്? യെസ്, ഒരു സംശയം വേണ്ട. എന്ത് ചാർജ് ആണ്?
യെസ് പോസിറ്റീവ് ചാർജ് ആണ്. ക്ലിയർ അല്ലേ? സോ ഒരു പോസിറ്റീവ് ചാർജ് പോയ വഴിക്ക് തിരിച്ചു വരണമെങ്കിൽ അല്ലെ, പോയ വഴിക്ക് തിരിച്ചു വരുന്നുണ്ട്. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, യെസ് ഒരു വലിയ ആംഗിൾ ഡിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട് അല്ലെ, ചില ആൾക്കാരെ കുറച്ചേ ഉള്ളൂ അല്ലെ, അങ്ങനെ ഡിഫ്ലക്ട് ചെയ്ത് പോകുന്നുള്ളൂ. ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ന്യൂക്ലിയസിന്റെ അകത്തേക്കൊന്നും വന്ന് വീഴുന്നില്ല അല്ലെ. എപ്പോഴും എന്താ ചെയ്യുന്നത്, ഈ ന്യൂക്ലിയസുമായിട്ട് അകന്ന ഐറ്റങ്ങൾ പോകുന്നത് അല്ലെ. ഒന്ന് നമുക്ക് നോക്കാം, നേരെ ഒരു നാളെടുക്കാം, അത് നമുക്ക് പെട്ടെന്ന് പറയാലോ അല്ലെ. സോ നേരെ ഒരു നാൾ എന്ത് ചെയ്യുന്നുണ്ട്, നേരെ വരികയായിരുന്നു അല്ലെ, വന്നിട്ട് അത് പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അത് തിരിച്ച് അതിന്റെ വഴിക്കായിട്ട് പോവുകയും ചെയ്തു. ഇതാ സംഭവിക്കുന്നത്. അങ്ങനെയാണ് ന്യൂക്ലിയസിന്റെ ചാർജ് എന്തായിരിക്കും വരിക? യെസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, വരുന്ന ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് പോസിറ്റീവാ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരുണ്ടെങ്കിലാണ് അതെന്ത് ചെയ്യുന്നത്, റിപ്പൽ ചെയ്ത് അതിന്റെ വഴിക്ക് തിരിച്ചു പോകുന്നത്. അങ്ങനെ ന്യൂക്ലിയസിന് എന്ത് ചാർജ് വേണം? എന്ത് ചാർജ് ആയിക്കോളാം? പറഞ്ഞോ എന്ത് ചാർജ് ആയിക്കൊണ്ടാവാ? പറഞ്ഞേ, ന്യൂക്ലിയസിന്റെ അകത്ത് എന്ത് ചാർജ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്? പറഞ്ഞടാ. യെസ് അഗൈൻ യെസ്, എന്താണ്? പോസിറ്റീവ് ചാർജ് വേണം. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞാണല്ലേ, നമ്മളെ പോസിറ്റീവ് ചാർജുകൾ കോൺസെൻട്രേറ്റ് എടുക്കുന്ന അവിടെയാണ്, നമ്മുടെ ന്യൂക്ലിയസിലാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് അല്ലെ. ജസ്റ്റ് ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ക്ലിയർ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യാണ്, യെസ് ഒരു ആൽഫ പാർട്ടിക്കിൾ നേരെ വരിക അല്ലെ. സോ നേരെ വന്നിട്ട് ഇത് ആക്ച്വലി തട്ടുന്നുണ്ടോ? തട്ടുന്നില്ല അല്ലെ. ഒരു ഡിസ്റ്റൻസ് വരെ വരും അല്ലെ. എന്ന് വെച്ചാൽ എന്ത് ചെയ്യാണ്, യെസ് ഇത് വന്നോണ്ടിരിക്കുക. എന്ന് വെച്ചാൽ എന്ത് എനർജിയാ ഉള്ളത് നോക്കിയേ, അതിന് എന്ത് എനർജിയാ ഉള്ളത്? യെസ് എന്ത് എനർജിയാണ് ഇതിന് പൊസസ് ചെയ്യുന്നത്? യെസ് കൈനറ്റിക് എനർജി അല്ലെ. ആള് വി വെലോസിറ്റിയിൽ വന്നോണ്ടിരിക്കുക. സോ കൈനറ്റിക് എനർജി അല്ലെ. പക്ഷെ എന്ത് ചെയ്യാണ്, അടുത്തേക്ക് എത്തും തോറും പോസിറ്റീവാ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവുക അല്ലെ. സോ റിപ്പൾഷൻ കാരണം എന്ത് ചെയ്യാണ്, അവിടെ സ്പീഡ് കുറഞ്ഞു വരിക. അങ്ങനെ കുറഞ്ഞ് യെസ് ഈ ഒരു ന്യൂക്ലിയസിന് ഒരു ചെറിയ ഡിസ്റ്റൻസ് അകലെയായിട്ട് എന്ത് ചെയ്യും, ഇയാൾ കൂടി സ്റ്റോപ്പ് ആവും അല്ലെ. എന്ന് വെച്ചാൽ അവിടെ ആര് സീറോ ആയി, കൈനറ്റിക് എനർജി സീറോ ആയി. അവിടെ എന്തായിട്ട് മാറി, എല്ലാ കൈനറ്റിക് എനർജി എന്തായിട്ട് മാറി? യെസ് എന്തായിട്ട് മാറും? എന്തായിട്ട് മാറുന്ന വെച്ചാൽ എത്രയേ ഉള്ളതാണ്. യെസ് അത് എന്തായിട്ട് മാറും, നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവും അല്ലെ. ആസ് ഇറ്റ് അപ്രോച്ചസ് ദ ന്യൂക്ലിയസ് ഇറ്റ്സ് കൈനറ്റിക് എനർജി പ്രോഗ്രസീവ്ലി ഡിക്രീസസ് എന്നാ പറഞ്ഞത് അല്ലെ. എന്ത് ചെയ്യുന്നുണ്ട്, കൈനറ്റിക് എനർജി കുറഞ്ഞു വരും. ആര് കാരണം? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ കാരണമാണ് അല്ലെ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ കാരണം ഇതിന്റെ വെലോസിറ്റി ഇങ്ങനെ കുറഞ്ഞ് എന്ത് ചെയ്യും, അവസാനം അത് എന്ത് ചെയ്യും, സീറോ ആയിട്ട് മാറും അല്ലെ. ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് അകലായിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ഡിസ്റ്റൻസ് അകലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ വെലോസിറ്റി സീറോ ആയിട്ട് മാറുന്നു അല്ലെ. അറ്റ് സം ഡിസ്റ്റൻസ് d ഫ്രം ദ ന്യൂക്ലിയസ് ദ ആൽഫ പാർട്ടിക്കിൾ കം ടു റെസ്റ്റ് ആണ് അല്ലെ. കം ടു റെസ്റ്റ്, നമ്മൾ ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ, യെസ് വെലോസിറ്റി കുറഞ്ഞ് ഒരു ചെറിയ പോർഷൻ ഓഫ് ടൈം അവിടെ റെസ്റ്റിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട് ഫോർ എ മൊമെന്റ് ആൻഡ് റീട്രേസസ് ഇറ്റ് പാത്ത് അല്ലെ. അവിടെ വന്ന് നിന്ന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, അത് തിരിച്ചെന്ത് ചെയ്യുന്നുണ്ട്, അത് വന്ന വഴിക്ക് തിരിച്ച് റിപ്പൽ ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട്. യെസ് അടുത്ത നോക്കിയോ, അടുത്ത നമ്മൾ പറയാൻ പോകുന്നതാണ് അറ്റ് ദ ഡിസ്റ്റൻസ് d അല്ലെ. ആ ഒരു ഡിസ്റ്റൻസ് d അല്ലെ, നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ ഇതാ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആൽഫ പാർട്ടിക്കിൾ നമ്മളുടെ ഈ ഒരു ന്യൂക്ലിയസിൽ നിന്ന് ഒരു d ഡിസ്റ്റൻസ് അകലെ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ വെലോസിറ്റി അവിടെ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ആവും അല്ലെ. അവിടെ വെലോസിറ്റി എന്താകുന്നുണ്ട്, സ്റ്റോപ്പ് ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ അർത്ഥം എന്താ, കൈനറ്റിക് എനർജി അവിടെ സ്റ്റോപ്പ് ആവുന്നുണ്ട് അല്ലെ. എന്ന് വെച്ചാൽ അവിടെ എന്തായിട്ട് മാറുന്നു, ഇറ്റ്സ് കൈനറ്റിക് എനർജി ഈസ് കംപ്ലീറ്റ്ലി അല്ലെ. അവിടെ കൈനറ്റിക് എനർജി കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. എന്തായിട്ടാ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് അവിടെ കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ക്ലിയർ ആണോ? എന്ത് ചെയ്യുന്നു, യെസ് നമ്മളെ വെലോസിറ്റിയിൽ വന്നുകൊണ്ടിരുന്ന ഒരാളാ. വെലോസിറ്റി ഉണ്ടെങ്കിൽ അവിടെ എന്ത് എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട് അല്ലെ. അപ്പൊ കൈനറ്റിക് എനർജി പൊസ് ചെയ്ത് വന്നുകൊണ്ടിരുന്ന ആളാ. അപ്പൊ വരുന്തോറും എന്ത് ചെയ്യും, റിപ്പൽഷൻ കാരണം അതിന്റെ വെലോസിറ്റി കുറഞ്ഞ് ഒരു പോർഷത്തിൽ വന്ന് സീറോ ആവും. എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി സീറോ ആയി. ആര് മാക്സിമം ആവണം? യെസ് നമുക്കറിയാം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്താ, എനർജി അവിടെ നഷ്ടപ്പെടാൻ പാടില്ല. ക്ലിയർ അല്ലേ, അല്ലെങ്കിൽ നശിച്ചു പോകാൻ പാടില്ല. അപ്പോൾ എന്തായിട്ട് മാറുക ചെയ്തത്, ആ കൈനറ്റിക് എനർജി മൊത്തം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു. ക്ലിയർ അല്ലേ. ദ ഡിസ്റ്റൻസ് d ഈസ് കോൾഡ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. എന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് വെച്ചാൽ എന്താ, ഇറ്റ് ഈസ് ദ മിനിമം ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ്. ഒരു പാർട്ടിക്കിളിന് വരാൻ പറ്റിയ മിനിമം ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസിൽ ആരായിട്ട് മാറുന്നു, ആ പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. ഈ കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. അതിനേക്കാൾ അടുത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ആൽഫ പാർട്ടിക്കിളിന് അടുത്ത് പോകാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? ആ ഒരു ഡിസ്റ്റൻസ് വരെ അടുത്ത് പോകാൻ പറ്റുള്ളൂ. അവിടെ വന്ന് നിന്ന് ആ ഒരു കൈനറ്റിക് എനർജി അല്ലെ, നമ്മുടെ കൈനറ്റിക് എനർജി എന്തായിട്ട് മാറുന്നു ഇവിടെ, യെസ് കൈനറ്റിക് എനർജി കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് മാറുകയാണ്, അവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുകയാണ്. ക്ലിയർ അല്ലേ? കൈനറ്റിക് എനർജി മൊത്തം എന്തായിട്ട് അവിടെ ചേഞ്ച് ആവും, നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, നേരെ തിരിച്ചെന്ത് ചെയ്യുന്നു, അത് അതിന്റെ പാത്ത് റീട്രേസ് ചെയ്ത് തിരിച്ച്
പുറക്ക് പോകുന്നു. ഇതാണ് പരിപാടി. ക്ലിയർ അല്ലേ? കുഴപ്പമില്ലടാ. യെസ്, സെറ്റ്, ഓക്കെടാ. സോ ഇതാണ് നമ്മുടെ എന്ത്? യെസ് എന്നാ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇതാണ്. ക്ലിയർ അല്ലേ? എന്നുവെച്ചാൽ എത്രയുള്ളതാണ്? ഇറ്റ് ഇസ് എ മിനിമം ഡിസ്റ്റൻസ് ആണ്. വേറെ എന്താണ്? യെസ്, നമ്മുടെ പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി എന്തായിട്ട് മാറണം? കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ക്ലിയർ ആണോ? ക്ലിയർ. സർ, ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവ് ആണെന്ന് എങ്ങനെയാ മനസ്സിലാവുക? ആണടാ, അത് ഞാൻ പറഞ്ഞതാണ് നിങ്ങൾക്കല്ലേ. അതങ്ങനെയാണ്. ആൽഫ പാർട്ടിക്കിളിൽ പോസിറ്റീവ് ചാർജ് ആണ് ഉള്ളത്. ക്ലിയർ അല്ലേ? യെസ്, ആൽഫ പാർട്ടിക്കിൾ യെസ്. ഓക്കെ. സോ എന്നിട്ട് നമ്മുടെ ആൽഫ പാർട്ടിക്കിളിന് പോസിറ്റീവ് ചാർജ് ആണുള്ളത്. ക്ലിയർ അല്ലേ? സോ പോസിറ്റീവും നമ്മുടെ ന്യൂക്ലിയസിനകത്ത് പോസിറ്റീവ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്തുകൊണ്ടിരിക്കും. ക്ലിയർ? ആ റിപ്പൽഷൻ കാരണം എന്ത് ചെയ്യുന്നത്? അവിടെ വെലോസിറ്റി കുറഞ്ഞ് 0 ആയിട്ട് മാറുന്നത്. ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ അടുത്തേക്ക് പോകാൻ പോവാണ് അല്ലേ? സോ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാരണം അല്ലേ? ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ നമ്മുടെ പറയാൻ പറഞ്ഞു. നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് അല്ലെ, നമ്മളെ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് ഡിക്ക് നമ്മൾ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. സോ അതിന് വേണ്ടി എനിക്ക് ആദ്യം വേണ്ടത് എന്താണ്? ദി ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ. നിങ്ങൾക്ക് അറിയാം, ആൽഫ പാർട്ടിക്കിൾ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ എന്താ? ½ mv² ആണ്. ½ mv² ആണ്. ക്ലിയർ അല്ലേ? ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ ന്യൂക്ലിയർ സിസ്റ്റം വെൻ ദേ ആർ അറ്റ് എ ഡിസ്റ്റൻസ് d ആണ്. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിന്റെ സമയത്ത് അവിടെ എന്തുണ്ടാവും? യെസ്, നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം എന്ന് പറഞ്ഞല്ലേ, അവിടെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ? നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് നമ്മൾ പഠിച്ചത് എന്താണ്? 1/4πε0 Q1 Q2/R. ഇതാണ് നമ്മുടെ എന്ത്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ക്ലിയർ അല്ലേ? സോ നമ്മൾ ഓരോന്നും പറയുന്നുണ്ടല്ലേ? യെസ്, നോക്കിക്കോ. യെസ്, നോക്കിയേ. ഇവിടെ നമ്മൾ രണ്ട് ചാർജുകൾ പറഞ്ഞു. നോക്കിയേ, ഒന്ന് നമ്മൾ ആൽഫ പാർട്ടിക്കിൾ, ഒരാളാണ് നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ, രണ്ടാമത്തെ ആളാണ് നമ്മുടെ യെസ് ആരെയാണോ വെച്ചത് അയാളുടെ ന്യൂക്ലിയസ് ആണ് എടുക്കുന്നത് അല്ലേ? സോ അതിന്റെ ചാർജ് ഇവിടെ ഉണ്ട്. നോക്കി, ആരാ ചാർജ് ഉള്ളത്? Z ആണല്ലേ. ആൽഫ പാർട്ടിക്കിൾ എന്താണ്? 2e ആണ് വരിക. ക്ലിയർ അല്ലേ? സോ ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് എന്താണ്? 2e ആണ്. അതേപോലെ തന്നെ ഏത് പാർട്ടിക്കിൾ ആണോ അല്ലെ, ആരാണ് നമ്മൾ അവിടെ എടുക്കുന്നത് അല്ലേ? സോ നമ്മൾ എടുത്ത എന്താ? ഗോൾഡ്. നമ്മുടെ റൂദർഫോർഡ് എടുത്ത എന്താ? യെസ്, ഗോൾഡ് ഫോയിൽ. അതുകൊണ്ട് ഗോൾഡിന്റെ ആറ്റം അവിടെ ഉണ്ടാവും. ക്ലിയർ അല്ലേ? അതേപോലെ നമ്മൾ ആരെയാണോ എടുക്കുന്നത് അവരുടെ നമ്മൾ എന്ത് വിളിച്ചു അവിടെ? യെസ്, ചാർജിനെ Ze എന്ന് വിളിക്കുകയാണ്. Z എന്ന് പറഞ്ഞതാണ് അറ്റോമിക് നമ്പർ ആണല്ലേ. സോ Z × E എന്ന് പറയാണ്. ഓക്കെ അല്ലേ? Z എന്ന് പറയാണ്. ക്ലിയർ ആണോ? സോ Q1 ആരാണ് ഇവിടെ? യെസ്, 2e ആണ്. Q2 ആരാണ് അവിടെ? 2e എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് ആണ് കേട്ടോ. സോ Q2 ആരാണ് നമ്മുടെ? ആരെയാണോ എടുക്കുന്നത് അവരുടെ യെസ് ചാർജ് ആണ്. സോ അതിനെന്താണ്? ജനറലി എന്ത് വിളിക്കുകയാണ്? Ze എന്ന് വിളിക്കുകയാണ്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. സോ U ഈസ് നമുക്ക് എന്ത് പറയാം? യെസ്, 1/4πε0 2e into Ze/R. R എന്തായിട്ട് മാറി അവിടെ? യെസ്, D ആയിട്ട് മാറി അല്ലേ? ആ ഡിസ്റ്റൻസ് എത്രയാ? യെസ്, D ആണ്. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിന്റെ സമയത്തുള്ള കാര്യം പറഞ്ഞല്ലേ? സോ അവിടെ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് എത്രയാ? D ആണ്. D ആയിട്ടാണ് നമ്മൾ എടുത്തത് അല്ലേ? സോ നമുക്ക് എന്താ കിട്ടി? പൊട്ടൻഷ്യൽ എനർജി. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി നമ്മൾ അവിടെ കണ്ടുപിടിക്കുകയും ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പറഞ്ഞ എന്താ? ഈ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിന്റെ അകത്ത് അല്ലേ, ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിന്റെ അകത്ത് നമ്മൾ എന്ത് പറഞ്ഞു? കൈനറ്റിക് എനർജി കംപ്ലീറ്റ് ആയിട്ട് ആരായിട്ട് മാറുന്നു? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നു. സോ നമുക്ക് ധൈര്യമായിട്ട് എങ്ങനെ എഴുതാം? കൈനറ്റിക് എനർജി ഈസിക്വൽ ടു എന്ത് പറയാം? നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആരാ? 1/4πε0 2e into Ze/D എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഇതിൽ നമുക്ക് ആരെയാണ് വേണ്ടത്? ഇതിൽ നമുക്ക് ആരെയാണ് ആവശ്യം? നമ്മുടെ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചാ. സോ ആ ബൈ ഡി എന്ത് ചെയ്യാം? ഇക്വേഷൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഇവിടെ ഉള്ള ഇൻറ്റു കെയിൻ എന്ത് ചെയ്യാം? നമുക്ക് നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ക്ലിയർ അല്ലേ? സോ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? നോക്കുകയോ ഒന്ന് ശ്രദ്ധിച്ചോ. നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി? യെസ്, ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് D ഈസ് കൂടെ നമുക്ക് എന്ത് പറയാം? 1/4πε0 2e into Ze/ കൈനറ്റിക് എനർജി എന്ന് പറയാം. കൈനറ്റിക് എനർജി പറയാം. സോ ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിന്റെ ഇക്വേഷൻ. എന്താണ്? 1/4πε0 2e Ze/ കൈനറ്റിക് എനർജി എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? 2e Ze/ കൈനറ്റിക് എനർജി നമ്മൾ വിളിക്കുന്നു. ക്ലിയർ അല്ലേ?
കുഴപ്പമില്ലല്ലോ, സിമ്പിൾ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്നുള്ളൂ. ആകെ നമുക്ക് എന്ത് അറിഞ്ഞാൽ മതി, ഈ ഒരു കൈനറ്റിക് എനർജിന്റെ എക്സ്പ്രഷൻ അറിയാം, അതേപോലെ തന്നെ ഈ ഒരു പൊട്ടൻഷ്യൽ എനർജിന്റെ എക്സ്പ്രഷൻ അറിയാം. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ രണ്ട് ചാർജ് നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ക്ലിയർ അല്ലേ? ഇത്രയും പരിപാടിയുള്ളൂ. ക്ലിയർ ആണോ? ഇതങ്ങനെ വലിയൊരു ഡെറിവേഷൻ പോലെ പഠിച്ചേക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എങ്ങനെയാ വന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കി വെച്ചേ പറ്റുള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്തയിലേക്ക് പോവാം. ക്ലിയർ അല്ലേ? യെസ്, നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്തയിലേക്ക് പോവാണ്. അടുത്ത നോക്കിയേ, നമ്മളെ കയ്യിൽ ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ അല്ലേ? സോ an alpha particle having kinetic energy 5 mega electron volt അല്ലേ? സോ 5 mega electron volt ആണ്. is found to be scattered by a gold nucleus അല്ലേ? ഗോൾഡിന്റെ ന്യൂക്ലിയസ് അല്ലെ, ഗോൾഡ് ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ആണ് നമ്മൾ എടുക്കുന്നത് അല്ലെ? ത്രൂ 180 ഡിഗ്രി 180 ഡിഗ്രി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവര് റിപ്ലൈ എന്ന് വെച്ചാൽ എന്താ, തിരിച്ചു പോകുന്നുണ്ട് അർത്ഥം. ക്ലിയർ അല്ലേ? കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് അല്ലെ? നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ആ ഒരു അറ്റോമിക് നമ്പർ അല്ലെ, ഗോൾഡിന്റെ അറ്റോമിക് നമ്പർ തന്നിട്ടുള്ളതാണ് Z=79 ആണ്. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാം അല്ലെ? നമ്മൾ തന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിയേക്കാം അല്ലെ? നമ്മുടെ കൈനറ്റിക് എനർജി എന്താണ് അവിടെ? ഓക്കെ, കൈനറ്റിക് എനർജി എന്തുണ്ട്, 5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ് അല്ലെ? 5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ക്ലിയർ അല്ലേ? ഈസ് ഫൗണ്ട് ടു ബി സ്കാറ്റേർഡ് ബൈ എ ഗോൾഡ് ന്യൂക്ലിയസ് ആണല്ലേ? എത്ര ഡിഗ്രിയിലാ? ആംഗിൾ എത്രയാ? 180 ഡിഗ്രി ആണ്. ക്ലിയർ അല്ലേ? ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് നമ്മൾ കണ്ടുപിടിക്കണം. Z എത്രയാണ്? യെസ്, 79 ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. സോ നമുക്കൊന്ന് കാൽക്കുലേറ്ററിന്റെ ആവശ്യമുണ്ട്. സോ നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്യേണ്ട കാര്യമാണ്. സോ നമ്മൾ എന്ത് ചെയ്യാം, എങ്ങനെ ചെയ്യണം ഞാൻ പറഞ്ഞ ബാക്കി നിങ്ങൾ എന്ത് ചെയ്യാം, കാൽക്കുലേറ്റർ കണ്ടുപിടിക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ എന്താണ്, നമ്മുടെ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു. എന്താണ്? D = 1/4πε0 2E × ZD by kinetic energy ആണ്. ഓക്കെ അല്ലേ? സോ നമുക്ക് നേരെ എഴുതാം. എന്താണ്? 1/4πε0 2E into ZE by നമ്മുടെ കൈനറ്റിക് എനർജി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ക്ലിയർ അല്ലേ? നേരെ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. D = 1/4πε0 ആണ്. എന്താണ് നമ്മുടെ വാല്യൂ? എന്താണ്? 9 × 10⁻⁹ ആണ്. ഇൻറ്റു 2 × E അല്ലേ? നമ്മൾക്കറിയാം അല്ലെ? നമുക്കറിയാം ഒരാളുടെ ചാർജ് എത്രയാണ് അല്ലെ? ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്? 1.6 × 10⁻⁹ ആണ്. ക്ലിയർ അല്ലേ? ഇൻറ്റു Z എത്രയാ? 79 ആണ്. ഇൻറ്റു അല്ലെ? നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇലക്ട്രോണിക് ചാർജ് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ 79 എന്ത് വരും? അഗൈൻ 1.6 × 10⁻⁹ കൂളം വരും അല്ലെ? ബൈ അവിടെ ആരുണ്ട്? നമ്മുടെ കൈനറ്റിക് എനർജി എന്താണ്? 5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണല്ലേ? മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണല്ലേ? സോ എന്ത് ചെയ്യണേ? യെസ്, നമ്മൾ യെസ് അതിൽ എന്താക്കി മാറ്റുന്നു? വോൾട്ട് ആക്കി മാറ്റുന്നു. സോ എന്ത് ചെയ്യും അവിടെ? 5 മെഗായ. സോ മെഗാ എന്നതാണ് 10⁻⁶ ആണല്ലേ? ഇലക്ട്രോൺ വോൾട്ട് പറയുമ്പോൾ എന്ത് ചെയ്യണം നമ്മളതിനെ? യെസ്, ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? 1.6 × 10⁻⁹ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഇവിടെ നമുക്ക് അത് വേണം എന്ത് ചെയ്യാം, ഒരാൾ നമുക്ക് വേണം എന്ത് ചെയ്യാം, അവിടുന്ന് ഇപ്പൊ തന്നെ ക്യാൻസൽ ചെയ്യാം അല്ലെ? ബാക്കി നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ കാൽക്കുലേറ്ററിൽ കാൽക്കുലേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് അതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇവിടെ കമന്റ് ചെയ്യണം അല്ലെ? അത്രയും മീറ്റർ ആയി നമുക്ക് എന്ത് കിട്ടുക, യെസ് നമുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് കിട്ടുക അല്ലേ? സോ അത്രയും മീറ്റർ ആണ് എന്ത് ചെയ്യുക, നമ്മുടെ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് കിട്ടുക. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വാല്യൂ നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കുക. ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആയോ? വാല്യൂ ഒന്നുമില്ല, നമ്മൾ ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇക്വേഷനകത്ത് നമുക്ക് തന്ന വാല്യൂസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വേറെ ഒരു പരിപാടി അതില്ല, വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ക്ലിയർ അല്ലേ? ബാക്കിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മാത്തമാറ്റിക്സ് സ്റ്റൈലുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കണം. നിങ്ങൾ മൈൻഡിൽ വേണേൽ കണ്ടുപിടിക്കാം, കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്ന കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. സോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ വഴി വെച്ച് നിങ്ങളുടെ മാത്തമാറ്റിക്കൽ സ്കിൽ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടുപിടിച്ചോളാം. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ ആണ്, നമ്മൾ എന്ത് ചെയ്യുന്നു, യെസ് അടുത്തേക്ക് പോകാൻ പോവാടാ. ഇത്രയും കാര്യം ഓക്കെ ആണോ? യെസ്, ഓക്കെ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ യെസ് അടുത്തേക്ക് പോവാണ്. എന്താണ് നമ്മൾ അടുത്ത്, എന്താണ് ലിമിറ്റേഷൻസ് ഓഫ് റൂദർഫോർഡ് മോഡൽ അല്ലെ? നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താ, റൂദർഫോർഡിന്റെ യെസ് അറ്റോമിക് മോഡലിന്റെ യെസ് ന്യൂക്ലിയർ, നമ്മളെ അറ്റോമിക് മോഡൽ എന്താണ്, ലിമിറ്റേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? സോ മെയിൻ ആയിട്ട് നമുക്ക് എന്താണ്, രണ്ട് ലിമിറ്റേഷൻ ആണല്ലേ, 2 മെയിൻ ഡിഫിക്കൽട്ടീസ് ആണ് ഇതിൽ നമുക്ക് യെസ് തോന്നിയിട്ടുള്ളത് അല്ലെ? ആദ്യത്തെ ഡിഫിക്കൽട്ടി അല്ലെ, ആദ്യത്തെ ലിമിറ്റേഷൻ നമുക്ക് നോക്കാം അല്ലെ. ഇറ്റ് പ്രെഡിക്ട്സ് ദാറ്റ് ആറ്റംസ് ആർ അൺസ്റ്റേബിൾ അല്ലെ? ഈ ഒരു മോഡൽ വെച്ച് നമുക്ക് ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി നമുക്ക് പറയാൻ കഴിയുന്നില്ല.
ക്ലിയർ അല്ലേ? സോ ഇതെന്താ ചെയ്യുന്നത് നമുക്ക്? യെസ്, ഇതൊരു ആറ്റം അൺസ്റ്റേബിൾ ആയതുപോലെയാണ് ഈ ഒരു തിയറി നമുക്ക് മുന്നോട്ടേക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എന്താ അത് കാരണം അല്ലെ? നമ്മളോട് പറഞ്ഞതാണ് ഈ ന്യൂക്ലിയസിന് ചുറ്റും ആര് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്? ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന് എന്ത് പുറത്തേക്ക് ഇങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും? റേഡിയേഷൻ അല്ലെ റേഡിയന്റ് എനർജി ഇങ്ങനെ പുറത്തേക്ക് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു പാർട്ടിക്കിൾ കറങ്ങിക്കൊണ്ടിരിക്കുക സമയം ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുക അല്ലെ? സോ ഇലക്ട്രോൺ ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോകുന്ന സമയത്ത് ആ ഇലക്ട്രോൺ എന്ത് ചെയ്യും? റേഡിയന്റ് എനർജി ഇങ്ങനെ പുറത്തോട്ടേക്ക് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ എനർജി കുറഞ്ഞ് എന്ത് ചെയ്യും? അതിന്റെ റേഡിയസ് കുറഞ്ഞ് അത് സ്പൈറൽ ഡൗൺ ചെയ്ത് ഇങ്ങനെ എന്ത് ചെയ്യും? അതിന്റെ റേഡിയസ് കുറഞ്ഞ് അവസാനം എവിടെ വന്ന് വീഴും? നമ്മുടെ ന്യൂക്ലിയസിൽ വന്നു വീഴും. എന്ന് വെച്ചാൽ എന്താ കാണിക്കുന്നത്? അതിന്റെ ആറ്റത്തിന്റെ അൺസ്റ്റേബിലിറ്റി ആണ് അവിടെ കാണിക്കുന്നത്. ക്ലിയർ അല്ലേ? എന്ന് വെച്ചാൽ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? കുഴപ്പമില്ല. സോ ഒന്ന് വായിക്കാം. ഇറ്റ് പ്രെഡിക്ട്സ് ദാറ്റ് ആറ്റംസ് ആർ അൺസ്റ്റേബിൾ ആണെന്നാ പറയുന്നത്. ബിക്കോസ് the accelerated electrons revolving around the nucleus loses energy അല്ലെ? ലോസസ് അവിടെ എനർജി ലോസ് ഉണ്ടാവുക and must spiral into the nucleus ആണല്ലേ? അവിടെ എന്ത് ചെയ്യും? അവര് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ന്യൂക്ലിയസ് എന്ത് ചെയ്യും? സ്പൈറലി എന്ത് ചെയ്യും? അതിന്റെ റേഡിയസ് കുറഞ്ഞ് സ്പൈറൽ ഡൗൺ ചെയ്ത് എന്ത് ചെയ്യും? നേരെ വന്ന് ന്യൂക്ലിയസിലേക്ക് വന്ന് വീഴും. ക്ലിയർ അല്ലേ? സോ മസ്റ്റ് സ്പൈറൽ ഇൻ ടു ന്യൂക്ലിയസ് എന്നാ പറഞ്ഞത് അല്ലെ? ദിസ് കോൺട്രാഡിക്ട്സ് ദ സ്റ്റെബിലിറ്റി ഓഫ് എ മാറ്റർ അല്ലെ? ഇതെന്ത് പറയുന്നില്ല? നമ്മളുടെ ഒരു മാറ്ററിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് പറയാൻ കഴിയുന്നില്ല. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ അല്ലയോ? ഇത്രയുള്ള പരിപാടി ഒന്നുമില്ല. നമ്മളെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ പുള്ളിക്കാരൻ പറഞ്ഞുള്ളൂ അല്ലെ? ഇങ്ങനെ റിവോൾവ് ചെയ്യാണ് അല്ലെങ്കിൽ ആക്സിലറേറ്റ് ചെയ്യുന്ന പാർട്ടികൾ എന്ത് ചെയ്യും? റേഡിയന്റ് എനർജി പുറത്തേക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും അല്ലെ? അങ്ങനെ റേഡിയന്റ് എനർജി അല്ലെങ്കിൽ എനർജി ഇങ്ങനെ ലോസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ എനർജി ലോസ് ചെയ്ത് എന്ത് ചെയ്യും? അയാൾക്ക് വയ്യ, ഇനി കറങ്ങാൻ വയ്യ. അപ്പൊ അയാൾ എന്ത് ചെയ്യും? അയാൾ ഡിസ്റ്റൻസ് ഇങ്ങനെ കുറഞ്ഞ് സ്പൈറൽ ഡൗൺ ചെയ്ത് എന്ത് ചെയ്യും? അത് നേരെ ന്യൂക്ലിയസിലേക്ക് വന്ന് വീഴുന്നു. ക്ലിയർ ആണോ? അങ്ങനെ രണ്ടാമത്തെ വായിക്കാം. ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക് ലൈൻ സ്പെക്ട്ര ഓഫ് ആറ്റംസ് അല്ലെ? അവിടെ എന്ത് ചെയ്യില്ല? പല ആറ്റത്തിന്റെയും ലൈൻ സ്പെക്ട്രം ഇതിന് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. സോ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഈ ഒരു റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ എന്ത് ചെയ്യുന്നില്ല? യെസ്, പല ആറ്റത്തിന്റെയും ലൈൻ സ്പെക്ട്രത്തിനെ കുറിച്ച് ഒരു ഐഡിയ തരുന്നില്ല അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ ഈ ഒരു രണ്ട് മെയിൻ ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ആണ് നമുക്ക് റൂദർഫോർഡിന്റെ അറ്റോമിക് മോഡലുമായിട്ട് നമുക്ക് പറയാനുള്ളത്. സോ എന്ത് ചെയ്യുന്നു? നേരെ നമ്മുടെ അടുത്തേക്ക് പോവാണ്. നമ്മുടെ ഏതാണ്? നമ്മുടെ ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം അല്ലെങ്കിൽ ബോർ മോഡലിനെ കുറിച്ചാണ് പറയാനുള്ളത്. നമുക്ക് ഇത് ഡിലീറ്റഡ് പോർഷൻ ആണെങ്കിൽ കൂടി നമുക്ക് എന്തുണ്ട് കുറച്ചുകൂടെ പറയേണ്ടത്. കാരണം നമ്മൾ അവസാനത്തേക്ക് ഡീബ്രോയിന്റെ ഇക്വേഷൻ പറയുന്ന സമയത്ത് നമുക്ക് ആവശ്യമുണ്ട്. ക്ലിയർ അല്ലേ? സോ അതിന് വേണ്ടി മാത്രം ഞാൻ എന്താണ് ഈ ഒരു ബോർ മോഡലിന്റെ കുറച്ച് പോയിന്റ്സ് മാത്രം ഞാൻ പറയാടാ. നോക്കിക്കോ. അത് നമ്മൾ ആദ്യം പറഞ്ഞ ബോറിന്റെ പോസ്റ്റുലേറ്റ്സിന്റെ അത് ആദ്യത്തെ പോയിന്റ് ആണ്. ബോർസ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് an electron in an atom revolves in a certain stable orbit. അതാണ് അവിടെ സ്ട്രെസ് ചെയ്യേണ്ടത് അല്ലേ? എന്ത് ഓർബിറ്റ് ആണ്? സ്റ്റേബിൾ ഓർബിറ്റ് ആണല്ലേ? സോ എന്തായിരുന്നു? ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന പുള്ളിക്കാരൻ പറഞ്ഞല്ലേ? സോ എന്തിൻ്റെ അകത്താണ്? സ്റ്റേബിൾ ഓർബിറ്റിന്റെ അകത്താണ്. വിത്തൗട്ട് ദ എമിഷൻ ഓഫ് എനി റേഡിയൻ എനർജി അല്ലേ? ഒരു തരത്തിലുള്ള റേഡിയൻ എനർജി എന്ത് ചെയ്യുന്നില്ല? ഈ ഒരു ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നില്ല. ഒന്നുമില്ല. നമ്മളുടെ ലിമിറ്റേഷനിൽ പറഞ്ഞ നേരെ എന്ത് ചെയ്തു? അയാളൊന്ന് അതൊന്ന് ക്രമീകരിച്ച് എന്താക്കി മാറ്റി? അതവിടെ കറക്റ്റ് ആയിട്ട് അവരെ എന്ത് ചെയ്തു? അവിടെ മാർക്ക് ചെയ്ത് വെച്ചു. അത്രയേ ഉള്ളൂ. എന്താണ്? നമ്മൾ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് ഒരു സ്റ്റേബിൾ ഓർബിറ്റിലാണ്. അവിടെ എന്ത് എമിഷൻ നടക്കുന്നില്ല? റേഡിയന്റ് എനർജിയുടെ എമിഷൻസ് അവിടെ നടക്കുന്നില്ല. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് ഇതാണ് പറഞ്ഞത്. സെക്കൻഡ് പോസ്റ്റുലേറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇലക്ട്രോൺസ് റിവോൾവ്സ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഓൺലി ദോസ് orbits for which the angular moment അല്ലെ? അവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? യെസ്, ആംഗുലാർ മൊമെന്റത്തിനെ കുറിച്ചാണ് പറയുന്നത്. ശ്രദ്ധിക്കണേ. യെസ്, എന്താണ്? ആ ഓർബിറ്റിന്റെ ആംഗുലാർ മൊമെന്റം ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ. ശ്രദ്ധിക്കണം, ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ആരാണ്? h/2π ആണ്. ക്ലിയർ അല്ലേ? സോ ഈ ഒരു ഇലക്ട്രോൺ ഏത് ഓർബിറ്റിലൂടെയാണോ മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിവോൾവ് ചെയ്യുന്നത്, ആ ഒരു ഓർബിറ്റിന്റെ ആംഗുലാർ മൊമെന്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും വരിക? h/2π ഇന്റിജർ മൾട്ടിപ്പിൾ ആയിരിക്കും വരിക. അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നത്? ആംഗുലാർ മൊമെന്റം L, അതിന്റെ ഇക്വേഷൻ ആണ് എന്ത് വരിക? mvr എന്ന് വരിക അല്ലെ? mvr ആണ് നമ്മൾ എന്ത് ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ വരുന്നത് അല്ലെ? അതെന്തായിരിക്കും പറഞ്ഞത്? ഓക്കെ, h/2π നോക്കണം. h/2π എന്താണ് പറഞ്ഞത്? ഇന്റിജർ മൾട്ടിപ്പിൾ എന്നാ പറഞ്ഞത്.
കണ്ടോ n ഡിനോട്ട് ചെയ്യുന്നത് എന്താ ഇന്റിജേഴ്സിനെ അല്ലെ n എന്ന് പറഞ്ഞാൽ എന്താവാം യെസ് 1 ആവാം 2 ആവാം അങ്ങനെ എക്സെട്ര അപ് ടു എങ്ങനെ വരാൻ പോവാം ക്ലിയർ അല്ലേ സോ എന്താ പറയുന്നത് യെസ് എസ് എന്താണ് നമ്മുടെ ആ ഓർബിറ്റിന്റെ ആംഗുലർ അല്ലെങ്കിൽ ആ ഓർബിറ്റിലൂടെ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ ആംഗുലാർ മൊമെന്റ് എന്ന് വെച്ചാൽ എന്താണ് വരിക യെസ് അവിടെ ഉണ്ടാകുന്ന h/2πന്റെ ഇന്റിജർ മൾട്ടിപ്പിൾ ആയിരിക്കും വരിക അത്ര ഇത് പറഞ്ഞു സോ നമ്മളെ ഇക്വേഷൻ കിട്ടിയ എന്താണ് നമ്മളെ അത് വെച്ച് നമുക്ക് കിട്ടിയുള്ള ഇക്വേഷൻ എന്താ ഒന്ന് പറഞ്ഞേ യെസ് എന്താണ് L ഈക്വൽ എന്താണ് mvr ദാറ്റ് ഈസ് ഈക്വൽ എന്താണ് nh/2π ക്ലിയർ അല്ലേ വേറെ n ഈസ് കോൾഡ് എന്താ n നമ്മൾ വിളിക്കുന്നത് എന്താ നോക്കിയതാ ഇതാണ് നമ്മൾ n നെ വിളിക്കുന്നതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്താണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അതെന്തായിരിക്കും ഫസ്റ്റ് ഓർബിറ്റിന് 1 ആയിരിക്കും വരിക സെക്കൻഡ് ഓർബിറ്റിന് ആ ക്വാണ്ടം നമ്പർ n ഈസ് ഈക്വൽ എന്തായിട്ട് 2 ആയിട്ട് മാറും തേർഡ് ഓർബിറ്റിന് n ഈസ് ഈക്വൽ എന്ത് വരും 3 വരും ക്ലിയർ അല്ലേ സോ ഓരോ ഓർബിറ്റ് മാറുന്നതനുസരിച്ച് ആ ഓർബിറ്റ് എന്ത് വരും ഓരോരോ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആയിരിക്കും ഉണ്ടാവുക ക്ലിയർ ആണോ കുഴപ്പമില്ലല്ലോ യെസ് സെറ്റ് ഓക്കെ സോ നമ്മൾ എന്ത് ചെയ്യുന്നു യെസ് അടുത്തേക്ക് പോവാണ് സോ അടുത്ത പോയിന്റ് അല്ലേ നമ്മുടെ തേർഡ് പോസ്റ്റ്ലേറ്റ് ആണ് പറഞ്ഞത് തേർഡ് ആൻഡ് ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് അവസാനത്തേക്ക് ആവശ്യമുള്ളതുമായിട്ടുള്ള ഒരു പോസ്റ്റ്ലേറ്റ് ആണത് നോക്കി വെച്ചോ ശ്രദ്ധിച്ചോ എന്താ പറഞ്ഞത് തേർഡ് പോസ്റ്റ്ലേറ്റ് സ്റ്റേറ്റ് ദാറ്റ് എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത് മൂന്നാമത്തെ പോസ്റ്റ്ലേറ്റ് എന്താ പറയുന്നത് when an electron make a transition from അല്ലേ when an electron make a transition from high energy level to lower energy level photons is emitted അല്ലെ photons is emitted ആണ് എന്ന് വെച്ചാൽ ഹൈ എനർജി ലെവലിന് ലോ എനർജി ലെവലിലേക്ക് ഒരാൾ വരിക അല്ലെങ്കിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യാണ് ഹൈ ഓർബിറ്റിൽ നിന്ന് അല്ലെ ഹയർ ഓർബിറ്റിൽ എന്തായിരിക്കും ഹൈ എനർജി ആയിരിക്കും ലോവർ ഓർബിറ്റിൽ എന്തായിരിക്കും എനർജി കുറവായിരിക്കും സോ ഹൈ ഓർബിറ്റിൽ നിന്ന് താഴോട്ടേക്ക് ഒരാൾ വരിക അല്ലെ ഏതാ നോക്കിയേ ഇതാ ഇവിടെയാണ് ആദ്യം ഒരു ഇലക്ട്രോൺ ഉള്ളത് ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യാണ് യെസ് ലോവർ ഓർബിറ്റിലേക്ക് വരികയാണ് അല്ലെ സോ ലോവർ ഓർബിറ്റിലേക്ക് വരികയാണ് എന്ന് വെച്ചാൽ ഇവിടെ എന്താണ് നമ്മുടെ ഇനീഷ്യൽ എനർജി ആയിരുന്നു അല്ലെ അല്ലെങ്കിൽ ആദ്യമുള്ള എനർജി ആണ് അല്ലെ ഇവിടെ എന്താണ് നമ്മുടെ ഫൈനൽ എനർജി ആയിട്ട് മാറി ക്ലിയർ അല്ലേ എന്ന് വെച്ചാൽ അവിടെ എന്തുണ്ടാവും ഒരു ചേഞ്ച് ഇൻ എനർജി ഉണ്ടാവും അല്ലെ ചേഞ്ച് ഇൻ എനർജി ഡെൽറ്റ ഇ എന്ന് വിളിക്കുകയാണ് അല്ലെ സോ ആ ഒരു ചേഞ്ച് ഇൻ എനർജി അവിടെ എന്തായിട്ട് അവർ പുറത്തേക്ക് വിടുന്നത് നോക്കിയേ ദാ എനർജി ആയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട് പുറത്തേക്ക് വിടുകയാണ് ക്ലിയർ അല്ലേ അല്ലെങ്കിൽ ഫോട്ടോൺസ് ആയിട്ട് അല്ലെങ്കിൽ റേഡിയന്റ് എനർജികളായിട്ട് അല്ലെങ്കിൽ റേഡിയേഷൻസ് ആയിട്ട് അവർ എന്ത് ചെയ്യുന്നു പുറത്തേക്ക് വിടുകയാണ് സോ റേഡിയേഷൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ പുറത്തേക്ക് എനർജി എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് ക്ലിയർ അല്ലേ സോ നിങ്ങൾക്ക് അറിയാം ഫോട്ടോന്റെ എനർജിന്റെ ഇക്വേഷൻ എന്താണ് h nu ആണ് അല്ലെ ആ h nu ആർക്ക് ഈക്വൽ ആയിരിക്കും ഞാനിവിടെ പറഞ്ഞ ഈ ഒരു ചേഞ്ച് ഇൻ എനർജിക്ക് ഈക്വൽ ആയിരിക്കും ഡെൽറ്റ ഇക്ക് ഈക്വൽ ആയിരിക്കും ഓക്കെ അല്ലേ സോ ഡെൽറ്റ ഇക്ക് ഈക്വൽ ആണ് അങ്ങനെ നമുക്ക് എന്ത് പറയാം h nu ഈക്വൽ നമുക്ക് എന്ത് പറയാം ഡെൽറ്റ i എന്ന് പറഞ്ഞാൽ എന്താ ഫൈനൽ എനർജി മൈനസ് ഇനീഷ്യൽ എനർജി ആണ് അതാണ് നമ്മൾ ഇതാ ഈ മുകളിലുള്ള ഈ ഒരു ഇക്വേഷനിലൂടെ ഡിനോട്ട് ചെയ്യുന്നുള്ളൂ അല്ലെ h nu ഈക്വൽ ആണ് ഈ f മൈനസ് ഇ അല്ലെങ്കിൽ ഫൈനൽ എനർജി മൈനസ് ഇനീഷ്യൽ എനർജി ഓക്കെ അല്ലേ ഓക്കെ അല്ലടാ സോ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളെ അടുത്തേക്ക് പോവാണ് ഇൻ ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ക്വാണ്ടൈസ്ഡ് ഏതാണ് നിങ്ങൾ പറഞ്ഞേ ഏതാണ് ഇവിടെ ക്വാണ്ടൈസ്ഡ് ആയിട്ട് കിടക്കുന്നത് ഒരു സംശയം വേണ്ട നമ്മുടെ ആൻസർ ബി ആണ് അല്ലെ ആംഗുലാർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺസ് ആണ് അവിടെ ക്വാണ്ടൈസ്ഡ് ആയിട്ട് കിടക്കുന്നത് ആംഗുലാർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ ക്ലിയർ അല്ലേ സോ നമ്മള് അടുത്തേക്ക് മൂവ് ചെയ്യാൻ പോവാണ് റേഡിയസ് ഓഫ് nth ഓർബിറ്റ് ആണ് ഇതിന്റെ നമുക്ക് ഡെറിവേഷൻ ആദ്യം പഠിക്കാനുണ്ടായിരുന്നു പക്ഷെ എന്തില്ല ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് അത് നോക്കേണ്ട ആവശ്യം ഇല്ല ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ജസ്റ്റ് അതിന്റെ ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി നമുക്ക് അതിന്റെ എന്താ ആവശ്യമില്ല എന്താ ആവശ്യമില്ല അതിന്റെ ഡെറിവേഷൻ പാർട്ട് നമുക്ക് ആവശ്യമില്ല എല്ലാവരും പോടാ ആരും ഇല്ല ഇവിടെ ഒന്ന് വന്നേ എല്ലാവരും ഒന്ന് റിപ്ലൈ തന്നേ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല ഇവിടെ എന്തിന്റെ ആവശ്യമില്ല നമുക്ക് അതിന്റെ ഡെറിവേഷന്റെ ആവശ്യമില്ല ജസ്റ്റ് ആ ഒരു റേഡിയസിന്റെ ഇക്വേഷൻ മാത്രം പഠിച്ചുക r ഈക്വൽ എന്താണ് n സ്ക്വയർ h സ്ക്വയർ എപ്സിലോൺ 0 ബൈ പൈ m e സ്ക്വയർ ഇതാണ് നമ്മുടെ എന്ത് വരിക നമ്മുടെ ആ ഒരു റേഡിയസ് ഓഫ് nth ഓർബിറ്റിന്റെ ഇക്വേഷൻ വരുന്നത് റേഡിയസ് ഓഫ് nth ഓർബിറ്റ് ക്ലിയർ അല്ലേ ഈ ഒരു ഇക്വേഷൻ വെച്ച് നമ്മൾ ക്ലിയർ ആണ് നോക്കിക്കേ ഈ ഒരു ഇക്വേഷൻ വെച്ച് നമ്മൾ ക്ലിയർ ആണ് ഇവിടെ ഈ ഒരു ആറും നമ്മുടെ ഈ ഒരു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും തമ്മിൽ എന്ത് പ്രൊപ്പോർഷണാലിറ്റി കാണിക്കുന്നത് ഡയറക്റ്റ് പ്രൊപ്പോർഷണാലിറ്റി അല്ലേ സോ നമുക്ക് ഡയറക്റ്റ് ചെയ്താം എന്താണ് R is directly proportional to n square ആണ് R is directly proportional to n square ആണ് ശ്രദ്ധിക്കണം R is directly proportional to n square ആണ് സോ ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ പോവാണ് R അല്ലേ nth ഓർബിറ്റിന്റെ സോ Rn ഈക്വൽ നമുക്ക് എന്ത് പറയാം R1 n square എന്ന് പറയാം R1 n square എന്ന് പറയാം ക്ലിയർ അല്ലേ വേണേ നമുക്ക് പറയാൻ എളുപ്പത്തിൽ എന്ത് പറയാം Rn ഈക്വൽ എന്താണ് n square R1 എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ക്ലിയർ അല്ലേ സോ ഇതാണ് നമ്മുടെ എന്ത് വരിക nth ഓർബിറ്റിന്റെ എന്ത് വരുന്നത് നമ്മളെ ഈ കാണാനുള്ള ഇക്വേഷൻ എന്താണ് Rn ഈക്വൽ എന്താണ് n square R1 ആണ് വേറെ n എന്താണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ് R1 എന്ന് പറഞ്ഞാൽ എന്താ ഫസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസുമാണ് ക്ലിയർ ആണോ യെസ്
ക്ലിയർ അല്ലേ? യെസ്, അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞോ. നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. നോക്കിയോ, നമുക്ക് അടുത്ത് കാണാനുള്ള എന്താ, ദ റേഡിയോ ഓഫ് ദി സ്റ്റേഷനറി ഓർബിറ്റ്സ് ആർ ഇൻ ദ റേഷ്യോ അല്ലേ? സ്റ്റേഷനറി ഓർബിറ്റ്സിന്റെ യെസ് അവിടെ എന്താ വരിക, റേഡിയന്റെ റേഷ്യോ എങ്ങനെ ഉണ്ടാവും ചോദിച്ചാൽ അല്ലേ? നമുക്കറിയാം R1ൻ്റെത് ഞാൻ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലെ. R1ന് എന്താണ് ഞാൻ 1 ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ R2 എന്തായിരിക്കും വരിക? നിങ്ങൾ പറഞ്ഞേ എന്തായിരിക്കും? n സ്ക്വയർ R1 R1ന്റെ 1 ആണല്ലേ. സോ R2 എന്ത് വരും? യെസ്, എന്ത് വരും അവിടെ? 2 സ്ക്വയർ ഇൻറ്റു R1 എന്താ 1 ആണ്. 2 സ്ക്വയർ ഇൻറ്റു 1 എന്താ 4 ആണ്. ഇനി R3ന്റെ എന്ത് വരും? യെസ്, 3 സ്ക്വയർ ഇൻറ്റു R1 എന്താ 1 തന്നെയാണ് അല്ലെ. എന്ത് വരും അവിടെ? യെസ്, 9 വരും അല്ലെ. R4 എന്തായിരിക്കും? ഫോർത്ത് ഓർബിറ്റ് എന്ത് വരും? യെസ്, 4 സ്ക്വയർ ഇൻറ്റു 1 എന്താ വരിക? 16 വരും. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ റേഷ്യോ അങ്ങനെ ഉണ്ടാവും. യെസ്, R1ന്റെ 1 ആണ്. ഈസ്റ്റു എന്ത് വരും? യെസ്, 4:9 എന്ത് വരും? 16 അല്ലെ. ഇത്തരത്തിലാണ് എന്ത് ചെയ്യുക നമ്മുടെ ആ ഒരു റേഷ്യോ മൂവ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? എന്ന് വെച്ചാൽ സ്ക്വയർ ആയിട്ടാണ് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ക്ലിയർ അല്ലേ? സോ ആ ഒരു റേഷ്യോ നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും ഒന്ന് ആലോചിച്ച് വെക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അടുത്തേക്ക് പോവാണ്. ഇൻ ദ ബോർസ് ഹൈഡ്രജൻ ആറ്റം മോഡൽ ദ റേഡിയസ് ഓഫ് ദി സ്റ്റേഷനറി ഓർബിറ്റ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആസ് എന്ന് വെച്ചാൽ എന്ത് ഇക്വേഷൻ നമ്മൾ പറയാൻ പറ്റുക? യെസ്, അവിടെ നമുക്ക് ഓൾറെഡി പഠിച്ചാണ്. യെസ്, എന്താണ് സ്റ്റേഷനറി ഓർബിറ്റിലെ റേഡിയസ് ഓഫ് nth ഓർബിറ്റ് Rn ഈസ് പ്രൊപ്പോർഷണൽ ടു എന്ത് പ്രൊപ്പോർഷണാലിറ്റിയാ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്താണ്? n സ്ക്വയർ ആണ് അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം? ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാം. ആരെ കൊടുക്കാം? കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി കൊടുക്കാം. സോ Rn ഈസ് നമുക്ക് എന്ത് പറയാം? R1 ഇൻറ്റു n സ്ക്വയർ പറയാം. സോ ഇതാണ് നമ്മുടെ ആ ഒരു സംഭവം പറയുന്ന റിലേഷൻ ഇത്രയേ ഉള്ളൂ. Rn ഈസ് എന്നാണ് R1 n സ്ക്വയർ എന്ന് പറയാം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ് അബി, ഹായ് ഹായ് എടാ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എന്ത് യെസ് എന്ത് വരിക നമ്മുടെ ആ ഒരു കണക്ട് ചെയ്യുന്ന ആരൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാ യെസ് റേഡിയസ് ഓഫ് ദി സ്റ്റേഷനറി ഓർബിറ്റും അതേപോലെ തന്നെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? യെസ്, സോ നമുക്ക് എന്ത് ചെയ്യാമോ അടുത്തേക്ക് പോവാണ്. ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. സോ നമ്മൾ പറഞ്ഞ തേർഡ് പോസ്റ്റലേറ്റ് പറഞ്ഞ എന്താ നമ്മുടെ ബോറിന്റെ തേർഡ് പോസ്റ്റലേറ്റ് എന്താ പറഞ്ഞത് അല്ലെ? ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യാണ് ഹൈ എനർജി ലെവലിൽ നിന്ന് ലോ എനർജി ലെവലിലേക്ക് വരുന്ന സമയത്ത് അവര് എനർജി എന്ത് ചെയ്യുന്നുണ്ട് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. റേഡിയേഷൻ സൈഡ് എനർജി എക്സിബിറ്റ് ചെയ്യുന്നത് അല്ലെ? ആ പുറത്തേക്ക് വരുന്ന റേഡിയന്റ് എനർജിയുടെ സ്പെക്ട്രം ആണ് ഇവിടെ കാണിക്കുന്നത് അല്ലെ? എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? മെയിൻ ആയിട്ട് നിങ്ങൾ ഓൾറെഡി പഠിച്ചതായിരിക്കും അല്ലെ? ഏതൊക്കെ സ്പെക്ട്രങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്? ലൈമൻ സീരീസ് ഉണ്ട്, ബാൽമർ സീരീസ് ഉണ്ട്, പാഷൻ സീരീസ് ഉണ്ട്, അതേപോലെ ബ്രാക്കറ്റ് സീരീസും ഉണ്ട്. ക്ലിയർ അല്ലേ? സോ നിങ്ങൾ നോക്കിയാൽ അറിയാം അല്ലെ? സോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ശ്രദ്ധിച്ചേ ഇവിടെ നമ്മുടെ ലൈമൻ സീരീസിന്റെ അകത്ത് അല്ലെ നമ്മുടെ എന്നിന്റെ വാല്യൂ എത്രയാ? യെസ് അല്ലെ എങ്ങോട്ടേക്കാണ് വരുന്നത്? ഫൈനൽ അല്ലെ ഫൈനൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എങ്ങോട്ടായിരിക്കും? 1ലേക്കാ അല്ലെങ്കിൽ നമ്മുടെ എങ്ങോട്ടേക്കാണ് വരിക? യെസ് നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ലെ ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ലെങ്കിൽ n ഈക്വൽ ടു 1ലേക്കാണ് വരുന്നത്. എവിടുന്നാ വരുന്നത്? 2 എന്ന് വരാം അല്ലെ 3 എന്ന് വരാം, n ഈക്വൽ ടു 3 എന്ന് വരാം, n ഈക്വൽ ടു 4 എന്ന് വരാം, n ഈക്വൽ ടു 5 എന്ന് വരാം അല്ലെ? ഇത്രയും എന്ത് ചെയ്യാം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ത് ചെയ്യാം? യെസ് ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് വരാം? 1ലേക്ക് വരാം അല്ലെ? അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ലൈൻസ് വെച്ചാൽ കാണിച്ചതോ 2 എന്ന് വരുന്നുണ്ട് കണ്ടോ? 2 എന്ന് വരുന്നുണ്ട്, 3 എന്ന് വരുന്നുണ്ട്, 4 എന്ന് വരുന്നുണ്ട്, 5 എന്ന് വരുന്നുണ്ട്, അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ അല്ലേ? ഇനി ബാൽമർ ആണെങ്കിലോ n ഈക്വൽ ടു 2 അല്ലെ? ഫൈനൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എങ്ങോട്ടേക്ക് എത്തേണ്ടത്? ഫൈനൽ എന്ന് പറഞ്ഞാൽ എന്താ എവിടേക്ക് എത്തുന്നു? എവിടേക്കാ? 2ലേക്ക് എത്തുന്നുണ്ട്. എവിടെ നിന്നൊക്കെ എത്തുക? 3 എന്ന് വരാം, 4 എന്ന് വരാം, 5 എന്ന് വരാം, 6 എന്ന് വരാം കേട്ടോ. ഇനി അടുത്ത എവിടെയാ? പാഷൻ എവിടേക്കാ? യെസ് പാഷന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എവിടെയാണുള്ളത്? യെസ് എവിടെയാണുള്ളത്? യെസ് 3ലാണ് അല്ലെ? n ഈക്വൽ ടു 3ലേക്ക് എന്ന് വെച്ചാൽ NF അല്ലെ ഫൈനൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എവിടേക്ക് ആയിരിക്കണം? യെസ് 3ലേക്ക് ആയിരിക്കണം. സോ 3 എവിടെ നിന്നൊക്കെ വരാം? 4 എന്ന് വരാം, 5 എന്ന് വരാം, 6 എന്ന് വരാം അല്ലെ 7 എന്ന് വരാം, ഇവിടുന്ന് വേണമെങ്കിൽ വരാം. ക്ലിയർ അല്ലേ? ബ്രാക്കറ്റിലാണെങ്കിലോ n ഈക്വൽ എവിടേക്കും വരാം? 4 ആയിരിക്കും വരാം. സോ ഇവിടെ നിന്നൊക്കെ വരാം 5 എന്ന് വരാം, 6 എന്ന് വരാം, 7 എന്ന് വരാം. ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മുടെ സ്പെക്ട്രം ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. സോ ഈ ഒരു ഫിഗർ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് മനസ്സിൽ എന്ത് ചെയ്യുക? ഒന്ന് കുറിച്ച് വെച്ചോളാം. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ആ പേര് ഒന്ന് എന്ത് ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്കുക. ഏതൊക്കെയാണ്? ലൈമൺ സീരീസ്, ബാൽമർ സീരീസ്, പാഷന്, ബ്രാക്കറ്റ് അല്ലെ? അവസാനം ഒരാളുണ്ടെന്നാണ് ഫണ്ടാണ്. പക്ഷേ അത് നമുക്ക് ഇതിൽ പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത്രയും ആൾക്കാരെ പറഞ്ഞാൽ മതി. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം അടുത്തതാ പറയാനുള്ളതാണ് ഫോർ ലൈമൺ സീരീസ് അല്ലെ ഫൈനൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എത്രയാണ്? ഫൈനൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എത്രയാ? 1 ആണ്. എന്ന് വെച്ചാൽ 1ലേക്കാണ് വരേണ്ടത് അല്ലെ? എവിടെ നിന്നൊക്കെ വരാം? 2 എന്ന് വരാം, 3 എന്ന് വരാം, 4 എന്ന് വരാം. ക്ലിയർ അല്ലേ? അടുത്ത എന്താണ്? ബാൽമർ സീരീസ് ആണല്ലേ? അടുത്തതാണുള്ളത് ബാൽമർ സീരീസ് ആണല്ലേ? സോ ലൈമൺ സീരീസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത എന്താണുള്ളത്? നമ്മള് ബാൽമർ സീരീസ് അല്ലെ? ബാൽമർ സീരീസിന്റെ ഫൈനൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എവിടെയാണ്? 2 ആണ്. ക്ലിയർ അല്ലേ? 2 ആണ് അല്ലെ? 2ലേക്കാണ് എന്ത് ചെയ്യേണ്ടത്? എത്തേണ്ടത് അല്ലെങ്കിൽ 2ലേക്കാണ് ഇലക്ട്രോൺസ് വന്നു ചേരേണ്ടത് അല്ലെ? എവിടെ നിന്നൊക്കെ വരാം അല്ലെ? ഇനീഷ്യലി എവിടെ നിന്നൊക്കെ വരാം? 3 എന്ന് വരാം, 4 എന്ന് വരാം, 5 എക്സെട്രാ. അവിടുന്ന് മോളോട്ടേക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആള് വരാം. ക്ലിയർ അല്ലേ? ഇനി പാഷന്റെ അകത്താണെങ്കിലോ? പാഷന്റെ അകത്താണെങ്കിൽ എവിടേക്കാണ് വന്നു ചേരേണ്ടത്? യെസ് NF ഈക്വൽ എന്താണ്? 3 ആണ് അല്ലെ? എവിടെ നിന്നൊക്കെ വരാം? ആ ഒരു 4, 5, 6 അങ്ങനെ മോളോട്ടേക്കുള്ള ഏത് ഓർബിറ്റിന് വേണമെങ്കിലും വരാം അല്ലെ? ഇനി ബ്രാക്കറ്റിന്റെ അകത്താണെങ്കിലോ NF ഈക്വൽ എന്താ വരിക? അല്ലെങ്കിൽ ഫൈനൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്താ വരിക? 4 ആണ് വരുന്നത്. ഇനീഷ്യലി എവിടെ
നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യാതെ 5 സ്റ്റാർട്ട് ചെയ്യാം, 6 സ്റ്റാർട്ട് ചെയ്യാം, 7 സ്റ്റാർട്ട് ചെയ്യാം, മുകളിലോട്ടേക്കുള്ള ഏത് ഓർബിറ്റ് എന്ത് ചെയ്യാം, അത് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങോട്ടേക്ക് എത്തണം, 4ലേക്ക് എത്തണം. ക്ലിയർ ആണോ? സോ ഇത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു ലൈമൻ, ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട് നമുക്ക് ഇതിനകത്ത് ഇല്ല, ഫണ്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നുള്ളൂ അല്ലെ. സോ അതിൽ നമുക്ക് ആദ്യം പറയാൻ എന്താ നോക്കി, ഈ ലൈമൻ സീരീസ് അല്ലേ, ലൈമൻ സീരീസ് ഏത് സ്പെക്ട്രത്തിനകത്ത് വിടുന്നതാണ്, അൾട്രാ വയലറ്റ് റീജിയനകത്ത് വിടുന്നതാണ്. ഇതിനകത്ത് ഇവിടെ അൾട്രാ വയലറ്റ് പെടുന്നതാണ്. അതേപോലെ ബാൾമർ സീരീസ് വിടുന്നതിനകത്താണ് വിസിബിൾ റീജിയനിൽ പെടുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ പാഷനും ബ്രാക്കറ്റും ഫണ്ടും ഒക്കെ പെടുന്നതിനകത്താണ് യെസ് നമ്മുടെ ഇൻഫ്രാറെഡ് സീരീസ് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് റീജിയനിൽ പെടുന്ന ആൾക്കാരാണ്. ക്ലിയർ ആണോ? ഇത്രയും ഓക്കെ അല്ലേ? നമ്മുടെ ഈ ഒരു എന്താ പറയാ, നമ്മുടെ ഈ ഒരു ലൈൻ സ്പെക്ട്രം അല്ലെ, ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, യെസ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സീരീസ് ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം ഈസ് ഇൻ ദ വിസിബിൾ റീജിയൻ അല്ലെ. സോ നമ്മൾ ഇവിടെ ഓൾറെഡി പറഞ്ഞ അല്ലെ, വിസിബിൾ റീജിയനിൽ കിടക്കുന്ന ആരാണ് നമ്മുടെ, യെസ് ബാൾമർ സീരീസ് ആണ്. ആരാണ്? ബാൾമർ സീരീസ് ആണ്. ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. സോ നമ്മളെ ബാൾമർ സീരീസ് വരും. Yes, okay. So അടുത്ത നോക്കിയോ, draw the Lyman and Balmer series in energy level diagram അല്ലെ. Which region belongs to visible spectrum? നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സ്പെക്ട്രം കണ്ടോ, ഈ വരച്ച ഈ ഒരു സ്പെക്ട്രം നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് വരച്ചു വെക്കണം. അതിൽ വിസിബിൾ റീജിയനിൽ പെട്ടത് ആരാ നമ്മൾ പറയണം, വിസിബിൾ റീജിയനിൽ പെട്ടത് ആരാണ്, നമ്മുടെ ഏത് സീരീസാ, യെസ് നമ്മുടെ ബാൾമർ സീരീസ് ആണ്. ക്ലിയർ അല്ലേ? സോ ഇതൊക്കെ നമ്മുടെ യെസ് എക്സാമിന് ചോദിച്ച 2020 എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ക്ലിയർ അല്ലേ? അടുത്തതാണ് നെയിം ദ ഡിഫറെന്റ് സീരീസ് ഒബ്റ്റെയിൻഡ് ഇൻ ഹൈഡ്രജൻ സ്പെക്ട്രം ആണ്. നമുക്ക് ഡിഫറെന്റ് നെയിംസ് അറിയാലോ, ലൈമൺ അല്ലെ, ബാൾമർ സീരീസ് ഉണ്ട് അല്ലെ, പാഷൻ സീരീസ് ഉണ്ട്, ബ്രാക്കറ്റ് ഉണ്ട്, ഫണ്ട് ഉണ്ട്. ക്ലിയർ അല്ലേ? ഡ്രോ ദ എനർജി ലെവൽ ഡയഗ്രാം ഓഫ് ഹൈഡ്രജൻ ആറ്റം അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, അവിടെയും വരച്ചു വെക്കേണ്ടി. സോ നിങ്ങൾക്ക് ആ ഒരു ഡയഗ്രത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇതും എന്താണ്, യെസ് പ്രീവിയസ്ലി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, മാർച്ച് 2018 മെൻഷൻ ചെയ്ത അല്ലെങ്കിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അടുത്താണ് ഡി ബ്രോയിസ് എക്സ്പ്ലനേഷൻ ഓഫ് ബോർ പോസ്റ്റിൽ അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ബോറിന്റെ പോസ്റ്റിൽ എഴുതുന്ന ഡി ബ്രോയി അല്ലെ, ഡി ബ്രോഗ്ലി എന്നൊക്കെ നമ്മൾ വിളിക്കും, പക്ഷേ അതിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ആണ് ഡി ബ്രോയി ഇക്വേഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡി ബ്രോയി എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അല്ലെ. സോ നമുക്ക് എന്താ പറയുന്നത്, ഫോർ ബോർ പോസ്റ്റിൽ അല്ലെ, ബോറിന്റെ പോസ്റ്റിലേസ് പറയുന്നത് എന്താ, യെസ് നമ്മുടെ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന ഏത് ഓർബിറ്റിലാണോ ആ ഇലക്ട്രോണിന്റെ എന്ത്, യെസ് ആംഗുലാർ മൊമെന്റം എന്ന് വെച്ചാൽ അല്ലെ, ആംഗുലാർ മൊമെന്റം ഇക്വേഷൻ എന്താ, MVR ആണ്. അത് ആരുടെ ഇന്റിജർ മൾട്ടിപ്ലൈ ആയിരിക്കും, h/2π ഇന്റിജർ മൾട്ടിപ്ലൈ ആയിരിക്കും നമ്മൾ പറഞ്ഞത്. ഇത് നമ്മുടെ ബോർ പോസ്റ്റ്ലേസിൽ നമ്മൾ പറഞ്ഞ കാര്യം അല്ലെ. ബോർ പോസ്റ്റ്ലേസിൽ പറഞ്ഞ എന്താ, ദ ആംഗുലാർ മൊമെന്റം ഓഫ് ദി റിവോൾവിംഗ് ഇലക്ട്രോൺ ഈസ് ദ ഇന്റിജർ മൾട്ടിപ്പിൾ ഓഫ് h/2π എന്നാ പറഞ്ഞത്. ക്ലിയർ അല്ലേ? സോ ഇതും നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു ഡി ബ്രോയിൻ എക്സ്പ്ലനേഷൻ വെച്ച് നമുക്കൊന്ന് പറയാം. ഓക്കെ അല്ലേ? സോ അയാൾ പറഞ്ഞ ജസ്റ്റ് ഈ കാര്യമുള്ളൂ. എന്താണ് നോക്കിയോ, ഇവിടെ ശ്രദ്ധിച്ചേ, ഇതാ നമ്മളൊരു ഇലക്ട്രോൺ എടുത്തിട്ടുണ്ടല്ലേ, ഇലക്ട്രോൺ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് അവിടെ കിടക്കുന്നുണ്ട്, ഇലക്ട്രോൺ ഈ ഒരു ഓർബിറ്റ് വഴി ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇയാൾ ഇവിടെ എന്താ എടുത്തത്, ഇലക്ട്രോൺസ് എങ്ങനെ റിവോൾവ് ചെയ്യുന്നതായിട്ടാ, ഇലക്ട്രോൺസ് വേവ് നേച്ചർ പോലെ കണ്ടോ, വേവ് പോലെ റിവോൾവ് ചെയ്യാണ് അല്ലെ, നേരെ പോവല്ല, എന്തായിട്ടാ ആ ഒരു ഓർബിറ്റിന് എന്ത് ചെയ്യാണ്, വേവ് ആയിട്ട് അല്ലെ, വേവ് ആയിട്ട് പോകുന്നത് പോലെയാണ് അവിടെ കണക്കായിട്ടുള്ളത്. ജസ്റ്റ് ലൈക്ക് എ വേവ് ട്രാവലിംഗ് ഓൺ എ സ്ട്രിങ് അല്ലെ. സ്ട്രിങ്ങിൽ ഒരു വേവ് എങ്ങനെയാണോ പാസ് ചെയ്യുന്നത് അല്ലെ, അതേപോലെയാണ് എന്ത് ചെയ്യുന്ന പറഞ്ഞത്, ഇലക്ട്രോൺ ഇങ്ങനെ ആ ഒരു ഓർബിറ്റിലൂടെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞത് അല്ലെ. അങ്ങനെ നമുക്കറിയാം അല്ലെ, ലാംഡ വേവ് ലെങ്ത് പറഞ്ഞാൽ എന്താ, ഒരു വേവിന്റെ ലെങ്താ. അപ്പോൾ അവിടെ നോക്കിയേ, ഈ ഒരാള് ശ്രദ്ധിക്കണം, ഇതാ ഈ ഒരു പാർട്ടിക്കിൾ അല്ലെ, ഈ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യാ, ഇങ്ങനെ വന്നിട്ട് ഇതാ ഇവിടെ എത്തി എന്തായിട്ട് മാറി, നമുക്ക് വേവ് ലെങ്ത് പറയാം. ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ എന്ത് വിളിക്കുക, വേവ് ലെങ്ത് വിളിക്കുക. സോ ആ ഒരു വേവ് ലെങ്ത് അവിടെ മാർക്ക് വെച്ചത് ഇത്രയും എന്താണ് നമ്മുടെ വേവ് ലെങ്താ. ഇതേപോലത്തെ എത്ര വേവുകളുണ്ട് അവിടെ, ഏതാ 2 3 4 അല്ലെ, 4 വേവുകൾ അവിടെ ഉണ്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, 4 × ലാംഡ വരെ അല്ലെ. അവിടെ ആ സർക്കംഫറൻസ് ഇട്ട് നമ്മൾ എന്ത് ചെയ്യാൻ മതി, ആ ലാംഡനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ആവാ മതി, 4 കൊണ്ട് മൾട്ടിപ്ലൈ ആവാ മതി അല്ലെ. ഇനി ഈ ഒരു ഇലക്ട്രോണിന്റെ അല്ലെ, ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന ആ ഒരു ഓർബിറ്റ് വലുതായി എന്ന് വിചാരിച്ചോ അല്ലെ, അല്ലെങ്കിൽ വലിയ ഓർബിറ്റ് കൺസിഡർ ചെയ്യുക, അങ്ങനെ 4 എടുത്താൽ മതിയോ, അവിടെ പിന്നെയും കൂടും അല്ലെ. പിന്നെ വലിയ ഓർബിറ്റ് ആണെങ്കിലോ അവിടെ പിന്നെയും കൂടും. അങ്ങനെയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ഈ ഒരു ലാംഡന്റെ n ടൈംസ് ആയിരിക്കും എന്ത് വരിക, അതിന്റെ ഓർബിറ്റിന്റെ സർക്കംഫറൻസ് വരിക അല്ലെ. ഈ ഒരു ലാംഡയുടെ n ടൈംസ് അല്ലെ, n ലാംഡയ്ക്ക് എന്ത് വരിക, ആ ഒരു ഓർബിറ്റിന്റെ സർക്കംഫറൻസിന്റെ ഇക്വേഷൻ എന്താ, 2πr ആണ്. ക്ലിയർ എന്താ വരും, 2πr. ഞാൻ ഒരു കൺവീനിയൻസിന് വേണ്ടി മാത്രം ഞാൻ തിരിച്ചു പറയാൻ പോവാണ്. 2πr ഈക്വൽ നമുക്ക് പറയാം n ലാംഡ എന്ന് പറയാം. 2πr ഈക്വൽ എന്നാണ് n ലാംഡ. നിങ്ങൾ ഓൾറെഡി പഠിച്ചാണ് എന്താണ്, ലാംഡ ഈക്വൽ എന്നാണ് h/mv ആണ്. ലാംഡ ഈക്വൽ എന്നാണ് വരിക, h/mv ആണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ച സാധനമാണ്. ലാംഡ ഈക്വൽ എന്നാണ് h/mv ആണ്. നേരെ നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് വരും, 2πr ഈക്വൽ എന്ത് വരും, n × h/mv വരികയാണ്.
ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. ഈ ബൈ എം വി ഞാൻ ഇങ്ങോട്ട് എടുക്കുന്നു ആൻഡ് ഈ ഒരു 2π ഞാൻ തിരിച്ച് ഇങ്ങോട്ട് എടുക്കാൻ പോവാണ്. സോ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഒന്ന് പറഞ്ഞേ, എം വി ആർ ഈസികൾ എന്ത് വരും? NH/2π എന്ന് വരും അല്ലെ. ഇത് എവിടെയോ കേട്ടില്ലേ? എന്താ നമ്മൾ മുന്നേ പറഞ്ഞു, നമ്മളെ ബോർ പോസ്റ്റ്ലേറ്റ്സിനകത്ത് ഈ ഒരു സാധനം പറഞ്ഞു വെച്ചിരുന്നു. ഓക്കെ, യെസ്, എം വി ആർ ഈസികൾ എന്താണ്? NH/2π. ഈ എം വി ആർ എന്ന് പറഞ്ഞ ആരാ? നമ്മുടെ ആംഗുലാർ മൊമെന്റം L ആണ്. ക്ലിയർ അല്ലേ? സോ നമുക്ക് അതൊന്നും ഇവിടെ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കാം. എം വി ആർ എന്ന് പറഞ്ഞ ആരാണ്? ഈ എം വി ആർ എന്ന് പറഞ്ഞ ആരാ? നമ്മുടെ ആംഗുലാർ മൊമെന്റാ. ആംഗുലാർ മൊമെന്റം ഈസ് ദ ഇന്റിജർ മൾട്ടിപ്പിൾ ഓഫ് H/2π ആണ്. സോ നമുക്ക് കിട്ടിയില്ലേ? സോ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഡി ബ്രോയ് എന്ത് ചെയ്തു? നമ്മുടെ യെസ് ബോറിന്റെ പോസ്റ്റ്ലേറ്റിനെ അവിടെ എന്ത് ചെയ്തു? ഒന്ന് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞു വെച്ചു. ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മുടെ എന്ത് ഡി ബ്രോയ്സ് എക്സ്പ്ലനേഷൻ ഓഫ് ബോർ പോസ്റ്റ്ലേറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. സോ ഇതാണ് നമ്മുടെ എന്തിനകത്തുള്ള നമ്മളെ ആറ്റം എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. സോ നമുക്ക് ആറ്റം മനസ്സിലായോടാ? നിങ്ങൾക്ക് ആറ്റത്തിനകത്തുള്ള എല്ലാ കോൺസെപ്റ്റുകളും നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഒന്ന് പറഞ്ഞേ. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ന്യൂക്ലിയനകത്തേക്ക് നമുക്ക് പോവാം. ക്ലിയർ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആറ്റം നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു. സോ നമ്മൾ ഇങ്ങോട്ട് പോകാൻ പോവാണ്, നമ്മളെ ന്യൂക്ലിയനകത്തേക്ക് നമ്മൾ മൂവ് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ ന്യൂക്ലിയയിലേക്ക് മൂവ് ചെയ്യാം. സോ നമുക്ക് പെട്ടെന്ന് പോകാം. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പെട്ടെന്ന് ആ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു പോകാം. നിങ്ങൾ റെഡിയാണോ? എല്ലാവരും ഇവിടെ അല്ലേ? ഒന്ന് പറഞ്ഞേ, നിങ്ങൾ റെഡിയാണ്? നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ന്യൂക്ലിയയിലേക്ക് മൂവ് ചെയ്യാൻ പോവാടാ. സോ നമുക്ക് ന്യൂക്ലിയയിലേക്ക് മൂവ് ചെയ്യണം. സോ നിങ്ങൾ പറഞ്ഞേ. യെസ്, ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം അല്ലെ. സോ ആദ്യം പറയാനുള്ളതാണ് കോമ്പോസിഷൻ ഓഫ് ന്യൂക്ലിയസ് ആണ് പറയാനുള്ളത്. സോ ന്യൂക്ലിയസ് കൺസിസ്റ്റ് ഓഫ് അല്ലെ, ഒരു ന്യൂക്ലിയസിന്റെ അകത്ത് ആരുണ്ടാവും? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു, അതിനകത്ത് പോസിറ്റീവ് ചാർജ് അല്ലെ. സോ അതിനകത്ത് പ്രോട്ടോൺസ് ഉണ്ടാവണം അല്ലെ. പ്രോട്ടോൺസ് മാത്രമാണോ? അല്ല, ന്യൂട്രോൺസും ഉണ്ട്. ക്ലിയർ അല്ലേ? സോ ന്യൂക്ലിയസ് കൺസിസ്റ്റ് ഓഫ് ആരൊക്കെയാ? പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആണ്. ക്ലിയർ അല്ലേ? പ്രോട്ടോൺ എന്ത് ചാർജ് ആണ്? നിങ്ങൾക്ക് അറിയാം, എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. ന്യൂട്രോൺസിന് എന്താ? ചാർജ് ഇല്ല, ന്യൂട്രലാ. എന്ന് വെച്ചാൽ എന്താണ്? ചാർജ് ലെസ് ആണ്. ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. സോ ന്യൂക്ലിയസ് കൺസിസ്റ്റ് ഓഫ് ആരൊക്കെയാ? പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആണ്. പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജ് ആണ്, ന്യൂട്രോൺസിന് ചാർജ് ഇല്ല, ന്യൂട്രൽ ആണ്. ക്ലിയർ അല്ലേ? ന്യൂക്ലിയസ് ഓഫ് ആൻ ന്യൂക്ലിയസ് ഓഫ് ആൻ എലമെന്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് അല്ലെ. ഓരോ എലമെന്റിന്റെ അല്ലെ ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? XZA ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. നോക്കിയേ, XZA ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കിയതാ, XZA. ക്ലിയർ അല്ലേ? ഇവിടെ എ എന്ന് പറഞ്ഞ ആരാ? നമ്മുടെ മാസ് നമ്പർ ആണ്. Z എന്ന് പറഞ്ഞ ആരാ? അറ്റോമിക് നമ്പറാ. എന്താണ് നമുക്ക് അറ്റോമിക് നമ്പർ കാണിച്ചു തരുന്നത്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെ. നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെ. ആ ഒരു ആറ്റത്തിനകത്ത് എത്ര പ്രോട്ടോൺ ഉണ്ട് അതാണ് ആര് കാണിച്ചത്? നമ്മുടെ Z എന്ന് പറഞ്ഞ ആരാണ്? നമ്മുടെ അറ്റോമിക് നമ്പർ ആണ്. ക്ലിയർ അല്ലേ? മാസ് നമ്പർ നമുക്ക് എന്ത് കാണിച്ചു തരും? യെസ്, അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ആരൊക്കെയാ? ഒരു ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയാണുള്ളത്? പ്രോട്ടോൺ ഉണ്ടാവും, ന്യൂട്രോൺ ഉണ്ടാവും അല്ലെ. Z അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ നമുക്ക് ആരെ കാണിച്ചു തരും? പ്രോട്ടോണിനെ കാണിച്ചു തരും. മാസ് നമ്പർ നമുക്ക് ആരെ കാണിച്ചു തരും? നിങ്ങൾക്കൊരു വിചാരം ഉണ്ടാവും, എന്തായിരിക്കും? ന്യൂട്രോൺസിന് മാത്രമാണ്. പക്ഷെ അല്ല, പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ് അല്ലെ. ഈ ന്യൂക്ലിയസിനകത്ത് മൊത്തം ആരുണ്ടോ ആ മൊത്തം ആളുടെ കൗണ്ട് എന്ന് വെച്ചാൽ പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും കൗണ്ട് ആണ് എന്ത് കാണിച്ചത്? നമുക്ക് മാസ് നമ്പർ കാണിച്ചില്ല. ക്ലിയർ അല്ലേ? സോ പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും എണ്ണം ആര് കാണിച്ചു? നമ്മുടെ മാസ് നമ്പർ കാണിച്ചു തരും. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നമ്പർ ഓഫ് ന്യൂട്രോൺസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് ന്യൂട്രോൺസ് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഓൾറെഡി കാണിച്ചു തരുന്നത് എന്താ? നമ്മുടെ Z എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ നമുക്ക് ആരെ കാണിച്ചു തരും? പ്രോട്ടോൺ തന്നെ മാത്രം. മാസ് നമ്പർ A ആരെ കാണിച്ചു തരും? പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോണാ. ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്ത് നോക്കിയാലോ. A - Z അല്ലെ. A എന്ന് പറഞ്ഞ ആരാ? പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസാ. Z എന്താ കാണിച്ചു തരാ? -Z എന്ന് വെച്ചാൽ പ്രോട്ടോൺസ് മാത്രം അല്ലെ. ഇവിടെ പിയും ക്യാൻസൽ ആയ പിന്നെ ആര് മാത്രമല്ല, ഇവിടെ ന്യൂട്രോൺസ് മാത്രമല്ല. നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? യെസ്, മാസ് നമ്പറിൽ നിന്ന് ആരെ മൈനസ് ചെയ്യുക? അറ്റോമിക് നമ്പർ മൈനസ് നമുക്ക് ആരെ കിട്ടും? നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? യെസ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മാസ് നമ്പർ മൈനസ് എന്താണ്? അറ്റോമിക് നമ്പർ ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അതവിടെ കൊടുത്തിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് എ ഡിഫറൻസ് ഓഫ് മാസ് നമ്പർ ആൻഡ് അറ്റോമിക് നമ്പർ. അതാണ് എന്ത് നമുക്ക് യെസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് തരുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? സോ നമ്മൾ അടുത്തേക്ക് പോവാണ്. യെസ്, നമ്മൾ കെമിസ്ട്രി പഠിച്ചുകൊണ്ടിരുന്ന സാധനം ഐസോടോപ്പുകൾ. എന്താണ് ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ആറ്റംസ് ഹാവിങ് അല്ലെ. ആറ്റംസ് ഹാവിങ് സെയിം അറ്റോമിക് നമ്പർ അല്ലെ. സെയിം അറ്റോമിക് നമ്പറും ആയിരിക്കണം, പക്ഷെ എന്താണ്? ഡിഫറെന്റ് മാസ് നമ്പർ ആയിരിക്കണം. ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കുക? യെസ്, ഐസോടോപ്സ് എന്ന് വിളിക്കുക. താഴെ ആരൊക്കെ കൊടുത്തത്? നമ്മൾ ഹൈഡ്രജന്റെ ഐസോടോപ്പ് കൊടുത്തിട്ട് നോക്കിയേ. ഇതാ 3 ആൾക്കാർക്കും ശ്രദ്ധിക്കണേ, ഈ 3 ആൾക്കാർക്കും അറ്റോമിക് നമ്പർ കണ്ടോ സെയിം ആണ്, പക്ഷേ മാസ് നമ്പർ എന്താണ്? ഡിഫറെന്റ് ആണ്. ക്ലിയർ അല്ലേ? സോ ഇത്ര ആൾക്കാരെ നമുക്ക് എന്ത് വിളിക്കാം? ഐസോടോപ്പുകൾ വിളിക്കാം. അങ്ങനെ അടുത്ത ആളുള്ളത് ഐസോബാറുകളാ. ഐസോബാർ എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, ആറ്റംസ് ഹാവിങ് സെയിം. നേരെ തിരിച്ചു വരും. സെയിം എന്താണ്? മാസ് നമ്പർ ആണ്, പക്ഷെ ഡിഫറെന്റ് എന്താണ്? അറ്റോമിക് നമ്പർ ആണ്.
ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക? ഐസോബാറുകൾ. ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, തന്ന എക്സാമ്പിൾ നോക്കിയേ, കണ്ടോ? നമ്മൾ തന്ന 3 ആൾക്കാർക്കും അല്ലെ, 3 ആൾക്കാർക്ക് എന്താണ് നമ്മുടെ മാസ് നമ്പർ എന്താണ്? സെയിം ആണ്. പക്ഷെ അറ്റോമിക് നമ്പർ നോക്കിയേ, 3 എന്താണ്? ഡിഫറെന്റ് ആണ്. കണ്ടോ? ഇത്ര ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കുക? ഐസോ ബാറുകൾ എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സോ നമ്മൾ അടുത്തേക്ക് പോവാണ്. അടുത്ത ആളുള്ള ഐസോട്ടോണുകളാ. ഒന്ന് ശ്രദ്ധിച്ചോ, ഐസോട്ടോണിന് ചെറിയ വ്യത്യാസമുണ്ട്, ചെറിയ വ്യത്യാസം മാത്രം അല്ലെ. സോ എന്താ പറയാ? ആറ്റംസ് ഹാവിങ് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് അല്ലെ. ഏതൊക്കെ ആറ്റങ്ങളാണോ, ഈ ആറ്റത്തിന് എന്ത് വേണം? സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് വേണം. അത്തരത്തിലുള്ള ആറ്റങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? യെസ്, ഐസോട്ടോണുകൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ നോക്കിയേ, നമുക്ക് കുറച്ച് ഐസോട്ടോണുകൾ നോക്കാം. നോക്കിയോ, ഇവിടെ നോക്കിയേ, ഇവിടെ എന്താണ്? മാസ് നമ്പർ 30 ആണ്, അറ്റോമിക് നമ്പർ എത്ര? 14 ആണ് അല്ലെ. അങ്ങനെയാണ് അവിടെ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്ര വരിക? 30 - 14 എത്ര വരിക? 16 വരും. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നോക്കിയോ, ഇവിടെ നമ്മൾ എന്താ? മാസ് നമ്പർ 31 ആണ്, അറ്റോമിക് നമ്പർ 15 ആണ്. അങ്ങനെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്താ വരിക? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ 31/15 എത്രയാ? n = again എന്ത് വരും? 16 വരും. ഇനി അടുത്ത് നോക്കിയേ, മാസ് നമ്പർ 32 ആണ്, അറ്റോമിക് നമ്പർ 16 ആണ്. അങ്ങനെയാണ് അവിടെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്ര വരിക? n = again 16 വരും. ക്ലിയർ ഉണ്ടോ? അപ്പൊ ഈ 3 എണ്ണത്തിനും എന്താ വന്നത്? നമ്പർ ഓഫ് ന്യൂട്രോൺസ് 16 ആണ് വന്നത്. ഇത്തരത്തിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് സെയിം ആയിട്ട് വരുന്ന ആറ്റങ്ങളെ അല്ലെങ്കിൽ എലമെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോട്ടോണുകൾ. സോ ഈ 3 കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഐസോടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺ. ഈ 3 എണ്ണം ക്ലിയർ ആണോ? ക്ലിയർ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്തേക്ക് പോവാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോടാ? ഈ പറഞ്ഞ 3 കാര്യങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ച കാര്യങ്ങളാണ്, അതുകൊണ്ട് തന്നെ സ്പീഡ് പോകാൻ പറ്റിയിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് എന്ത് പറയാം? ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? പക്കയാണോ? പക്കയാണോ എന്ന് പറഞ്ഞടാ. യെസ്, ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ അടുത്ത ടോപ്പിക്കുള്ള സൈസ് ഓഫ് ന്യൂക്ലിയസ് ആണ്. എന്താണ് നമ്മുടെ സൈസ് ഓഫ് ന്യൂക്ലിയസ് ആണല്ലേ. സോ ഒരു ന്യൂക്ലിയസിന്റെ സൈസ് എന്താ കാണിച്ചു തരാം? ഒന്നും നോക്കണ്ട, മാസ് നമ്പറാ. കാരണം മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു ന്യൂക്ലിയസിന്റെ അകത്തുണ്ടാകുന്ന നമ്പർ ഓഫ് പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെ എണ്ണം. ന്യൂക്ലിയസിന്റെ അകത്ത് ആരൊക്കെ ഉള്ളൂ? പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളൂ അല്ലെ. അപ്പൊ പ്രോട്ടോണിനും ന്യൂട്രോണിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ആ സൈസ് കൂടും, കുറയുന്നതനുസരിച്ച് ന്യൂക്ലിയസിന്റെ സൈസ് കുറയുകയും ചെയ്യും അല്ലെ. അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ ന്യൂക്ലിയസിന്റെ വോളിയം എന്ന് വെച്ചാൽ ന്യൂക്ലിയസിന്റെ വോളിയം ആർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? അവിടെ ഉണ്ടാകുന്ന മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ്, അതല്ല നമുക്ക് വേണ്ടതല്ലേ. സോ അവിടെ ഉണ്ടാകുന്ന ന്യൂക്ലിയസിന്റെ വോളിയം എന്ന് വെച്ചാൽ മാസ് നമ്പറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ക്ലിയർ അല്ലേ? മാസ് നമ്പർ കൂടുമ്പോൾ വോളിയം കൂടും, മാസ് നമ്പർ കുറയുമ്പോൾ വോളിയം കുറഞ്ഞു വരികയും ചെയ്യും. ക്ലിയർ അല്ലേ? ഇത്ര ഐഡിയ ഉള്ളൂ അല്ലെ. എന്താ നമുക്കറിയാം അല്ലേ, നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ന്യൂക്ലിയസിന്റെ ഒരു സ്പിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക അല്ലേ. അങ്ങനെ സ്പിയറിന്റെ വോളിയം എത്രയാ? 4/3πr³ ആണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് നമ്പറാ. ഇതിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താം? r³ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് നമ്പർ എന്ന് പറയാം. ക്ലിയർ അല്ലേ? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ r³ നമുക്ക് r ആക്കി മാറ്റണം. സോ എന്ത് ചെയ്യണം? അവിടെ ഞാൻ ക്യൂബ് റൂട്ട് എടുക്കണം. സോ ഞാൻ ക്യൂബ് റൂട്ട് 2 സൈഡിൽ എടുത്തു അല്ലെ. അപ്പൊ എനിക്ക് എന്ത് വരും? r ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ത് വരും? a⁻1/3 എന്ന് വരും അല്ലെ. 1/3 a⁻1/3 ആണ് എന്താ? ക്യൂബ് റൂട്ടാ. a⁻1/2 ആണ് എന്താ? സ്ക്വയർ റൂട്ടാ. ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. സോ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ വരിക? സ്ക്വയർ റൂട്ട് അല്ലെ. സ്ക്വയർ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? സ്ക്വയർ റൂട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ വരിക a⁻1/2 ആണ് അല്ലെ. ക്യൂബ് റൂട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? a⁻1/3 വരിക. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? സ്ക്വയറിനെയും അതുപോലെ തന്നെ സ്ക്വയർ റൂട്ടിനെയും ക്യൂബ് റൂട്ടിനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ അങ്ങനെ എന്താ പറയാം? r പ്രൊപ്പോർഷണൽ ടു a⁻1/3 ആണ്. അങ്ങനെ നമുക്ക് എന്താ പറയാം? r = r0 a⁻1/3. ഇതാണ് നമ്മുടെ സൈസ് ഓഫ് ദി ന്യൂക്ലിയസ്, അല്ലെങ്കിൽ ഈ ന്യൂക്ലിയസിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തന്നതാണ്. r = r0 a⁻1/3. ക്ലിയർ അല്ലേ? ഇവിടെ r0 വാല്യൂ ഒക്കെ പറയുന്നത് r0 എന്താണ്? കോൺസ്റ്റന്റ് ആണ്. r0 വാല്യൂ എത്രയാണ്? r0 എന്താണ്? 1.2 × 10⁻⁻15 മീറ്റർ ആണ് അല്ലെ. 1.2 × എന്താണ്? 10⁻⁻15 മീറ്റർ ആണ് അല്ലെ. എന്താ 10⁻⁻15 എന്ന് പറഞ്ഞാൽ എന്താ? ഫെംറ്റോമീറ്റർ. ചുരുക്കി പറഞ്ഞാൽ എന്താ വരിക? യെസ്, r0 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1.2 ഫെംറ്റോമീറ്റർ നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. സോ ഇതാണ് നമ്മൾ എന്ത് വരിക? സൈസ് ഓഫ് ന്യൂക്ലിയസ് അല്ലെ. സൈസ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അതിന്റെ റേഡിയസ് പറഞ്ഞ സൈസ് ആയില്ലേ. സോ ഒരു ന്യൂക്ലിയസിന്റെ റേഡിയസ് പറയാൻ വേണ്ടിയുള്ള ഇക്വേഷൻ ആണ് എന്താണ്? r = r0 a⁻1/3. ക്ലിയർ ആണോടാ?
ക്ലിയർ ആണോടാ? ഇത്രയും ക്ലിയർ ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അടുത്തതിലേക്ക് പോകാൻ പോവാണ്. സോ അടുത്ത എന്താണ്? 2 ന്യൂക്ലിയൈ ഹാവ് മാസ് നമ്പർ ഇൻ ദ റേഷ്യോ 1:27 അല്ലെ. സോ മാസ് നമ്പർ റേഷ്യോ ആണ്. സോ 2 ന്യൂക്ലിയൈ ഉണ്ട് അല്ലെ. ഒന്നാമത്തെ ഞാൻ A1 എന്ന് വിളിക്കുകയാണ്, (2) രണ്ടാമത്തെ A2 എന്ന് വിളിക്കുകയാണ്. എത്രയാണത്? 1:27 ആണ്. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞതാ യെസ് റേഷ്യോ ഓഫ് ദെയർ ന്യൂക്ലിയർ റേഡിയൈ. R1:R2 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ആണ്, ഒരു പ്രശ്നമില്ല, സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. അതിന് നമുക്ക് എന്ത് ചെയ്യാം? റേഡിയസിന്റെ ഇക്വേഷൻ അറിയാം അല്ലെ. റേഡിയസിന്റെ ഇക്വേഷൻ എന്താ? R = R0 A⁻⁴ ആണ്. ക്ലിയർ ആണോ? നമ്മൾ നേരെ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ R1 എന്ന് പറയാം R0 കോൺസ്റ്റന്റ് അല്ലേ, സോ മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. R0 A1⁻⁴ എന്ന് പറയാം. R2 ഇതേപോലെ ഇതാ R2 എന്താണ്? R0 A2⁻⁴ എന്ന് പറയാം. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നിനെ ഡിവൈഡ് ചെയ്യാം. R1/R2 = R0 A⁻⁴ ബൈ R0 മോൾ A1⁻⁴ ആണ്, താഴെ തരും A2⁻⁴. ക്ലിയർ അല്ലേ? R0 ക്യാൻസൽ ചെയ്തു. ബാക്കി ഇവിടെ ആരാ വരിക? ബാക്കി ഇവിടെ ആരാണ്ടാവും? ശ്രദ്ധിച്ചോ. R1/R2 അല്ലെ. A1 എന്ന് പറഞ്ഞാൽ എത്രയാ? A1 എന്താ? 1 ആണ് അല്ലെ. സോ 1⁻⁴ ബൈ R2 എത്രയാ? 27 ആ അല്ലെ. സോ 27⁻⁴. ഒന്നുകൂടി എഴുതാൻ പോവാണ്. R1/R2 1ന്റെ ക്യൂബ് റൂട്ട് എത്രയാ? 1 തന്നെയാണ്, ഒരു സംശയം വേണ്ട. 27ന്റെ ക്യൂബ് റൂട്ട് എത്രയാ? ഒന്ന് പറഞ്ഞേ. എന്താക്കി വരിക? 27ന്റെ ക്യൂബ് റൂട്ട് എന്താ? ഒന്ന് പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞേ. എന്താണ് 27ന്റെ ക്യൂബ് റൂട്ട് വരിക? പറഞ്ഞടാ, പെട്ടെന്ന് പറഞ്ഞേ. നമ്മുടെ ഫൈനൽ ആൻസറിൽ എത്താൻ പോവാണ് അല്ലെ. 27ന്റെ ക്യൂബ് റൂട്ട് എന്താ? ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. 27ന്റെ ക്യൂബ് റൂട്ട് എന്താണ്? അതാണ്, പെട്ടെന്ന് പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞേ. സിമ്പിൾ അല്ലേ? എന്താണ് 27ന്റെ ക്യൂബ് റൂട്ട് വരിക? പറഞ്ഞേ. യെസ്, എത്രയാ വന്നത്? യെസ് 3 വരും അല്ലേ. യെസ്, വെരി ഗുഡ്. ശ്രീരാഗ്ലിയോ 3. യെസ്, വെരി ഗുഡ്. സോ 3 വരും അല്ലെ. സോ R1/R2 എന്താണ്? 1/3 ആണല്ലേ. അങ്ങനെയെങ്കിൽ എന്ത് പറയാം? സിമ്പിൾ ആയിട്ട് R1:R2 എന്താണ്? 1:3 എന്ന് പറയാം. സോ നമ്മളുടെ ആൻസർ ആയി കഴിഞ്ഞാൽ എന്താണ്? R1:R2 എത്രയാണ്? യെസ് 1:3 ആണ്. R1:R2 എത്രയാണ്? 1:3. ക്ലിയർ അല്ലേ? സോ നമ്മൾ നമ്മുടെ ആൻസറിലേക്ക് എത്തിക്കഴിഞ്ഞു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യണം? അടുത്തതിലേക്ക് പോവാണ്. ഡെൻസിറ്റി ഓഫ് ദി ന്യൂക്ലിയസ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് എന്ന് പറയാം, പക്ഷെ നമ്മൾ ആലോചിച്ച് വെച്ചാൽ സിമ്പിൾ ആണ്. ക്ലിയർ അല്ലേ? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ. ഡെൻസിറ്റി പറഞ്ഞാൽ എന്താണ്? യെസ് മാസ് ബൈ യെസ് ഡെൻസിറ്റി റോ എന്താണ്? മാസ് ബൈ വോളിയം ആണ്. ക്ലിയർ? മാസ് ബൈ വോളിയം ആണ് അല്ലെ. ഇത്രേ പറഞ്ഞുള്ളൂ. ഇറ്റ് ഇസ് എ മാസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് എ ന്യൂക്ലിയസ് ആണ്. മാസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് എ ന്യൂക്ലിയസ്. നമ്മൾ ഡെൻസിറ്റി പറയാം ഇറ്റ് ഇസ് എ മാസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് എ ന്യൂക്ലിയസ് ആണ് അല്ലെ. പക്ഷെ ഒറ്റ വ്യത്യാസമുണ്ട്. ഡെൻസിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് അല്ലെ. ഡെൻസിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് നമ്പർ അല്ലെ. ഡെൻസിറ്റി എന്ത് ചെയ്യുന്നില്ല? മാസ് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയസിന്റെ ഡെൻസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. സോ ഡെൻസിറ്റി എന്താണ്? ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് നമ്പർ ആണെങ്കിൽ അല്ലെ, നമ്മൾ ന്യൂക്ലിയസിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ ഡെൻസിറ്റി എന്തായിരിക്കും? എപ്പോഴും കോൺസ്റ്റന്റ് അല്ലടാ. ആ ഡെൻസിറ്റിന്റെ വാല്യൂ കൊടുക്കുന്നത് ഡെൻസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. അതിന്റെ വാല്യൂ എത്രയാണ്? അതിന്റെ വാല്യൂ എത്രയാണ്? 2.3 × 10⁻17 kg/m³ ആണ്. ഇത്ര ആലോചിച്ച് വെച്ചാൽ മതി. യെസ്, ന്യൂക്ലിയർ ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. കാരണം എന്താണ്? അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തില്ല? ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് നമ്പർ ആണ്. അതിന്റെ വാല്യൂ ഞാൻ പറഞ്ഞു എത്രയാണ്? 2.3 × 10⁻17 kg/m³ ആടാ. സംശയമല്ലല്ലോ. യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം അല്ലെ. സോ ഡെൻസിറ്റി എന്താണ്? ന്യൂക്ലിയർ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് ആലോചിച്ച് വെച്ചോ. പിന്നെയും ആലോചിച്ച് വെച്ചോ, ന്യൂക്ലിയർ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ദാ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങളൊന്ന് പറഞ്ഞേ. നിങ്ങൾ വായിച്ചു നോക്കിയോ. 2 ന്യൂക്ലിയൈ ഹാവ് മാസ് നമ്പർ ഇൻ ദ റേഷ്യോ 1:2 അല്ലെ. 2 ന്യൂക്ലിയൈന്റെ മാസ് നമ്പർ റേഷ്യോ എന്താണ്? 1:2 ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞതാ റേഷ്യോ ഓഫ് ദെയർ ന്യൂക്ലിയർ ഡെൻസിറ്റീസ് അല്ലെ. ന്യൂക്ലിയർ ഡെൻസിറ്റീസിന്റെ റേഷ്യോ പറയാൻ പറഞ്ഞു. ഒന്ന് പറഞ്ഞേ. സിമ്പിളാ, ചെയ്ത് നോക്ക്, ഒന്നും വേണ്ട, നോക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ പറയാം. പെട്ടെന്ന് പറഞ്ഞേ. എന്തായിരിക്കും വരിക? യെസ്, ഓപ്ഷൻ നോക്കിയേ. 1:2 വരാം. 2:1 ആണ്. ബി. സി എന്താണ്? 1:1 ആണ്. ഡി കനോട്ട് ബി അല്ലെ കനോട്ട് ഡിഫൈൻഡ് ആണ്. ഏതാ വരിക? സിമ്പിൾ ആയിട്ട് പറയണം. ഏതാ വരിക? നമ്മുടെ
ഒരു സംശയം വേണ്ട, 1:1 ആണ്. ഞാൻ പറഞ്ഞു ഡെൻസിറ്റി എപ്പോഴും എന്താ കോൺസ്റ്റന്റാ. അങ്ങനെയാണെങ്കിൽ 2 ന്യൂക്ലിയ എടുത്താലേ, ഇവിടെ എത്ര ന്യൂക്ലിയ എടുക്കുന്നത് നോക്കിയേ, എത്ര ന്യൂക്ലിയ എടുക്കുന്നത്, 2 ന്യൂക്ലിയ എടുക്കുന്നത് അല്ലേ. 2 ന്യൂക്ലിയന്റെ മാസ് നമ്പറിന്റെ റേഷ്യോ ആണ് അല്ലേ. നിങ്ങൾ പറഞ്ഞു എന്താ, ന്യൂക്ലിയർ ഡെൻസിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് നമ്പറാ. മാസ് നമ്പർ എന്തും ആയിക്കോട്ടെ, ന്യൂക്ലിയർ ഡെൻസിറ്റി കോൺസ്റ്റന്റാ. അങ്ങനെ നമുക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ, രണ്ടിനും ഒരേ ന്യൂക്ലിയർ ഡെൻസിറ്റി ഉണ്ടാവുക. സോ 1:1 വരും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പറഞ്ഞ കാര്യം ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്തേക്ക് മൂവ് ചെയ്യാണ്. ക്ലിയർ അല്ലേ? അടുത്താണ് മാസ് എനർജി ഇക്വലൻസ്. ക്ലിയർ അല്ലേ? നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഇക്വേഷൻ ആണല്ലേ, നമ്മൾ എപ്പോഴും സയൻസ് അല്ലെങ്കിൽ ഫിസിക്സിൽ എവിടെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് E=mc² എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു E=mc² ആണ് നമ്മുടെ എന്ത് കാണിച്ചത്, നമ്മുടെ നമ്മുടെ മാസ് എനർജി ഇക്വലൻസിന്റെ ഇക്വേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആരാണ് മുന്നോട്ട് വെച്ചത്, നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് മുന്നോട്ട് വെച്ചത്. ഈ ഒരു ഇക്വേഷൻ ആരാണ് കൊണ്ടുവന്നത്, നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ, മാസ് എനർജി ഇക്വലൻസ് ആണ് അല്ലെ, മാസ് എനർജി ഇക്വലൻസ്. ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. ഇതേ ഉള്ളൂ. മാസ് എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ടു എനി അതർ ഫോം ഓഫ് എനർജി അല്ലെ. മാസ് നമുക്ക് എന്ത് ചെയ്യാം, എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം അല്ലെ. മാസിനെ നമുക്ക് എന്ത് ചെയ്യാം, എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇത്രയും ഇതിന്റെ കോൺസെപ്റ്റ് ഉള്ളൂ അല്ലെ. മാസ് നമ്മൾ എന്ത് ചെയ്യാം, എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം അല്ലെ. പല ഫോം ഓഫ് എനർജിയിലേക്ക് എന്ത് ചെയ്യാം, ഈ മാസ് നിന്ന് കിട്ടുന്ന എനർജി നമുക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഇതിന്റെ പോയിന്റ് വെച്ചാൽ അല്ലെ, മാസ് എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ടു എനി അതർ ഫോം ഓഫ് എനർജി. ഇതാരാ പുട്ട് ഫോർവേഡ് ഇതാരാണ്, ആൽബർട്ട് ഐൻസ്റ്റീൻ ആണല്ലേ. എന്താണ് ഇക്വേഷൻ, E=mc² ആണ്. മറന്നു പോകരുത്, E=എന്താണത്, mc² ആണ് അല്ലെ. ഇത്ര വേറെ കുറച്ച് എക്സ്ട്രാ പോയിന്റ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ എന്നാണ്. ദ മാസ് ഓഫ് ദി ന്യൂക്ലിയസ് അല്ലെ, മാസ് ഓഫ് ദി ന്യൂക്ലിയസ് അല്ലെ. നമ്മൾ സാധാരണ നമുക്കറിയാം അല്ലെ, നമ്മളെ ആറ്റത്തിന്റെ മാസോ വളരെ ചെറുതാണ്. അപ്പൊ ന്യൂക്ലിയസിന്റെ മാസ് എന്തായിരിക്കും, അതിലും ചെറുതായിരിക്കും അല്ലെ. സോ നമുക്ക് ന്യൂക്ലിയസിന്റെ മാസ് പറയാനായിട്ട് ഒരു യൂണിറ്റ് ഉണ്ട്. ആരാണ് നമ്മുടെ അറ്റോമിക് മാസ് യൂണിറ്റ്. എന്താണ് അറ്റോമിക് മാസ് യൂണിറ്റ്, AMI എന്ന് നമ്മൾ എന്താണ് ഓമന പേരിട്ട് വിളിച്ച അറ്റോമിക് മാസ് യൂണിറ്റ് ആണ് അല്ലെ, അറ്റോമിക് മാസ് യൂണിറ്റ്. സോ ന്യൂക്ലിയസിന്റെ മാസ് പറയാൻ വേണ്ടി നമ്മൾ അറ്റോമിക് മാസ് യൂണിറ്റ് ആണ് പറയാ. അതിന്റെ ഇക്വാലന്റ് ആയിട്ടുള്ള കിലോഗ്രാം റേറ്റ് എത്രയാണ്, 1 AMU എന്താണ് 1.6 × 10⁻⁻27 കിലോഗ്രാം. നമ്മൾ സ്റ്റാൻഡേർഡിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ഈ കൺവേർഷന്റെ ആവശ്യമുണ്ട്. 1 AMU എന്താണ് 1.6 × 10⁻⁻27 കിലോഗ്രാം. എന്ന് വെച്ചാൽ 1.6 × 10⁻⁻27 കിലോഗ്രാമിനാണ് എന്ത് വിളിക്കുന്നത്, ഒരു AMU എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. യെസ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, 1 AMU അല്ലെ. 1 AMU എന്ന് വെച്ചാൽ എന്താണ് 1.6 × 10⁻⁻27 കിലോഗ്രാം ആണ്. ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. സോ ഇത്രയും പറഞ്ഞുള്ള അത് യെസ്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തേക്ക് പോവാം. നമ്മൾ എന്താണ് അടുത്തുള്ളത്, മാസ് ഡിഫക്റ്റ് ആണുള്ളത്. എന്താണുള്ളത്, മാസ് ഡിഫക്റ്റ് ആണ്. എന്താണ് മാസ് ഡിഫക്റ്റ് നോക്കാം അല്ലെ. സോ അതിനാണ് എന്ത് ചെയ്യാണ്, ഞാനൊരു ഹീലിയം ന്യൂക്ലിയസ് എടുക്കുകയാണ്. ഹീലിയം ന്യൂക്ലിയസ് അല്ലെ. സോ ഹീലിയം ന്യൂക്ലിയസിനകത്ത് നിങ്ങൾക്ക് അറിയാം എന്താണത്, ഹീലിയം ന്യൂക്ലിയസ് അല്ലെ. ഹീലിയം എന്ന് പറഞ്ഞാൽ എന്താണ്, He24 ആണ്. എന്ന് വെച്ചാൽ അവിടെ ആരൊക്കെ ഉണ്ട്, 2 പ്രോട്ടോൺ ഉണ്ട്, 2 ന്യൂട്രോൺ ഉണ്ട് അല്ലെ. സോ ഈ 2 പ്രോട്ടോണും ന്യൂട്രോണും ഞാൻ എന്താണ് വേറെ സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ പോവാ. 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പോവാ. ക്ലിയർ ആണോ? ഈ 2 ആൾക്കാരുടെ വെയിറ്റ് ഞാൻ എടുക്കാൻ പോവാം. ഹീലിയം ന്യൂക്ലിയസിന്റെ വെയിറ്റ് എടുക്കുക അല്ലെങ്കിൽ മാസ് എടുക്കുകയാണ്. അതേപോലെ തന്നെ ഞാൻ എന്തെടുക്കുകയാണ്, ഈ ഒരു പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും നമ്മൾ വേറെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന്റെ വെയിറ്റ് കൊടുക്കുകയാണ്. ക്ലിയർ അല്ലേ? സോ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എപ്പോഴും നമുക്കറിയാം നമുക്ക് എന്താവണം, ഹീലിയത്തിനകത്ത് 2 പ്രോട്ടോണും ന്യൂട്രോണും ആണുള്ളത് അല്ലെ. അതേപോലെ 2 പ്രോട്ടോണും ന്യൂട്രോണും നമ്മൾ സെപ്പറേറ്റ് എടുത്ത് നമ്മൾ വെയിറ്റ് മെഷർ ചെയ്യണം അല്ലെ. പക്ഷെ ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട് അല്ലെ. ശരിക്കും പറയുകയാണെങ്കിൽ 2 ഒന്നായിരിക്കണം, സെയിം വെയിറ്റ് ആയിരിക്കണം, 2 സെയിം മാസ് വരണം. പക്ഷെ 2 സെയിം മാസ് അല്ല, അവിടെ ചെറിയ വ്യത്യാസമുണ്ട്. മാസ് ആർക്കാ കൂടുതലുണ്ടാവുക, വെയിറ്റ് നോക്കുന്ന സമയത്ത് ഈ സെപ്പറേറ്റ് ആയിട്ട് നിർത്തിയ ആൾക്കാർക്ക് എന്തായിരിക്കും വെയിറ്റ് കുറച്ച് കൂടുതലായിരിക്കും, ഇയാൾക്ക് വെയിറ്റ് എന്തായിരിക്കും കുറച്ച് കുറവായിരിക്കും അല്ലെ. അവിടെ എന്ത് സംഭവിച്ചു, മാസിൽ കുറച്ച് ഡിഫറൻസ് വന്നു. ഈ ഡിഫറൻസ് വന്ന മാസിനെ നമ്മൾ വിളിക്കുക മാസ് ഡിഫക്റ്റ് എന്ന് പറയാം. ആ ഡിഫറൻസ് വന്ന മാസിനെ നമ്മൾ വിളിക്കുന്നത് മാസ് ഡിഫക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ അല്ലേ? അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് പറയാൻ പോവാണ്. ഇവിടെ നോക്കിക്കോ, മാസ് ഓഫ് എ പ്രോട്ടോൺ നോക്കണേ, മാസ് ഓഫ് എ പ്രോട്ടോണിനെ മാസ് ഓഫ് എ പ്രോട്ടോൺ എന്ന് വിളിക്കുകയാണ് MP എന്ന് വിളിക്കുകയാണ്. അതേപോലെ തന്നെ മാസ് ഓഫ് എ ന്യൂട്രോണിനെ ഞാൻ MN എന്ന് വിളിക്കുകയാണ്, MN എന്നും വിളിക്കുകയാണ്. ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. സോ MN എന്ന് നമ്മൾ വിളിച്ചു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? കുഴപ്പമില്ലല്ലോ. യെസ്.
ഓക്കെ, ഇവിടെ വയ്ക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ പോവാണ്, ഇതാ നമ്മളുടെ ഹീലിയം ന്യൂക്ലിയസിന്റെ മാസ് ഞാൻ എം എന്ന് വിളിക്കാൻ പോവാം. എന്താ വിളിച്ചത്? എം എന്ന് വിളിക്കാൻ പോവാം. ഇനി ഇവിടെ നോക്കാം അല്ലെ, എം എന്ന് വിളിക്കുക. അതിപ്പോ ഹീലിയം ഞാൻ ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു അല്ലെ, അതേപോലെ എന്തും എടുത്തായിക്കോട്ടെ അല്ലെ, ആ ഒരു ന്യൂക്ലിയസ് കംപ്ലീറ്റ് എടുക്കുന്ന സമയത്ത് അതിന്റെ മാസ് എന്ത് വിളിക്കുകയാണ്? ഞാൻ എം എന്ന് വിളിക്കുകയാണ്. ക്ലിയർ അല്ലേ? ഈ ഇപ്പുറത്തേക്ക് വരികയാണ്, ഞാൻ അതിന്റെ ആ ന്യൂക്ലിയസിനെ പൊളിച്ചടുക്കിയിട്ട് പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ എടുത്ത് വെക്കുക അല്ലെ. അങ്ങനെ നിങ്ങൾക്കറിയാം നമ്പർ ഓഫ് പ്രോട്ടോൺസ് കാണിച്ചിരുന്നത് എന്താ? Z ആണ് അല്ലെ, Z ആണ്. അപ്പൊ Z നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ട്. അതിൽ ഒരു പ്രോട്ടോണിന്റെ മാസ് എത്രയാ? MP ആണ്. സോ ടോട്ടൽ മാസ് എത്രയാ വരിക? Z ഇൻറ്റു MP വരും. പ്ലസ് ന്യൂട്രോണിന്റെയും പറയണ്ടേ. ഇനി ന്യൂട്രോണിന്റെ നമ്പർ നമ്മൾ എങ്ങനെ കാണിച്ചത് അല്ലെ? ന്യൂട്രോണിന്റെ നമ്പർ കാണിക്കാൻ നമുക്ക് ലെറ്റർ ഉണ്ടോ? പക്ഷെ വേറെ ഒരാളുണ്ട് അല്ലെ, എന്താണ്? A-Z ആണ് നമുക്ക് എന്ത് ചെയ്യാം? ന്യൂട്രോൺ നമ്പർ കാണിച്ചത്. സോ നമുക്ക് എന്ത് ചെയ്യാം? A-Z നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉണ്ട്. അതിൽ ഒരു ആളുടെ മാസ് എത്രയാ? MN ആണ്. സോ A-Z എന്ത് വരും? MN വരും. ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. സോ ഇത്രയും കാര്യമാണ് നമ്മളുടെ മൊത്തത്തിൽ വന്ന ആ ഒരു ടേം എന്താണ്? എം ആണ്. മൊത്തത്തിൽ വന്ന അല്ലെങ്കിൽ ആ ഒരു മൊത്തം ന്യൂക്ലിയസ് ഹീലിയം ന്യൂക്ലിയസിന് എന്താണ് നമ്മൾ എം ആണ് എടുത്തു. അല്ലെ ഏത് ന്യൂക്ലിയസ് ആണോ എടുക്കുന്നത് അതിന്റെ ടോട്ടൽ മാസ് നമ്മൾ എം എടുത്തു. അതിന്റെ കൺസ്റ്റിറ്റ്യുവൻസിന്റെ മാസ് നമ്മൾ എന്ത് വിളിച്ചു? ഇതാ Z ഇൻറ്റു MP പ്ലസ് A-Z എം എന്ന് വിളിച്ചു. ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞു ഈ മാസുകൾക്കിടയിൽ ഒരു ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. ആരെ മാസാ കൂടുതൽ ഉണ്ടാവുക? കോൺസ്റ്റിറ്റ്യുവൻസിന്റെ അല്ലെങ്കിൽ അതിന്റെ നമ്മൾ എന്ത് ചെയ്യാണ്? പ്രോട്ടോൺസും ന്യൂട്രോൺസുമായിട്ട് കൺസ്റ്റിറ്റ്യുവൻസ് ആക്കി എടുത്തിട്ടുള്ള അതിന്റെ വെയിറ്റ് ആണ് അല്ലെങ്കിൽ അതിന്റെ മാസ് ആണ് കൂടുതൽ ഉണ്ടാവുക. ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു ന്യൂക്ലിയസിന്റെ മാസ് എന്തായിരിക്കും? കുറവായിരിക്കും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ വന്ന ചേഞ്ച് ഇൻ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? ആ ചേഞ്ച് ഇൻ മാസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഡെൽറ്റ എം അല്ലെ, ആ ചേഞ്ച് ഇൻ മാസ് അല്ലെങ്കിൽ ആ മാസ് ഡിഫക്റ്റിനെ നമ്മൾ അവിടെ വിളിച്ചത് ഡെൽറ്റ എം വെച്ച് വിളിച്ചല്ലേ. അതിനെന്ത് ചെയ്യണം? ഞാൻ ഇതാ ഈ ഒരാളെ അല്ലെ, ഈ ഒരാളാണ് കൂടുതലേ. സോ അയാൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ പോരെ അല്ലെ. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? അല്ലെ ഈ ഒരു മാസിൽ നിന്ന് നോക്കണം, ശ്രദ്ധിച്ചോ. ഈ ഒരു മാസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് മൈനസ് ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ മാസ് കിട്ടും. സോ ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ ചെയ്താൽ നോക്കിയോ. ഈക്വൽ നമുക്കറിയാം ZMP പ്ലസ് A-Z ഇൻറ്റു MN അല്ലെ. ഇതാണ് നമ്മുടെ എന്ത്? കോൺസ്റ്റിറ്റ്യുവന്റ് എന്ത് പറയാ? മാസ് വരിക. മൈനസ് എന്ത് ചെയ്താൽ മതി? M ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും അവിടെ? യെസ്, അവിടെ ഉണ്ടായ മാസ് ഡിഫക്റ്റ് കിട്ടും. ഇതാണ് നമ്മുടെ എന്ത് വരിക? മാസ് ഡിഫക്റ്റിന്റെ ഇക്വേഷൻ വരുന്നത് ഡെൽറ്റ എം ഈക്വൽ എന്താണ്? ZMP പ്ലസ് A-Z ഇൻറ്റു MN മൈനസ് M എന്ന് പറയാം. ക്ലിയർ ആണോ? സോ ഇതാണ് നമ്മുടെ മാസ് ഡിഫക്റ്റിന്റെ ഇക്വേഷൻ. ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ മാസ് ഓഫ് എ ന്യൂക്ലിയസ് ആൻഡ് ഇറ്റ് കോൺസ്റ്റിറ്റ്യുവൻസ് ഈസ് കോൾഡ് മാസ് ഡിഫക്റ്റ്. ഒരു ന്യൂക്ലിയസിന്റെ മാസും ആ ന്യൂക്ലിയസിന്റെ അകത്തുള്ള കോൺസ്റ്റിറ്റ്യുവൻസിന്റെ മാസും തമ്മിൽ ഉണ്ടാകുന്ന ഡിഫറൻസിനെ നമ്മൾ എന്ത് വിളിക്കുക? മാസ് ഡിഫക്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? അടുത്തതിലേക്ക് പോകാൻ പോവാണ്. അടുത്തത് ഇതുമായിട്ട് ക്ലിയർ ചെയ്ത് നമ്മൾ പറയാനുള്ളത്. ഞാൻ പറഞ്ഞു അവിടെ എന്തുണ്ട്? കുറച്ച് മാസ് അവിടെ പോകുന്നില്ലേ? കുറച്ച് മാസിന്റെ ഡിഫറൻസ് അവിടെ വരുന്നല്ലേ? ആ ഡിഫറൻസ് അല്ലെ, ആ ഒരു മാസ് ഡിഫക്റ്റ് വന്ന ആൾ അവിടെ എന്തായിട്ട് പോകുന്നു? എനർജി ആയിട്ട് പോകുന്നു. ഈ ഒരു എനർജിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ബൈൻഡിങ് എനർജി എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക? ബൈൻഡിങ് എനർജി. ഒന്നുകൂടി നന്നാക്കി പറഞ്ഞു കഴിഞ്ഞാൽ യെസ് നോക്കിയോ, ബൈൻഡിങ് എനർജി അല്ലെ. സോ ബൈൻഡിങ് എനർജി എന്ന് വെച്ചാൽ എത്രയേ ഉള്ളതാണ്? ഇറ്റ് ഈസ് ദ എനർജി ഇക്വാലന്റ് ടു ആരാണ്? മാസ് ഡിഫക്റ്റ് ആണ്. ഇറ്റ് ഈസ് ദ എനർജി ഇക്വാലന്റ് ടു മാസ് ഡിഫക്റ്റ്. ഓക്കെ, ശ്രീനാഥ് 3 ആൾക്ക് വേണ്ടിയാണോ വെക്കുന്നതാ? സോ 3 ആൾക്ക് വേണ്ടിയാണ് 3 ആൾക്കാരാ, അത് മതി അല്ലെ. ആ 3 ആൾക്കാർ കറക്റ്റ് പഠിച്ചോ, അത് മതി, അത്രയും മതി, അത് മതി. ഓക്കെ അല്ലെ. സോ ആ ആളുടെ ആൾക്ക് എന്ത് ചെയ്യാം? കറക്റ്റ് ആയിട്ട് എക്സാമിൽ നല്ല മാർക്കിൽ വിജയിക്കാൻ ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ 3 ആൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് എടുക്കുന്നത്. ഇത്രയും ലേറ്റ് നൈറ്റ് ആയിട്ട് കൂടി ഞങ്ങൾ അത്രയും ഞങ്ങൾക്ക് അവർക്ക് വേണ്ടി അത്രയും കോൺസെൻട്രേറ്റ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്കും അതേപോലെ ചെയ്യാൻ പറ്റുന്ന എനിക്ക് വിശ്വാസമുണ്ട്. സോ എന്താണ്? ആ 3 ആൾക്ക് വേണ്ടിയാണ് 3 ആൾക്ക് വേണ്ടി എടുക്കും. ഒരാളാണെങ്കിൽ ഒരാൾക്ക് വേണ്ടി എടുക്കും. ക്ലിയർ അല്ലേ? അതിൽ സംശയമൊന്നുമില്ലല്ലോ. അതിൽ സംശയം ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? നമുക്ക് മുന്നോട്ട് പോകാം. ക്ലിയർ അല്ലേ? സോ ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എനർജി ഇക്വാലന്റ് ടു മാസ് ഡിഫക്റ്റ്. മാസ് ഡിഫക്റ്റ് അല്ലെ, അവിടെ എത്ര മാസ് ആണോ ലോസ് ആയി പോയത്, ആ ലോസ് ആയത് എന്തായിട്ടാ? എനർജി ആയിട്ട് പോയി. ആ എനർജി നമ്മൾ എന്ത് വിളിക്കുക? ബൈൻഡിങ് എനർജി വിളിക്കുക. ഇറ്റ് ഇസ് ഓൾസോ ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ എനർജി നീഡഡ് ടു സെപ്പറേറ്റ് എ ന്യൂക്ലിയസ് ഇൻടു ഇറ്റ്സ് ഇൻഡിവിജ്വൽ ന്യൂക്ലിയസ്. ഇതിനെ നമുക്ക് എങ്ങനെ കൂടെ ഡിഫൈൻ ചെയ്യാം? ആ ഡിഫൈൻ ചെയ്യുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളതാണ്. നോക്കിയേ,
It is also defined as the total energy needed to separate a nucleus into its individual nucleons. ആണല്ലേ, ഒരു ന്യൂക്ലിയസിനെ പൊളിച്ച് അതിന്റെ ഇൻഡിവിജ്വൽ ന്യൂക്ലിയോൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി എത്ര എനർജിയാണോ ആവശ്യമുള്ളത് ആ എനർജി എന്ന് നമ്മൾ ആരെ വിളിക്കുന്നു? ഈ ഒരു ബൈൻഡിങ് എനർജിയെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ക്ലിയർ അല്ലേ? ഒന്നാമത് പറഞ്ഞാൽ എന്താ, മാസ് ഡിഫക്റ്റിന് ഇക്വലന്റ് ആയിട്ടുള്ള എനർജി നമുക്ക് ഡിഫൈൻ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസിനെ പൊളിച്ചിട്ട് അതിന്റെ കോൺസ്റ്റിറ്റ്യൂവൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ട എനർജി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പറയാൻ പറ്റും. ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അടുത്തിലേക്ക് പറയാൻ പോവാണ്. അടുത്ത ടേം ഒന്നുമില്ല, അത്രേ ഉള്ളൂ. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ അല്ലെ, ബൈൻഡിങ് എനർജി തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. അത്രേ ഉള്ളൂടാ. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയത്തുള്ളതാണ് നമ്മളെ ബൈൻഡിങ് എനർജിയാണ് പെർ എന്താണ് ഓരോ ന്യൂക്ലിയോൺസിനും എത്രയാണെന്നുള്ളത് പറയുന്നുള്ളൂ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് അല്ലെ, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ബൈൻഡിങ് എനർജി ഓഫ് എ ന്യൂക്ലിയസ് to the number of nucleons അല്ലെ. ഓരോ ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ് ആണ് അല്ലെ. ന്യൂക്ലിയോൺസ് പറഞ്ഞാൽ ന്യൂക്ലിയസിന്റെ അകത്തുള്ള ആൾക്കാർ, അവരാണ് നമ്മൾ വിളിക്കുന്നത് ന്യൂക്ലിയോൺസ് എന്ന് വിളിക്കുക. അതാരൊക്കെയാ? പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമാണ്. ക്ലിയർ അല്ലേ? സോ റേഷ്യോ ഓഫ് ബൈൻഡിങ് എനർജി ഓഫ് എ ന്യൂക്ലിയസ് ടു ദ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്, ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് വിളിക്കുന്നത്. വേറെ ഒന്നുമില്ല അല്ലെ. നമുക്ക് വേണം എന്ത് ചെയ്യാം, ബൈൻഡിങ് എനർജിക്ക് നമ്മൾ മറ്റൊരു ഡെഫിനിഷൻ കൊടുത്തില്ലേ, അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് ഈസ് ദ ഏവറേജ് എനർജി ആയിട്ട് മാറും അല്ലെ. നേരത്തെ നമ്മൾ പറഞ്ഞ എനർജി എന്നേ പറയുള്ളൂ. ഇതെന്താണ്? ഏവറേജ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ് നീഡഡ് ടു സെപ്പറേറ്റ് എ ന്യൂക്ലിയസ് ഇൻ ടു ഇറ്റ്സ് ഇൻഡിവിജ്വൽ കോൺസ്റ്റിറ്റ്യൂവൻസ്. ക്ലിയർ അല്ലേ? സോ ഇൻഡിവിജ്വൽ ന്യൂക്ലിയോൺസ് ആക്കി മാറ്റണം ആരെ? ഒരു വലിയ ന്യൂക്ലിയസിനെ അല്ലേ. സോ അതിന് വേണ്ടി നമ്മൾ കൊടുക്കേണ്ട ഒരു ഏവറേജ് എനർജിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ ഏകദേശം ഒരേ കണക്കിന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. അടുത്ത പോയിന്റ് നോക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്, അത് നിങ്ങൾ ആലോചിച്ച് വെക്കണം. ഹയർ ദ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഹയർ ഇറ്റ്സ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദി ന്യൂക്ലിയസ് ആണ്. ക്ലിയർ അല്ലേ? സോ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുന്നതനുസരിച്ച് ആ ഒരു ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റി കൂടുന്ന പറഞ്ഞത്. ഹയർ ദ ബൈൻഡിങ് എനർജി per nucleon, higher is the stability of the nucleus. അത് ആലോചിച്ച് വെച്ചോ, അത് ഇമ്പോർട്ടന്റ് ആണ്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുന്നോ അവിടെ എന്ത് കൂടും? ആ ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റിയും കൂടും. ക്ലിയർ അല്ലേ? അത് നിങ്ങൾ ആലോചിച്ച് വെച്ചോ, മൈൻഡിൽ ഉറപ്പിച്ച് വെച്ചോ, നമുക്ക് മുന്നോട്ടേക്ക് പറയാനുണ്ട്. ഓക്കെ അല്ലേ? സോ അടുത്തേക്ക് പറയാൻ പോവാണ് ബൈൻഡിങ് എനർജി കർവാണ്. ക്ലിയർ അല്ലേ? സോ ഈ ഒരു ബൈൻഡിങ് എനർജി കർവ് വെച്ചാൽ നമ്മൾ എല്ലാ എലമെന്റ്സും എന്ത് ചെയ്യാണ്, ഈ ഒരു ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണിന്റെ ബേസിൽ ഒന്ന് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ എക്സ് ആക്സിൽ ഇവിടെ ആരുണ്ട് നോക്കിയോ, നമ്മൾ എക്സ് ആക്സിൽ മാസ് നമ്പർ കിടക്കുന്നുണ്ട്. വൈ ആക്സിൽ ആരാണ് നമ്മുടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കിടക്കുന്നത്. വൈ ആക്സിൽ ആണുള്ളത് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ് കിടക്കുന്നത്. നോക്കിയോ, അപ്പൊ ഏറ്റവും കുറവ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഉള്ള ആർക്കാ? നമ്മളെ ഹൈഡ്രജൻ ആ. കണ്ടോ, ഏറ്റവും കുറവായിരിക്കും നമ്മളെ ഹൈഡ്രജൻ ആണുള്ളത്. ക്ലിയർ അല്ലേ? സോ ഹൈഡ്രജൻ എന്താണ് നമ്മുടെ മാസ് നമ്പർ കുറവുള്ള ഹൈഡ്രജൻ എന്താണ് നമ്മുടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്താണ് കുറവാണ് അല്ലെ. ഇനി നോക്കിയേ, ഇവിടെ തൊട്ട് ഇവിടം വരെ കണ്ടോ, അവിടെ കുറച്ച് ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഏകദേശം ഇവിടം വരെ എന്താണ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ക്ലിയർ അല്ലേ? ഏകദേശം ഈ ഒരു റീജിയൻ വരെ എന്താണ് നമ്മുടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്താണ് ഏകദേശം കുറവാണ് അല്ലെ. ഈ ഒരു സ്ട്രെയിറ്റ് റീജിയൻ കണ്ടോ, ഏകദേശം ഇവിടം വരെ അല്ലെ. ഏകദേശം ഈ ഒരു റീജിയനിലുള്ള ആൾക്കാർക്ക് എന്താണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്താണ് ഏകദേശം സ്റ്റേബിളാണ് അല്ലെ. വലിയ തരത്തിലല്ല, ചെറിയ ഡീവിയേഷൻ അവിടെ ഉണ്ടെങ്കിൽ എന്താണ് ഒട്ടുമിക്ക, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക അപ്രോക്സിമേറ്റ്ലി എന്ത് പറയാം, നമുക്ക് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറയാം അല്ലെ. ഏകദേശം ഈ ഒരു റീജിയനിൽ ആൾക്കാർ എന്താണ് അവിടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഏകദേശം കോൺസ്റ്റന്റ് ആണ്. എഗൈൻ ഇവിടെ താഴോട്ടേക്ക് പോകുന്നതാണ് നമ്മുടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു റീജിയനിലുള്ള ആൾക്കാർക്ക് എന്താണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവാണ്. ഇവിടെ എന്താണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഏകദേശം കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ഇങ്ങോട്ട് പോയാൽ എന്താണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ അഗൈൻ കുറയുന്നു. നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞ ആ കാര്യമാണ്, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുതലാണെങ്കിൽ സ്റ്റെബിലിറ്റി എന്തായിരിക്കും, കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റീജിയനിലുള്ള ആൾക്കാർക്ക് എന്തായിരിക്കും സ്റ്റെബിലിറ്റി മാക്സിമം ആയിരിക്കും. ഈ ഒരു റീജിയനിലും അതേപോലെ തന്നെ ഈ ഒരു റീജിയനിലുള്ള ആൾക്കാർക്ക് എന്തായിരിക്കും സ്റ്റെബിലിറ്റി കുറവായിരിക്കും. ജസ്റ്റ് എന്താ ചെയ്യാം, നമുക്ക് ഈ ഒരു കർവിന്റെ ബേസിൽ കുറച്ച് കൺക്ലൂഷൻസ് നമുക്ക് പറയാം. സോ ആ ഒരു ഗ്രാഫിൽ നിന്ന് കിട്ടിയ ഫീച്ചേഴ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചോ. ഫോർ ന്യൂക്ലിയൈ ഓഫ് മിഡിൽ മാസ് നമ്പർ ആർക്കൊക്കെയാ 30 to 170 വരെയുള്ള ആൾക്കാർ. മാസ് നമ്പർ 30നും 170നും ഉള്ള ഈ ഒരു റീജിയനിലുള്ള 30നും 170നും അല്ലെ, ഏകദേശം ഈ ഒരു റീജിയനിലുള്ള ആൾക്കാർക്ക് എന്താണ് അവിടെ ബൈൻഡിങ് എനർജി പെർ കൂടുതലുമാണ്, സ്റ്റേബിളുമാണ് അല്ലെ. അത്തരം ആൾക്കാരുടെ എനർജി പെർ ന്യൂക്ലിയോൺ എന്താണ് കോൺസ്റ്റന്റ് ആണ്. നമ്മൾ ആദ്യം കിട്ടിയിട്ടുള്ള എന്ത് ഈ ഒരു ഗ്രാഫിൽ നിന്ന് ആദ്യം ഇന്റർപ്രറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഫീച്ചർ അതാണ്. ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. അടുത്ത കിട്ടുന്നത് എന്താ
ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഈസ് ലോവർ ഫോർ ബോത്ത് ലൈറ്റ് ന്യൂക്ലിയർ. ലൈറ്റ് ന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ ആരാ? ലൈറ്റ് ന്യൂക്ലിയർ ആരാ? യെസ്, നമ്മൾ എന്താണ് അറ്റോമിക് നമ്പർ, സോറി അറ്റോമിക് നമ്പർ അല്ല, മാസ് നമ്പർ 30 കുറവുള്ളതും അതേപോലെ തന്നെ നമ്മുടെ മാസ് നമ്പർ 170 കൂടുതലുള്ള ആൾക്കാർ. ക്ലിയർ അല്ലേ? 30 താഴോട്ടേക്കുള്ളതും 170 മുകളിലേക്കുള്ള ആൾക്കാർക്ക് എന്താണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്താണ് കുറവാണ്. ആർക്കാ കോൺസ്റ്റന്റ് നിൽക്കുന്നത്? 30നും 170നും ഇടയ്ക്കുള്ള ആൾക്കാർക്ക് എന്താ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ അവിടെ കോൺസ്റ്റന്റ് ആണ്. ക്ലിയർ അല്ലേ? കോൺസ്റ്റന്റ് ആണ്, അതുപോലെ തന്നെ ഹയറുമാണ്. ക്ലിയർ ആണോ? 30 താഴോട്ടേക്ക് പോകുമ്പോൾ എന്താ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയർ കുറയും. 170 മുകളിലോട്ട് പോകുമ്പോൾ എന്താ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ അവിടെ എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടിരിക്കും. ക്ലിയർ അല്ലേ? സോ ഇത് കണക്കാക്കുന്നത് എന്താ? യെസ്, മുകളിലുള്ള ആൾക്കാർക്ക് എന്താ ഇതാ ഈ ഒരു റീജിയനിലുള്ള ആൾക്കാർക്ക് എന്താ ഈ ഒരു റീജിയനിലുള്ള ആൾക്കാർക്ക് എന്താണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുതലുമാണ്, സ്റ്റേബിളുമാണ്. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? അവിടെ സ്റ്റെബിലിറ്റി എന്താണ്? കൂടുതലാണ്. സ്റ്റെബിലിറ്റി കൂടുതലാണ്. ക്ലിയർ അല്ലേ? സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ആർക്കാ? ഇതാ ഇയാൾക്കാണ് സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതൽ ആർക്കാണ്? അയൺ ആണ്. അതാണ് നമ്മൾ അടുത്ത പോയിന്റ് ആയിട്ട് ഇവിടെ പറയുന്നതാണ്. നോക്കിയോ, ദ കർവ് ഹാസ് എ മാക്സിമം ബൈൻഡിങ് എനർജി അല്ലേ? കർവ് ഹാസ് എ മാക്സിമം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഉള്ള ആർക്കാണ്? നമ്മളുടെ എന്താണ് അയൺ ആണുള്ളത് അല്ലെ? Fe56 ആണുള്ളത്. എത്രയാണ് അതിന്റെ വാല്യൂ? എത്രയാണ്? 8.75 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. 8.75 മെഗാ ഇലക്ട്രോൺ വോൾട്ട് അല്ലെ? സോ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഏറ്റവും മാക്സിമം ഉള്ളത് അയൺ ആണ്. എത്രയാണ് എന്റെ വാല്യൂ? 8.75 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് പറയാം? ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ള ആർക്കായിരിക്കും? ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത് നമ്മുടെ ഈ ഒരു ആൾക്ക് തന്നെയായിരിക്കും ഉണ്ടാവുക. ക്ലിയർ അല്ലേ? കാരണം ഇയാൾക്ക് എന്താ? യെസ്, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഏറ്റവും കൂടുതലാണ്. സോ സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതൽ ആൾക്കാണ് നമ്മുടെ അയൺ തന്നെയാണ്. ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. സോ ഇതാണ് നമ്മുടെ ബൈൻഡിങ് എനർജി കർവും അതുമായിട്ടുള്ള ഫീച്ചർ നമുക്ക് പറയാനുള്ളത്. ക്ലിയർ അല്ലേ? സോ ആ ഒരു സംഭവം നമ്മളിവിടെ യെസ് കൺക്ലൂഷൻ ആയിട്ട് പറഞ്ഞുള്ളതാണ്. ദ കോൺസ്റ്റൻസി ഓഫ് ദ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഇൻ ദ റേഞ്ച് എവിടെ മുതൽ അവിടെ വരിക? യെസ്, ആ കോൺസ്റ്റൻസി ഉള്ള എവിടെയാണ്? 30 to 170 വരികയാണല്ലേ? സോ അവിടെ എന്താണ്? ഈസ് എ കോൺസിക്വൻസ് ഓഫ് ദി ഫാക്ട് ദാറ്റ് ദ ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ഷോർട്ട് റേഞ്ച്ഡ്. ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് സാച്ചുറേഷൻ പ്രോപ്പർട്ടി ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇത് നിങ്ങൾ ആലോചിച്ച് വെച്ചോ, സാച്ചുറേഷൻ പ്രോപ്പർട്ടി ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ്. സാച്ചുറേഷൻ പ്രോപ്പർട്ടി ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇത് എന്തുകൊണ്ടാണ് സാച്ചുറേഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? യെസ്, നമ്മുടെ എന്താണ് ന്യൂക്ലിയർ ഫോഴ്സ് എന്താണ്? ഷോർട്ട് റേഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് കുറവുള്ള സ്ഥലത്ത് മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ഈ ഒരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുള്ളൂ. ക്ലിയർ അല്ലേ? എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് കുറവുള്ള സ്ഥലത്ത് മാത്രമേ ന്യൂക്ലിയർ ഫോഴ്സ് എന്ത് ചെയ്യുന്നുള്ളൂ? ആക്ട് ചെയ്യുന്നുള്ളൂ എങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രോപ്പർട്ടിയാണ് സാച്ചുറേഷൻ പ്രോപ്പർട്ടി. ഈ ഒരു സാച്ചുറേഷൻ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്തുള്ളത്? ആ ഒരു 30 to 170 മാസ് നമ്പർ ഉള്ള ആൾക്കാർക്ക് ആ ഒരു ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കാനുള്ള കാരണം. സോ ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞൂടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ മാസ് നമ്പർ 30യും 170ക്കും ഇടയ്ക്കുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ട് കോൺസ്റ്റന്റ് ആകുന്നു? എന്താണ്? സാച്ചുറേഷൻ പ്രോപ്പർട്ടി ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. എന്തുകൊണ്ടാണ് സാച്ചുറേഷൻ പ്രോപ്പർട്ടി വന്നത്? യെസ്, ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ഷോർട്ട് റേഞ്ച്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? പക്കയല്ലേ? യെസ്, ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിലാണ് ന്യൂക്ലിയർ ഫോഴ്സ് ആണല്ലേ? എന്താണ് ന്യൂക്ലിയർ ഫോഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ആണല്ലേ? നമ്മുടെ ഈ ഒരു നാച്ചുറൽ എക്സിസ്റ്റ് ചെയ്യുന്ന സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ആണ് ആര്? നമ്മുടെ ന്യൂക്ലിയർ ഫോഴ്സ് അല്ലെ? സോ ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് എന്താണ്? യെസ്, സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ആണ്. അതേപോലെ നമ്മൾ പറഞ്ഞു ഷോർട്ട് റേഞ്ച് അല്ലെ? ഷോർട്ട് റേഞ്ചിന് നമ്മൾ എന്ത് പറഞ്ഞു? സാച്ചുറേഷൻ പ്രോപ്പർട്ടി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ എന്താണത്? യെസ്, ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. അതേപോലെ എന്താണ്? ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ചാർജ് ഇൻഡിപെൻഡന്റ് ആണ്. ചാർജ് എന്ത് ചെയ്യുന്നില്ല? ഇത് ഡിപ്പെൻഡ് ചെയ്യില്ല. പ്രോട്ടോണും അടക്കി ആയിക്കോട്ടെ, ന്യൂട്രോണും അടക്കി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രോട്ടോണും ന്യൂട്രോണും അടക്കി ആയിക്കോട്ടെ, എന്തിൻ്റെ അകത്താണെങ്കിലും ഈ ഒരു ന്യൂക്ലിയർ ഫോഴ്സ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല? ആ ചാർജുകളെ അല്ലെങ്കിൽ പ്രോട്ടോൺ ആണോ ന്യൂട്രോൺ ആണോ എന്ത് ചെയ്യുന്നില്ല? ഇത് നോക്കുന്നില്ല, വേർതിരിച്ച് കാണുന്നില്ല. എല്ലാവർക്കും എന്താണ്? ഒരേ ഫോഴ്സ് ആണ് വരുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പോവാണ്? യെസ്, ഇത് നമുക്ക് ആവശ്യമില്ല. യെസ്, അടുത്ത നമ്മളെ ന്യൂക്ലിയർ ഫിഷൻ ആണ് നമ്മൾ പറയാനുള്ളത്. സോ എന്താ ഈ ന്യൂക്ലിയർ ഫിഷൻ പറയാൻ നോക്കിയോ? സോ ന്യൂക്ലിയർ ഫിഷൻ എത്രയേ ഉള്ളൂ? നമ്മൾ എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയർ ഫിഷൻ ആണല്ലേ? സോ നമ്മൾ ഫിഷനെ കട്ട് ചെയ്ത് രണ്ടാക്കി മാറ്റല്ലേ? സോ എന്താണ് നമ്മൾ ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു വലിയ ന്യൂക്ലിയസിനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ എന്താക്കുന്നു? രണ്ടായിട്ട് മാറ്റുന്നു. ക്ലിയർ അല്ലേ? സോ ഫിഷൻ എന്ന് പറഞ്ഞതാണ് ഒരു വലിയ ന്യൂക്ലിയസിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ചെറിയ ന്യൂക്ലിയസ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുക? ന്യൂക്ലിയർ ഫിഷൻ എന്ന് വിളിക്കുക അല്ലെ? ദ ഫിനോമിനൻ ഇൻ വിച്ച് ദ ഹെവി ന്യൂക്ലിയസ് അല്ലെ? ഫിനോമിനൻ ഇൻ വിച്ച് ദ ഹെവി ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ എന്താ? നമ്മളെ മാസ് നമ്പർ എന്തായിരിക്കണം? 230 മുകളിലുള്ള ആൾക്കാരാണ് ഇതിനു വേണ്ടി ചൂസ് ചെയ്യുക. ക്ലിയർ അല്ലേ? സോ എന്ത് ന്യൂക്ലിയസ് അല്ലെ ഏത് ന്യൂക്ലിയസ് ആണ് ഇതിന് ചൂസ് ചെയ്യുന്നത്? മാസ് നമ്പർ ഗ്രേറ്റർ ദാൻ 230. അത്തരം ന്യൂക്ലിയസുകളാണ് ഇവിടെ നമ്മൾ ചൂസ് ചെയ്യാറ് അല്ലെ? ഇത്തരം ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സൈറ്റ് ചെയ്യിപ്പിക്കുകയാണ് അല്ലെ? എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു അല്ലെ? സോ സ്പ്ലിറ്റ്സ് ഇൻ ടു 2 ന്യൂക്ലിയൈ
splits into two nuclei of nearly comparable mass. അല്ലേ? സോ നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നത്? ഒന്നുമില്ല, നമ്മളൊരു വലിയ ന്യൂക്ലിയസ് എടുക്കുന്നു അല്ലേ? ആ ന്യൂക്ലിയസിന്റെ മാസ് നമ്പർ എന്തിൽ കൂടുതൽ നമ്മൾ എടുക്കാറ്? യെസ്, ഗ്രേറ്റർ ദാൻ 2/3 ആണ് എടുക്കാറ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ചെറിയ ന്യൂക്ലിയസുകളാക്കി മാറ്റുന്നു. കമ്പയറബിൾ മാസ് ഉള്ള രണ്ട് ചെറിയ ന്യൂക്ലിയസുകളാക്കി മാറ്റുന്നു. അതിന്റെ ജസ്റ്റ് ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ മാത്രം ഇവിടെ കൊടുത്തുന്നുള്ളൂ. നോക്കിയേ, ഒരു ഹെവിയർ ന്യൂക്ലിയസിനാണ് ഒരു ഹെവിയർ ന്യൂക്ലിയസ് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ചെറിയ ന്യൂക്ലിയസുകളാക്കി സ്പ്ലിറ്റ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. യെസ്, അടുത്താണ് നമ്മളെ ന്യൂക്ലിയർ ഫ്യൂഷൻ. നമ്മൾ അവസാനത്തെ ടോപ്പിക് ആണത് ന്യൂക്ലിയർ ഫ്യൂഷൻ. എന്താണ്? നേരത്തെ തിരിച്ചു വരും അല്ലെ? നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? യെസ്, വലിയൊരു ന്യൂക്ലിയസിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ചെറിയ ന്യൂക്ലിയസ് ആക്കി മാറ്റി. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് ചെറിയ ന്യൂക്ലിയസുകൾ കമ്പൈൻ ചെയ്ത് ഒരു വലിയ ന്യൂക്ലിയസ് ആയിട്ട് മാറും. ഇറ്റ് ഈസ് എ ഫിനോമിനൻ when two lighter nuclei combine to form a ലാർജർ ന്യൂക്ലിയസ് അല്ലെ? രണ്ട് ചെറിയ ന്യൂക്ലിയസുകൾ കമ്പൈൻ ചെയ്ത് എന്താക്കി മാറ്റുന്നു? ഒരു ലാർജർ ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. യെസ്, ഡ്യൂറിങ് ദിസ് പ്രോസസ് എനർജി ഈസ് റിലീസ്ഡ് അല്ലെ? ഈ ഒരു പ്രോസസ് നടക്കുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും? എനർജി റിലീസ് ചെയ്യപ്പെടുന്നു. ക്ലിയർ അല്ലേ? സോ ഫ്യൂഷൻ നടക്കുന്ന സമയത്ത് രണ്ട് ലൈറ്റർ ന്യൂക്ലിയൈ കമ്പൈൻ ചെയ്ത് ഒരു ഹെവിയർ ന്യൂക്ലിയസ് ആയിട്ട് മാറുന്ന സമയത്ത് അവിടെ എന്ത് പുറത്തേക്ക് റിലീസ് ചെയ്യപ്പെടുന്നു? എനർജി പുറത്തേക്ക് റിലീസ് ചെയ്യപ്പെടുന്നു. ഇതൊക്കെയാണ് നമ്മൾ എവിടെ നടക്കുന്നത്? നമ്മുടെ സണ്ണിലും പല സ്റ്റാറുകളും ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് സംഭവിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ അങ്ങനെ ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു? എനർജി പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യപ്പെടുന്നു. ഇതാണ് നമ്മുടെ സണ്ണിലും സ്റ്റാറിലും എന്ത് നടക്കുന്നത്? എനർജിയുടെ സോഴ്സ് ആയിട്ട് നടക്കുന്ന ആക്ടിവിറ്റി ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ക്ലിയർ അല്ലേ? സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണോ? സോ നമ്മൾ എന്തോ കാര്യങ്ങൾ പറഞ്ഞു? ആറ്റത്തിലെയും ന്യൂക്ലിയത്തെയും എല്ലാ കോൺസെപ്റ്റുകളും പറ്റുന്നതായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇത്രയും ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് സന്തോഷമായിട്ടുള്ള ഹാപ്പി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വൈൻഡപ്പ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണോ അല്ലയോ? പറഞ്ഞോടാ മക്കളെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണോ അല്ലയോ? സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ഓക്കെ, യെസ്, ഇത്രയും കാര്യം നമുക്ക് ഓക്കെ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു സെഷൻ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ആറ്റം ന്യൂക്ലിയർ എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ എന്ത് ചെയ്യുക? നിങ്ങൾ കണ്ട് വൃത്തിക്ക് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക, കോൺസെപ്റ്റുകൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും ഉറങ്ങാനും ഫുഡ് കഴിക്കാനുള്ള സമയമാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. സോ നമുക്ക് പിന്നെയും കാണാം. ഞാൻ ഇനിയും വരും. നിങ്ങൾക്ക് പുതിയ ചാപ്റ്ററുമായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. സോ നമ്മൾ ഇനിയും ചാപ്റ്റേഴ്സ് ആയിട്ട് മുന്നോട്ട് പോകും. സോ നമുക്ക് എന്ത് ചെയ്യാം? അതുവരെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സാധനം ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.